എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം പോക്കരി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഒരു ലൈവ് വന്നിരിക്കുകയാണ്. ഇന്ന് ആം, ഒരു പുതിയ ഒരു എപ്പിസോഡ് പോലെ നമ്മളങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഈ വാർത്തകൾ അത് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ലക്ഷ്യം ഈ ഇസ്ലാമും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും ആയതുകൊണ്ട് എല്ലാ ദിവസവും വാർത്തകളുണ്ടാവും. പക്ഷേ ആവർത്തന വിരസത വലിയൊരു പ്രശ്നമായിട്ട് വന്നു. അത് ഇത് അവതരിപ്പിക്കുന്ന നമുക്കും അതുപോലെ തന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഒരു വിരസത ആയി മാറുന്നു എന്ന് തോന്നിയപ്പോൾ 2 ഔട്ട്കമാണ് അതിൽ സംഭവിക്കാൻ ഉള്ളൊരു സാധ്യതയായിട്ട് എനിക്ക് തോന്നിയത്. ഒന്ന്, നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പോകുന്നു എന്നുള്ളത്. അത് വലിയൊരു അപകടമാണ്. 2, ഇതൊക്കെ നോർമലാണ് എന്നുള്ളൊരു രീതിയിലങ്ങ് പോവുക എന്നൊരു സംഭവം. ഈ 2 ഔട്ട്കമാണ് അതിലുണ്ടാവുക. ഇത് രണ്ടും സംഭവിച്ചുകൂടാത്ത ഒരു പാടില്ലാത്ത കാര്യമാണ് എന്ന് നമുക്ക് തോന്നുന്നതുകൊണ്ട് ഇതിനൊരു കാരണവശാലും ചർച്ച ചെയ്യപ്പെടാതെ പോകാൻ പാടില്ല എന്ന ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഒരു പോംവഴി നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതിങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ഇതുപോലെയുള്ള പൊട്ടിത്തെറി വാർത്തകൾ, ജിഹാദി വാർത്തകൾ, അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരാഴ്ചത്തെയോ അല്ലെങ്കിൽ 2 ആഴ്ചത്തെ വാർത്തകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്കൊന്ന് അത് അവതരിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഇന്ന് നമുക്ക് ഏതാണ്ട് 1, 2, 3, 4, 5, 6, 7 വാർത്തകൾ ഇന്ന് നമുക്ക് പറയാനുണ്ട്. 7 ജിഹാദി വാർത്തകൾ മാത്രമാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ സംഘികളുടേത്, അത് വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. സംഘി വാർത്തകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് നമുക്ക് അതിന് താല്പര്യമില്ല. ജസീമിന് താല്പര്യമുണ്ടോ സംഘി വാർത്തകൾ ചെയ്യാൻ? അപ്പോൾ ഏതായാലും ഇത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടും കൂടിയാണ് സത്യത്തിൽ. അതുകൊണ്ടാണ് മെനക്കെടാൻ വയ്യാത്തതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ കുറച്ച് വാർത്തകൾ നമ്മൾ പെറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാമെന്ന് വിചാരിക്കുന്നു. അതിൽ ചില വാർത്തകൾ ഏതാനും മണിക്കൂറുകൾ മുന്നേ ഉള്ള വാർത്തകളാണ്. ചിലത് ഒരാഴ്ച പഴക്കം ഉണ്ടാവും. അത് തൽക്കാലം ഒന്ന് ക്ഷമിക്കുക. ചെറിയൊരു പുളിപ്പൊക്കെ കാണും. അത് കാര്യമാക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തു പറയുന്നു ജസീം നമ്മളെ പുതിയ ഒരു പരിപാടിയെക്കുറിച്ച്? ഒരുപാട് വാർത്തകൾ ഉണ്ടാവും എല്ലാ ആഴ്ചയും. ഒ- ഒ- ഉണ്ടാക്കാൻ അതെ. ആളുകളുണ്ടല്ലോ. ഇനി അതിൽ നിന്ന് വിട്ടുപോകുന്നുള്ളതാണ് നമ്മളുടെ ഒരു ടെൻഷൻ. ഇനി അതിൽ പെടാതെ ഏതെങ്കിലും ഒഴിഞ്ഞു പോവോ എന്നുള്ളത്. ആം, എന്നാലും എനിക്കൊരു സന്തോഷം ജസീമുമായിട്ട് പങ്കുവെക്കാനുള്ളത്, നമ്മൾ പല എപ്പിസോഡ്സായിട്ട് ഇതേപോലെ ചെയ്തിട്ടുള്ള പല പ്രോഗ്രാംസ്, ഈവൻറ്റ്സ് ഉണ്ട്. അതിൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു സംഗതിയിൽ ഭാഗമാകാൻ ജസീമിനെ ലഭിച്ചത് വലിയ ഒരു കാര്യമായിട്ടാണ് എനിക്കും തോന്നുന്നത്. കാരണം ഇതല്ലെങ്കിൽ വലിയ മടുപ്പാണ് ഈ സംഭവം ചെയ്യാൻ. ഞാൻ ആ മദ്രസ പീഡനം ഒരു വർഷം ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്കും അറിയാം, ഡിങ്കനും അറിയാം, പടച്ചോനും അറിയില്ല കേട്ടോ. അത് വലിയ കഷ്ടപ്പാടാണ്, കാരണം ഇതൊക്കെ കണ്ടുപിടിക്കണം. പക്ഷേ അന്ന് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട കുറച്ച് എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളും അതുപോലെ ചില ആളുകളും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഒരു ഹമീദ് എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത്, അദ്ദേഹമായിരുന്നു അന്ന്. അദ്ദേഹത്തിന് ഈ ഫേസ് ഇതുപോലെ കാണിച്ച് ഇതിൽ വരാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ മാസവും എവിടെ മദ്രസ പീഡനം ഉണ്ടായാലും അത് എൻ്റെ ഇൻബോക്സിൽ കൊണ്ടുവന്ന് ഇട്ട് തരും. അങ്ങനെ അത് ക്രോഡീകരിക്കുക, അത് ചെയ്യുക, ഇതായിരുന്നു അന്നത്തെ മെയിൻ പരിപാടി. അതേപോലെ പല പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു വർഷം നമ്മൾ ചെയ്തു തുടർച്ചയായിട്ട്. 12 എപ്പിസോഡ്സ് നമ്മൾ ചെയ്തു. അതിൻ്റെ കണക്ക് നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ വേറെയും ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമാധാനമത വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. അതിപ്പോൾ ഏതാണ്ട് 36 എപ്പിസോഡായി. ഇനിയിപ്പോൾ ഏതായാലും അതിൽ ആ സമാധാനമത വാർത്തയിൽ നിന്ന് ഈ പൊട്ടിത്തെറി വാർത്ത, അത് ജിഹാദി വാർത്തകൾ, ഇതുപോലെ സ്ഥിരമായിട്ട് സംഭവിക്കുന്ന സാധനങ്ങൾ, അത് നമ്മളൊന്ന് മാറ്റിയിട്ട് മേജറായിട്ടുള്ളതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തും. അല്ലാതെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തേക്കും കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സന്മനസ് കാണിച്ച ജസീമിന് വലിയൊരു നന്ദി ആദ്യമേ ഒന്ന് അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വാർത്തകളിലേക്ക് കടക്കാം അല്ലേ? അപ്പോൾ ആദ്യം ഒരു വാർത്ത നമുക്ക് പറയാനുള്ളത്, ഒരു സെക്കൻഡ്, മലേഷ്യ എന്നുള്ളൊരു വാർത്തയാണ്. ഇത് നോക്കിയിരുന്നോ ഈ വാർത്തയുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട്? ഇത് അവിടുത്തെ ഒരു പ്രധാനമായിട്ട് അവിടെ ബാൻ ചെയ്ത ഓർഗനൈസേഷൻ ആണ്. അവിടെ ആ ഗവൺമെന്റ് ഓക്കെ പല രാജ്യങ്ങളും ഈ മലേഷ്യയും നിരോധിച്ച ഒരു സംഘടനയാണ്. അവര് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതാണ് സംഭവം. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം അല്ലേ അത്. ആ. അപ്പോൾ ആദ്യം ഇതാണ്: 2 police officers killed in suspected ജമാ ഇസ്ലാമിയ അറ്റാക്ക് ഇൻ മലേഷ്യ. അപ്പോൾ നമ്മളുടെ സംഘടനയുടെ പേര് എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഇതൊരു അങ്ങനത്തെ ഒരു
കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും കൂടി എളുപ്പമാണ്. പുതിയ പുതിയ പേരുകൾ അൽ ഖൈദ, അതുപോലെ പല പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹർക്കത്തുൽ മുജാഹിദീൻ എന്നൊക്കെ പറയുന്ന പോലെ. ഇനി പറ്റുമെങ്കിൽ ഇതൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇടാം. ജീമ എന്നൊക്കെ കുട്ടികളെ വിളിക്കാൻ നല്ല സുഖമല്ലേ. ജീമ മോളെ ഇവിടെ വന്നേ എന്നൊക്കെ പറയുന്നത് നമുക്ക് എളുപ്പമാണ്. അങ്ങനെ പറ്റുന്ന നല്ല പേരുകളൊക്കെയാണ്. അപ്പോൾ ജീമ ഇസ്ലാമിയ. ഓക്കെ. അപ്പോൾ ഇതാണ് പുതിയ സംഘടനയുടെ പേര്. അറ്റാക്ക് ഇൻ മലേഷ്യ. 2 പോലീസുകാരാണ് കേട്ടോ അവിടെ ഹൂറികളുടെ അടുത്തേക്ക് എത്തിയത്. അപ്പോൾ അവിടെ കൊലാലംപൂരിൽ നിന്ന് വന്നിട്ടുള്ള വാർത്തയാണ്. ഇത് മെയ് 17, ഏതാനും 9 മണിക്കൂർ മുന്നേ വന്ന വാർത്തയാണ്. നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ അതിൽ ഇവിടെ വായിക്കാം ഞാൻ. 2 police officers were killed and another was injured in Malaysia's Johor state on Friday morning when they were attacked by a man suspected of being a member of the Al-Qaeda linked militant group ജീമ ഇസ്ലാമിയ. JI എന്നാണ് അതിൻ്റെ പേര്. JI is a militant group seeking to establish an Islamic caliphate in South East Asia ആണ് കേട്ടോ. അത് മലേഷ്യയിൽ മാത്രമാണെന്ന് വിചാരിക്കേണ്ട. സൗത്ത് ഈസ്റ്റ് ഏഷ്യ മൊത്തം അവിടെ പിടിച്ചടക്കാൻ വേണ്ടി, അതിന് നമ്മളുടെ ഗസ്വായ് ഹിന്ദ് എന്നൊക്കെ പറയുന്ന പോലെ ഗസ്വായ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ടീമാണ്. മലേഷ്യാസ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് റസാറുദ്ദീൻ ഹുസൈൻ സെഡ് ദ സസ്പെക്ട് എൻറ്റേർഡ് എ പോലീസ് സ്റ്റേഷൻ ഇൻ ജോഹോർസ് ഉലു തീരം. നമ്മളുടെ മലയാള തീരം എന്നൊക്കെ പറയുന്നതാണ്, ആ തീരമായിരിക്കും. ടൗൺ ഷോർട്ട്ലി ആഫ്റ്റർ 2 AM wearing a mask and armed with a machete. A police constable approached the suspect, who killed the officer with the machete and seized his pistol. A firefight ensued, leading to the death of a second officer and injuring a third, Razaruddin told a televised press conference. The suspect was also killed in the shootout. The suspect, son of a known JI member, had no prior criminal records. അതാണ് അതിലൊരു കാര്യം. മുന്നേ ഒന്നുമില്ല, പുതിയതായിട്ട് വന്നതാണ്. LKGയിലാണ് സംഭവം. We believe he came to steal firearms from the police for his own agenda that we have not yet determined. ആംസ് തട്ടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നാണ് പറയുന്നത്. ആയുധങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ police have arrested 7 people in connection with the attack, including 5 members of the attacker's family. അതാണ് അതിൽ വന്നിരിക്കുന്ന ഒരു കാര്യം. വേറെ എന്തെങ്കിലും ഇതിനകത്ത് ചേർത്ത് പറയാൻ എന്താണ് ഈ ജീമയെ കുറിച്ച് പറയാനുള്ളത്? ജീമ മോളെ കുറിച്ച്. അല്ല, ഇത് ഈ പറഞ്ഞ എന്താ പറയാ സംഘടനയെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. എനിക്കൊന്ന് ആ പ്രദേശത്ത് അതെ ഇവരുടെ നേതൃത്വത്തിലാണെന്ന് അറിയില്ല. ഈ ബാലിയില് മുമ്പ് ഒരു എന്താ പറയാ അറ്റാക്ക് ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അന്ന് അത് വളരെ എല്ലാവരും അറിഞ്ഞൊരു ന്യൂസ് ആയിരുന്നു ആ സമയത്ത്. പിന്നെ ഈ മലേഷ്യയുടെ ഒരു പ്രത്യേകത, മലേഷ്യയിൽ 60% മുകളിൽ മുസ്ലിങ്ങളാണ്. അവിടെ എന്താ പറയാ ഔദ്യോഗിക മതം എന്ന് പദവി തന്നെയാണ് ഇസ്ലാമിനുള്ളത്. പക്ഷെ ഇസ്ലാമിക രാജ്യമല്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇസ്ലാമിക രാജ്യം എന്നുള്ളൊരു ഔദ്യോഗിക പേരിലല്ല മലേഷ്യ അറിയപ്പെടുന്നത്. എല്ലാ ആളുകൾക്കും അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷെ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം. ഈ ഇങ്ങനത്തെ സംഘടനകള് എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ ഒരു സംഘടന തന്നെയാണ് ഇപ്പൊ ഫിലിപ്പീൻസിൽ ഈ അവിടുത്തെ ഗവൺമെന്റിനുമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. ഫിലിപ്പീൻസിലെ എവിടെയോ ഏതൊരു ഐലൻഡില് അവര് യുദ്ധം ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഏഷ്യ ഇപ്പോ ഇതേപോലത്തെ കുറെ സംഘടനകൾ എന്താ പറയാ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുമ്പോൾ ചൈനയില് ഷിൻജിയാങ്ങിലും ഉണ്ടായിരുന്നു ഇതുപോലത്തെ കുറച്ച് സംഘടനകൾ. അവര് കത്തി ഉപയോഗിച്ചിട്ടുള്ള ആക്രമണവും അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആളുകളെ മാറ്റി ബാക്കി ആൾക്കാരെ കൂടി എന്താ പറയാ ഇസ്ലാമിൽ എത്തിച്ച് അവിടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ. മലേഷ്യയുടെ കാര്യം പറഞ്ഞ മലേഷ്യ പൊതുവിൽ ഇങ്ങനത്തെ കാര്യത്തിൽ ഇസ്ലാമിക കാര്യങ്ങളുമായിട്ട് കുറച്ചും കൂടി എന്താ പറയാ അവര് ഈ ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അടിച്ചമർത്തുന്ന ഒരു പരിപാടിയാണ്. മുമ്പ് അത് മലേഷ്യയിലാണ് നടന്നത്. ഒരു സ്വർഗ അനുരാഗിയായിട്ടുള്ള ഒരു പാട്ട് അവര് ചുംബിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ വലിയ പ്രശ്നമായിരുന്നു. അവരെ ക്യാൻസൽ ചെയ്യുകയും അതൊക്കെ. അപ്പൊ മലേഷ്യ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇസ്ലാമികമായിട്ട് പ്രതികരിക്കുന്ന രാജ്യം തന്നെയാണ്. എന്തായാലും ഇത്രയും ഇസ്ലാമികമായിട്ടും പോരാ എന്ന തോന്നലിലാണ് ഇവർ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത്. കാരണം പോലീസ് പൊതുവെ ഗവൺമെന്റ് ഇവരെ നിരോധിച്ചതായതുകൊണ്ട് തന്നെ ഈ ആളുകളെയൊക്കെ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് ഈ ഗവൺമെന്റിനെതിരെയുള്ള ഒരു ഇപ്പോ മുസ്ലിം പാകിസ്ഥാനില് തീവ്രവാദികൾ ഗവൺമെന്റിനെതിരെ ചെയ്യുന്ന അതേപോലെ തന്നെ അവർ ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള രാജ്യം. പക്ഷെ അത് തീവ്രവാദികൾക്ക് അത് ഇസ്ലാം പോരാ എന്ന് തോന്നുമ്പോൾ ഓരോന്നും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്താന്ന് മനസ്സിലാവുന്നത്.
പിന്നെ അതെ. ഒരു പുതിയ തലമുറയിലുള്ള ആളുകളാണ് ചെയ്തതെന്നാണ് എഴുതിയിട്ടുള്ളത് ഇതിനകത്ത്. ഉം, 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 ഉം. അതെ, ഇത് പുതിയ ആളാണെന്നാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞത് ശരിയാണ്. ഇവിടെ നമുക്ക് കാണാം 2002 ബാലി നൈറ്റ് ക്ലബ്സ് ആ ബോംബിങ്, അത് അവിടെ എടുത്ത് പറയുന്നുണ്ട് 200 പേരാണെന്ന് മരണപ്പെട്ടെന്നാണ് പറയുന്നത് ഇന്തോനേഷ്യയിൽ. അതുകൂടാതെ 2016 മുതൽ ക്വാലലംപൂരിൽ ഉണ്ടായിട്ടുള്ള ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ആ ഒരു അറ്റാക്കിന് ശേഷം അതുപോലെയുള്ള നിരീക്ഷണം അവർ കാര്യമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും ഇവിടെ അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. മറ്റൊരു വാർത്ത ഇനി നമുക്ക് നോക്കാനുള്ളത് UK എന്നുള്ള ഒരു വാർത്തയാണ്. അത് 3 ദിവസം മുന്നേ ഉള്ള ഒരു വാർത്തയായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിവിടെ ജസ്റ്റ് വരുന്നു. ഓക്കെ, കാണാമെന്ന് വിചാരിക്കുന്നു അല്ലേ? യെസ്. 2 men in UK court accused of machine gun plot to kill Jewish people. ജൂതന്മാരായിട്ടുള്ള ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് മെഷീൻ ഗണ്ണ് സംഘടിപ്പിക്കാൻ വേണ്ടി നടന്ന ആ ഒരു സംഗതി. അപ്പോൾ അതിൽ അവരെ എന്താണ് UK കോർട്ടിൽ എത്തിച്ച ആ ഒരു വാർത്തയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ ആൻറ്റി സെമിറ്റിസം, ജൂതവിരുദ്ധത എങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള സംഗതി ഇത് എത്രത്തോളം ഭീകരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കൾ മെഷീൻ ഗണ്ണ് എടുക്കാൻ വേണ്ടി നടന്നാൽ അതിൻ്റെ പേരിൽ സുപ്രീം കോർട്ടിൽ ഒരു കേസ് വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ആ സംഭവമാണ് അവിടെ മുസ്ലിങ്ങളുടെ സ്ഥാനത്ത് അവിടെ ജൂതന്മാരും, ഹിന്ദുക്കളുടെ സ്ഥാനത്ത് അവിടെ മുസ്ലിങ്ങളും നിൽക്കുന്നു എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ കാര്യം ഏതാണ്ട് പിടികിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 2 men appeared in a British court on Tuesday charged with planning to attack and kill members of the Jewish community and others with automatic weapons in northwest England. ആളുടെ പേര് വാലിദ് സാദാവി 36 വയസ്സും അമർ ഹുസൈൻ 50 വയസ്സ്. അപ്പോൾ രണ്ടും നല്ല അസൽ കാക്കാമാരാണ്. were charged with the preparation of terrorist acts, Greater Manchester Police said. A third man, Walid Sadawi's younger brother Bilal, നമ്മളെ ബിലാൽ 35 വയസ്സ്, was charged with failing to disclose information about an act of terrorism. അങ്ങനെയും അവിടെ നമുക്ക് കാണാം. Prosecutors said Sadawi and Hussein planned to carry out an attack inspired by the Islamic State militant group using automatic weapons. അവിടെയും നമുക്ക് കാണാം ജിഹാദി പ്രവർത്തനം, ടെറർ, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആ പ്രചോദനം, ഇതൊക്കെ തന്നെയാണ് അവിടെ കാണുന്നത്. The targets included the Jewish community in northwest England and law enforcement and military personnel. Jewish security advisory body, the Community Security Trust, CST, said the allegations were very serious and part of a trend of rising anti-Semitic crime levels. നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ് ഈ ആൻറ്റിസെമിറ്റിസം ഇനി ലോകത്ത് വല്ലാതെ ചർച്ചയാകുന്നൊരു വിഷയമായിരിക്കുന്നു. മാത്രമല്ല അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടാൻ പോകുന്നതും അതുപോലെ തന്നെ വിശ്വാസം നഷ്ടപ്പെടാൻ പോകുന്നതുമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരിക്കും എന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. നിരന്തരം ഇത് ഇനി കാണാൻ പോകുന്നൊരു കാര്യമാണ്. ജൂതന്മാർക്കെതിരെ ഉണ്ടാകുന്ന അറ്റാക്കുകൾ അത് ലോകത്ത് എല്ലായിടത്തും വർദ്ധിക്കുന്നു. ഇന്ത്യയിൽ, കേരളത്തിൽ ജൂതന്മാരില്ലാത്തതുകൊണ്ട് അവരിവിടെ രക്ഷപ്പെട്ടു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. എന്താണ് ഇതിൽ പറയാനുള്ളത്? എന്തെങ്കിലും ആൻറ്റിസെമിറ്റിസം റിലേറ്റഡ്? അതെ, ഇതിൻ്റെ അകത്ത് ഈ പ്രതികളിൽ ഒരാളുടെ അനിയൻ, സഹോദരൻ, ഇയാളുടെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നു എന്നൊക്കെ കുറിച്ച് വാർത്തയുണ്ട്. അതായത് ഇവൻ പോയി പൊട്ടിത്തെറിച്ച് മരിക്കും, അല്ലെങ്കിൽ പോലീസിന്റെ വെടിയേറ്റ് മരിക്കുമല്ലോ. അപ്പൊ ബിലാൽ എന്ന് പറഞ്ഞ ആ പുള്ളി മറ്റേ ആളുടെ അന്ത്യകർമ്മത്തിനൊക്കെ പ്ലാൻ ചെയ്തത്, അതിന്റെ കുറിച്ചൊക്കെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ഞാനിവിടെ കണ്ടു. അപ്പൊ നമ്മള് ആയിരിക്കുമ്പോ ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരാള് തീവ്രവാദി ആകുമ്പോ ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല എന്നുള്ളതൊക്കെ, അതൊന്നും എല്ലാ കേസിലും ശരിയല്ല. പല കേസുകളും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ കശ്മീരിലേക്കൊക്കെ പോയി അപ്പോ ഒരു അമ്മ പറഞ്ഞു ഞാൻ അവന്റെ മൃതദേഹം പോലും എനിക്ക് കാണണ്ടെന്നൊക്കെ. പക്ഷെ ഈ കുട്ടികള് ഇങ്ങനെയൊക്കെ പോകുന്നത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തതോ അല്ലെങ്കിൽ അത് മനസ്സുകൊണ്ട് അതിനെ അനുകൂലിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നത്. അവരിത് വീട്ടിൽ നിന്ന് തന്നെ ഇതിനെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. അപ്പൊ ഈ അനിയൻ ഏട്ടന്റെ ജിഹാദ് കഴിഞ്ഞിട്ടുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി തയ്യാറെടുത്തിരുന്നു എന്നാണ് അറിയുന്നത്. ഈ ബിലാൽ എന്ന് പറഞ്ഞ ആള്, ബിലാൽ സദവി, മറ്റേ സദവിക്ക് വേണ്ടി പുള്ളി തയ്യാറെടുത്തുകൊണ്ട്. അപ്പൊ ഇത് കാട്ടിത്തരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തോടെ തീവ്രവാദികളാണ് മുസ്ലിങ്ങൾ എന്നാണ് മനസ്സിലാവുന്നത്. അല്ല, അതിപ്പോ
അല്ല അതിപ്പോൾ ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ നമ്മൾ കാണുന്നതാണല്ലോ. എൻ്റെ മകൻ അവൻ ജിഹാദിയായി അവിടെ പോകുന്നു എന്ന് പറയുന്ന അമ്മ അതിൽ വലിയ തോതിൽ ഊറ്റം കൊള്ളുന്നു. ഈ എന്താണ് ജൂതന്മാർക്കെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ പൊരുതാൻ ഹമാസിൻ്റെ പോരാളിയായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ വിലപിക്കുന്ന അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് വിലപിക്കുന്ന അമ്മമാരെ നമുക്ക് കാണാം. അങ്ങനെ അതിലിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കാർട്ടൂൺ കണ്ടത്, അങ്ങനെ അവൻ പോകുന്നു എന്ന് പറഞ്ഞ് അതിനകത്ത് അഹങ്കാരം പറയുന്ന ഒരു ഉമ്മ. അപ്പോൾ നമ്മളുടെ ജൂത പോലീസ്, നമ്മൾ IDF-ൻ്റെ സൈനികൻ വന്ന് പറയാണ് അമ്മയുടെ മോൻ അങ്ങ് സ്വർഗത്തിലെത്തി എന്ന് പറയുമ്പോൾ അവിടെ കിടന്നിട്ട് വല്ലാതെ വേറെ കാര്യങ്ങളൊക്കെ പറയുന്നത്, അവിടുത്തെ ദേഷ്യം കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ യാഥാർത്ഥ്യങ്ങൾ അറിയാതെ എന്താണ് അവിടെ സംഭവിക്കണമെന്ന് അറിയാൻ ശ്രമിക്കാതെ പെരുമാറുക എന്ന് പറയുന്നത് ഹമാസ് മുതൽ ഇന്ന് നമ്മളെ കേരളത്തിലുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള, ഇതിനകത്തൊന്നും ഒരു ബന്ധമില്ലാത്ത അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും ഇതിനകത്ത് ആ രീതിയിൽ നിലനിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചോദിച്ചു പോവുകയാണ്, ഇത് എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളതൊന്ന് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാവുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ. അതിനവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഇവിടെ നമുക്ക് കാണാനിടയായി എന്ന് പറയുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മരണാനന്തര കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് പോലും തയ്യാറായി എന്ന് പറയുമ്പോൾ ആ പ്ലാനിങ്ങിൻ്റെ ഒരു ഡെപ്ത് ഒന്ന് ആലോചിച്ച് നോക്കേ. അതെ, പൊട്ടിത്തെറിക്കുന്നത് മാത്രമല്ല, പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ നിന്ന് നിസ്കരിക്കണം, എങ്ങനെ കുളിപ്പിക്കണം എന്ന് വരെ അവിടെ പ്ലാൻ ചെയ്ത് അതുപോലും ഡിസൈൻ ചെയ്ത് പോവാന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഡിസൈനിങ്, ഒരു പ്ലാനിങ് തന്നെയാണ് എന്നല്ലേ തോന്നുന്നത്. അതെ, ഇത് അറബി എന്താ പറയാ, അറബിക് മുസ്ലിങ്ങൾക്കിടയിലാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും അവരുടെ കുടുംബത്തിലെ മിക്ക ആൾക്കാരും ഈ പരിപാടിക്ക് വേണ്ടി ഒരുമ്പെട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ചില കുടുംബങ്ങളിലൊക്കെ ഇപ്പൊ ഈ എന്താ പറയാ ഒറ്റ തിരിഞ്ഞിട്ട് പിള്ളേർ പോയി തീവ്രവാദ ഗ്രൂപ്പുകളിൽ ചേരുന്നു നമ്മുടെ നാട്ടിലൊക്കെ. അതും നമുക്കറിയില്ല എത്രത്തോളം പെനട്രേഷൻ ഇതിനൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയില്ല. ഈ കുടുംബക്കാരെ തെളിവില്ലാതെ അവരെ പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇതില് പിടിച്ചതുകൊണ്ട് അറിഞ്ഞു. രണ്ടു തരം മുസ്ലിങ്ങളെ ലോകത്തുള്ളൂ, പിടിക്കപ്പെട്ടതും പിടിക്കപ്പെടാത്തതും. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ്. അപ്പൊ ഈ തീവ്രവാദം കുടുംബത്തോടെ ഒരു മതത്തിലെ ആളുകൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോ ഒരാള് ഒറ്റ തിരിഞ്ഞ് പറയറുണ്ടല്ലോ, ഒറ്റപ്പെട്ട സംഭവം, ഒറ്റ തിരിഞ്ഞ് ഇത്രയും ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുകയും കുടുംബക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും പരോക്ഷമായിട്ടും അവരുടെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭത്തില് ബാക്കിയുള്ളവർക്ക് ഇതിനെ എങ്ങനെ പരിഹരിക്കും? മറ്റു മതക്കാർ ഇവരെല്ലാവരും കൂടി എന്താ പറയുക, തീയിട്ട് കൊല്ലണം അല്ലെ? അവരെ സമയത്തോളം ഒരു മതത്തിലെ എല്ലാ ആൾക്കാരും ഈ പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, കുടുംബത്തോടെ എന്ന് പറയുമ്പോൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ട കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള മതമേലധ്യക്ഷന്മാര്. അപ്പൊ ഇതിന് ഈ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ നല്ല സപ്പോർട്ട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ. ഇന്ത്യയിൽ പിന്നെയും ഇവര് പറയുന്ന ഒരു കാര്യം തെറ്റാണ് ശരിക്കും. അതായത് ഈ ഒപ്രഷൻ ഉണ്ടാവുമ്പോ മുസ്ലിങ്ങള് തീവ്രവാദത്തിലേക്ക് പോകും എന്നുള്ളത് ഒരു വശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒപ്രഷൻ ഉണ്ടാവുമ്പോൾ കുറച്ച് ഒരു അല്പം പേടിയുണ്ട് എന്നാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ഇത്രയും പോപ്പുലേഷൻ അനുസരിച്ച്, മുസ്ലിം ജനസംഖ്യ അനുസരിച്ചുള്ള പാർട്ടിസിപ്പേഷൻ കുറവാണ്. അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവർ ചേരുന്നില്ല. പക്ഷെ നിങ്ങൾ അറബിക് മുസ്ലിങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ഇപ്പൊ ലണ്ടനിലും സ്വീഡനിലും ഇവിടെയൊക്കെയുള്ള മുസ്ലിങ്ങളുടെ ഒരു ശതമാനം നോക്കിക്കഴിഞ്ഞാൽ തീവ്രവാദത്തിലേക്ക് പോകാൻ, തീവ്രവാദമായിട്ട് സമന്വയപ്പെടുന്ന അല്ലെങ്കിൽ അതുമായിട്ട് താതാത്മ്യം ചെയ്യുന്ന മുസ്ലിങ്ങളുടെ താല്പര്യം നോക്കിക്കഴിഞ്ഞാൽ സർവേകളൊക്കെ പറയുന്നത് അവിടെ കൂടുതൽ വളരെ വയലന്റ് ആയിട്ട് ഇതിനോടൊക്കെ പ്രതികരിക്കുന്നതാണ്. നമ്മുടെ നാട്ടില് ഈ സംഘികൾ എന്ന് പറയുന്ന ഒരു പക്ഷം ഉള്ളത് കൊണ്ട് തന്നെ എന്തുകൊണ്ടോ ആ ഒരു കാരണം കൊണ്ടോ ആ ഒരു അപ്പുറത്തുള്ള ഒരു ഇവരുടെ അത്ര ഇല്ലെങ്കിലും കുറച്ചും കൂടി കട്ടൊക്കെ നിൽക്കുന്ന ഒരു ടീം ഉള്ളത് കൊണ്ട് ഇവരതിലേക്ക് പോകുന്നില്ല. അതൊരു ചെറിയ മയമുണ്ട്. അത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന, കാരണം അവിടെ അങ്ങനെ ഒരു അപ്പുറത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവര് അത് ചൂഷണം ചെയ്യാണ്. ഇപ്പൊ ശരിക്കും മുസ്ലിങ്ങളോട് നന്നായിട്ട് പെരുമാറുന്ന ആളുകളാണ് പേടിക്കേണ്ടത്. അതോടൊപ്പം മനസ്സിലാവുന്നത്, മുസ്ലിങ്ങളെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അപരവൽക്കരിച്ചു കഴിഞ്ഞാൽ അവര് നന്നാവും എന്നാണ് ഇപ്പോ നമ്മൾ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം അവരുമായിട്ട് സിമ്പതി കാണിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അവർ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നതൊക്കെ എവിടെയാണെന്നും കൂടി നോക്കുക. ഇതിപ്പോ എന്താ പറയാ, ഒന്ന് മലേഷ്യ പറഞ്ഞ മുസ്ലിം രാജ്യം എന്ന് പറയുന്ന രാജ്യം, മറ്റൊരു പാശ്ചാത്യ രാജ്യം. ഇപ്പൊ ഇന്ത്യയിൽ ഇത്രയും അപരവൽക്കരണം നേരിടുന്നു എന്ന് പറയുന്ന ആളുകൾ ഇവിടത്തെ ഡേറ്റ കൂടി നോക്കുക. ഇവിടെ കൃത്യമായിട്ട്
മുസ്ലിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അവിടെ ഉള്ളത്. അതിപ്പോ അതിന്റെ സത്യാവസ്ഥ എന്തായിക്കോട്ടെ, അത് പ്രത്യേകമായിട്ട് അത് വാർത്തയിൽ കൊണ്ടുവരികയും അല്ലെങ്കിൽ അത് പൊതുമധ്യത്തിലിട്ട് അതിന് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു ടീം അപ്പുറത്തുണ്ട്. പക്ഷെ അല്ലാത്ത പക്ഷം അവരുമായിട്ട് ഏതെങ്കിലും തരത്തില് മാന്യമായിട്ട് ഇടപെടുന്ന ആളുകൾ സമയത്തോളം അവർക്ക് ഭീഷണിയാണ്. ഇപ്പൊ ലണ്ടൻ ഇവരത് ചെയ്യേണ്ട ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഈ പലസ്തീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പ്രൊട്ടസ്റ്റുകൾ കാരണം ഒക്കെ ലണ്ടനിലും യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ പ്രൊട്ടസ്റ്റ് നടത്താൻ പോലീസ് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. തുടക്കത്തിൽ. അതെ, അവർക്കെതിരെ, അതായത് ലണ്ടനിലൊക്കെ അവർക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഇസ്രായേലിനെ അനുകൂലിച്ച് പ്രൊട്ടസ്റ്റ് നടത്താനാണ് ബുദ്ധിമുട്ട്. അവിടുത്തെ ഇംഗ്ലീഷുകാരായ ആളുകൾക്ക് തന്നെ അവര് തന്നെ ഇസ്ലാമിസത്തിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പോലീസ് അനുവാദം കൊടുക്കാറില്ല. അങ്ങനത്തെ സ്ഥലത്താണ് അവർ ചെയ്യുന്നതെന്നാണ് അത്ഭുതം. അല്ല, ഇപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ മാറി. ഇപ്പോ കാര്യങ്ങൾ തിരിഞ്ഞ് ഇതൊന്നും നടക്കാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ തന്നെ കൊണ്ടെത്തിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, നമ്മളുടെ നെതർലാൻഡ്സിൽ അവിടെയാണെന്നാണ് ഓർക്കുന്നത് പ്രൊട്ടസ്റ്റ് നടക്കുന്നത്, ഡെൻമാർക്കിലൊക്കെ ഇതുപോലെ ആ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ആ സാധനം ബുൾഡോസർ കൊണ്ട് കോരി അങ്ങ് അപ്പുറത്തേക്ക് ഇടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇത് ഒരു കോമൺ ഒരു സൈറ്റിംഗ് ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് കൊടുത്ത ഫ്രീഡം അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരുന്ന ഫ്രീഡം അത് അവർ ദുരുപയോഗം ചെയ്ത് ഒരു ഫ്രീഡം ഈസ് എ റെസ്പോൺസിബിലിറ്റി എന്ന് നമ്മൾ പറയുന്ന സംഗതിയെ അവമതിച്ചതിൻ്റെ ഭാഗം. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സംഭവിക്കുന്നത് അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നൊരു വാർത്ത എന്ന് പറയുന്നത്. ഇത് ഒരു തമാശ വാർത്തയാണ്. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് കാണുന്നില്ലേ? അമേരിക്കൻ ഒരു അമേരിക്കൻ വനിത ഇതുപോലെ സിറിയയിൽ നിന്ന് അവിടെ ചെന്ന് ഐസിസിൻ്റെ ട്രെയിനിങ് എടുത്തു എന്ന് പറയുന്നതാണ് ഈ വാർത്ത ഇതിനകത്ത് പറയുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നോ? ഇത് ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ പെണ്ണ് 17 വയസ്സുള്ള സമയത്താണ് പോയിട്ടുള്ളത്. അപ്പോ ഇപ്പോ ഈ 2014-15 ആ കാലഘട്ടത്തില് ഈ സ്ത്രീ പോയിട്ടുള്ളത് 17-ലാണ്. അപ്പൊ ആ സമയത്ത് പോയിട്ടുള്ള 60ഓളം രാജ്യങ്ങളുടെ പൗരന്മാരും അവരുടെ കുട്ടികളും ഒക്കെ അവിടെ ഉണ്ട്. ഈ സിറിയയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തൊക്കെ ആയിട്ട് അവിടെ അവര് ക്യാമ്പുകൾ താമസിക്കുകയാണ്. ഇപ്പോ ഈ ഐസിസിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുറെ കുർദുകള്, അങ്ങനത്തെ കുറച്ച് ഫോഴ്സുകളൊക്കെ അവർ ഈ പിടിക്കുന്ന സ്ത്രീകളെയും കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ചില ക്യാമ്പുകൾ പാർപ്പിക്കുന്നുണ്ട്. അപ്പൊ അമേരിക്കയുടെയും മറ്റു രാജ്യങ്ങളുടെയൊക്കെ മേൽനോട്ടത്തിൽ ഇവരെ അധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് 11 പേരെ അമേരിക്ക നാട്ടിലെത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരാളാണ് അവര്. ഇവരെ നേരിട്ടുള്ള ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഐസിസിന്റെ ഒപ്പം ട്രെയിൻ ചെയ്തിരുന്നു, അതായത് തോക്കൊക്കെ ഉപയോഗിച്ചിട്ട് ട്രെയിൻ ചെയ്ത വനിതയാണ്. ഇവരെ കുറിച്ച് യഥാർത്ഥത്തിൽ ഞാനിപ്പോ അടുത്ത് ഒരു പ്രമുഖ യൂട്യൂബ് ചാനലുണ്ട്, റേ വില്യം ജോൺസൺ എന്നാണ് ഒരു പേരെന്ന് തോന്നുന്നു. അവരൊരു ഷോർട്ട് വീഡിയോ ആണെന്ന് അറിയില്ല, മറ്റേ വെർട്ടിക്കൽ വീഡിയോ ചെയ്തിരുന്നത്. അതിനകത്ത് ഈ സ്ത്രീയുടെ കഥയാണെന്ന് തോന്നുന്നു പറയുന്നത്. ഇവര് 17 വയസ്സുള്ള സമയത്ത് ഐസിസിലേക്ക് പോവുകയും അതുമായി ബന്ധപ്പെട്ട ഫുള്ള് ഡ്രാമയൊക്കെ പറയുന്നുണ്ട്. അവിടെ ചെന്നിട്ട് പിന്നെ അവർക്ക് അവിടെ ഒരാളെ കല്യാണം കഴിക്കുന്നൊക്കെ ഉണ്ടല്ലോ, ഒരു ജിഹാദിയെ കല്യാണം കഴിക്കുന്നു. അല്ല, അത് പിന്നെ സ്ഥിരമാണ് കേട്ടോ. അയാൾ കൊല്ലപ്പെടുന്നു, അങ്ങനെയാണ്. അപ്പോ അതിന്റെ ഒരു ഫുൾ ഷോർട്ടായിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു യൂട്യൂബർ ചെയ്തിട്ടുണ്ട്, റേ വില്യം ജോൺസൺ. അപ്പൊ അവര് അതിനകത്ത് ഞാൻ ഇത് ആദ്യം കണ്ടത്, ഈ ന്യൂസ് വരുന്നതിന് മുമ്പ്. ഇത് കണ്ടപ്പോ എനിക്കത് പറയണം തോന്നി. അല്ല, ഇത് ഈ സാധനം ഒരു പാറ്റേൺ ആണ്. ഇപ്പൊ നമ്മള് കേരള സ്റ്റോറിയിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ പാറ്റേൺ. അതായത് ഇവിടുന്ന് ഒരു സ്ത്രീ അവിടേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടോ ഒരു ജിഹാദിയായ ഒരാളെ കല്യാണം കഴിക്കുന്നു, അങ്ങനെ അവർ ഒരുമിച്ച് ജീവിക്കുന്നു. ഇതൊരു പാറ്റേൺ ആണ്. അതിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഇപ്പം ഈ പെൺകുട്ടിയുടെ കാര്യമായാലും, ഇപ്പം പെൺകുട്ടിയുടെ പേരെന്തായിരുന്നു? ഹലീമ സൽമാൻ എന്നാണ് പേര്. ഇത് ഇവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 20 വയസ്സ് ആണ് ആൾക്കുള്ളത്. ഇവിടെ കാണാൻ സാധിക്കുന്നതെന്ന് വിചാരിക്കും. ഞാനിവിടെ ഇപ്പൊ 20s എന്നാണ് പറഞ്ഞത്. 25 വയസ്സായി കാണും. യെസ്, അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ ആള് AK-47 അടക്കമുള്ള ആംസ് അതിൻ്റെ ട്രെയിനിങ് വരെ എടുത്തു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഹലീമ സൽമാൻ ആയാലും
ഇതിനു മുന്നേ യുകെന്ന് ഇതേപോലെ ഒരാളെ അവരുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെട്ട ഒരു സംഭവം നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരു ഷമീമ ബീഗം എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുടെ കഥ. പിന്നെ നമ്മളിപ്പോൾ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സീരീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നെറ്റ്ഫ്ലിക്സ് സീരീസ്, നമ്മളുടെ ആ ഒരു കാലിഫേറ്റ് എന്ന് പറയുന്ന ആ സാധനം, അതും ഒരു ബേസ്ഡ് ഓൺ എ ട്രൂ ഇവൻറ്റ് എന്നാണല്ലോ അവരും പറഞ്ഞു വെക്കുന്നത്. അതിലെല്ലാം കാണുന്ന സെയിം പാറ്റേൺ. അവിടെ ചെല്ലുന്നു, പെൺകുട്ടികൾ അവിടെ എത്തിക്കഴിയുമ്പോൾ അവർക്കൊരു ജിഹാദി വരൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ പണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇതായിരുന്നു, ഐസിസ് മാട്രിമോണിയൽസ് എന്നായിരുന്നു അതിൻ്റെ പേര് തന്നെ. ഐസിസിലേക്ക് പോകുന്ന ആളുകൾക്കുള്ള മാട്രിമോണിയും അതുപോലെ തന്നെ അവിടെ ഈ ചങ്ങാതിമാർ ഹൂറികളുടെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ ഇവർ ഒറ്റയ്ക്കാവുമല്ലോ, ഇവരെ ഹൂറികളുടെ അടുത്തേക്ക് കൊണ്ടുപോകാറില്ല. അങ്ങനെ ഇതുപോലെ ഭർത്താവ് നഷ്ടപ്പെട്ട ഐസിസ് ഹൂറിമാരുണ്ട് നാട്ടിൽ ജീവിക്കുന്ന, അവർക്കുള്ള പുതിയ ഭർത്താവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു പുതിയൊരു സംവിധാനം അത് നമ്മൾ തുറക്കേണ്ടതുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു മാർക്കറ്റുള്ളൊരു സംഭവമാണ്. ഏതെങ്കിലുമൊക്കെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരു സംഗതിയാണ് ഒരു ഐസിസ് മാട്രിമോണിയൽസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. ഇപ്പോൾ നായർ മാട്രിമോണി, അതുപോലെ IAM മാട്രിമോണി, IAS മാട്രിമോണിയൊക്കെ ഇപ്പോൾ കാണാറുണ്ട്. അതേപോലെ ഇനി ഐസിസ് മാട്രിമോണി കൂടി നിങ്ങൾക്ക് തുടങ്ങാം. ഈഴവ മാട്രിമോണി, ചാവറ മാട്രിമോണി എന്നൊക്കെ പറയുന്ന പോലെ പുതിയൊരു സാധനമാണ്, നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന സംഭവമാണ്. ഓക്കെ, അതൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിൽ കല്യാണം കഴിച്ച് ജീവിക്കാനാണ്, കല്യാണം കഴിച്ച് മരിക്കാണ്. അല്ല, അതെ, അപ്പോൾ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് മരിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ വാർത്ത. ഇതിൽ സംഗതി ഇത് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാടുണ്ട്. സംഗതി നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഒരു അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് അമേരിക്കയിൽ ജീവിക്കുമ്പോഴുള്ള ആ ഒരു സാഹചര്യം, അതിൽ നിന്നൊന്നും ആൾക്ക് മനസ്സമാധാനം കണ്ടെത്താൻ പറ്റാതെ ഹൂറികളുടെ അടുത്തേക്ക് പെട്ടെന്ന് എത്തണമെന്നുള്ള ചിന്ത കലശലാകുമ്പോൾ, ദീനിനു വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ആ ഒരു സംഗതി അവിടെ കലശലായി കഴിയുമ്പോൾ അവരെത്തിപ്പെടുന്ന സ്ഥലം, അതാണ് ഈ പറയുന്ന സംഗതി. അപ്പോൾ ഇത് 11 പേരെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവന്ന കൂട്ടത്തിലുള്ള ഒരാളുടെ കാര്യമാണ്. ഇതുപോലെ 11 പേരുടെ കഥ വേറെ നമ്മൾ പറയാനിരുന്നു കഴിഞ്ഞാൽ, ബാക്കി 10 പേരുടെ കഥ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള കഥകൾ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു വലിയ ഒരു സംഭവം തന്നെയാണ്. നോർത്ത് ഈസ്റ്റ് സിറിയയിൽ നിന്നാണ് ഇവരെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിക്കണോ? ഇത് സമയമുണ്ടെങ്കിൽ നമുക്ക് വായിക്കാമെന്ന് വിചാരിക്കാം, അല്ല, ഒരു രസമാണല്ലോ. അപ്പോൾ ഇതിൽ ജസ്റ്റ് an American woman repatriated to the United States from Syria is facing criminal charges for training with ISIS abroad, according to court documents unsealed Tuesday. Halima Salman, who is in her 20s, is accused of learning how to use AK-47 assault rifle from the terrorist organization while living in Syria. Salman, according to an US official, was one of 11 US citizens, all part of one family. അതാണ് അതിലെ ഹൈലൈറ്റ്. എല്ലാവരും ഒരു കുടുംബത്തിൽ നിന്നാണ് പോയിരിക്കുന്നത്, ഫാമിലി പാക്കാണ്. ഫ്രം നോർത്ത് ഈസ്റ്റ് സിറിയ, ഹു വെർ റിപ്പാട്രിയേറ്റഡ് ഇൻ വാട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ കോൾഡ് ദ ലാർജസ്റ്റ് സിംഗിൾ റിപ്പാട്രിയേഷൻ ഓഫ് അമേരിക്കൻസ് ഫ്രം ദാറ്റ് റീജിയൻ. ഇത് അവരുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലുതായിട്ടാണ് അവർ കണക്കാക്കുന്നത്. A State Department official previously told CNN that none of the family are former ISIS fighters. ഇതിന് മുന്നേ ആരുമില്ല, ഇത് പുതുമുഖങ്ങളാണ്. CNN has reached out to the State Department for comment on the charges against Salman. CNN has not been able to identify a lawyer for Salman. According to court documents, Salman, who was 17 years old at that time, left the United States and entered an ISIS-controlled area of Syria around late 2016 or early 2017. ഞാൻ പരിഭാഷപ്പെടുത്തി സമയം കളയുന്നില്ല. Once she turned 18, prosecutors say Salman received her training from ISIS. She was captured by or surrendered to forces opposed by ISIS about 2 years later in Baghouz, Syria. In 2023, Salman was interviewed by FBI agents at a detention facility in Syria. നിങ്ങളുടെ മനസ്സിൽ കേരള സ്റ്റോറി വരുന്നുണ്ടെങ്കിൽ തികച്ചും യാദൃശ്ചികം മാത്രമാണ്. Court documents show she allegedly told agents that she had married an ISIS fighter but denied being involved in any ISIS activities. അത് തന്നെയാണ് കേരള സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. ഞാൻ ഒന്നിലും പങ്കെടുത്തിട്ടില്ല എന്നാണ് അതിലും പറയുന്നത്. The FBI, however, obtained information from a phone found in the middle Euphrates River Valley in Syria, a phone they claim
belonged to Salman's husband. The phone's photo library had pictures of a document saying that Salman had completed her military training successfully and was in possession of an AK-47, prosecutors say, adding that the document was stamped with a signature indicating that it was issued by an ISIS military battalion composed solely of female members of ISIS. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പ്രത്യേക സൗകര്യങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ സ്ത്രീകളായിട്ടുള്ള യുദ്ധമതികൾക്ക് അവിടെ പ്രത്യേക ഫെസിലിറ്റി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇനി the FBI, however, obtained information from a phone found, the Kansas woman who led the all-female battalion of ISIS fighters that Salman allegedly trained with was sentenced in 2022 to 20 years in prison, 20 വർഷം. The women in the battalion, some of whom were as young as 10 years, were trained to use explosives and firearms. വളരെ ചെറിയ പ്രായത്തിൽ നമ്മളൊക്കെ നഴ്സറി പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ സ്പെഷ്യൽ ക്ലാസ്സിന് പോണ പോലെ ഇവരുടെ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് ഐസിസ് ട്രെയിനിങ് ആയിരുന്നു എന്നതാണ്. The phone also had pictures of Salman standing in front of an ISIS flag and walking with an assault rifle, prosecutors say. The US has worked to repatriate Americans from the former ISIS territory and has encouraged other nations to repatriate their own citizens as well. ഈ ഒരു സംഗതി കാണുമ്പോഴാണ് കേട്ടോ നമ്മൾ പണ്ട് അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങി കിടക്കുന്ന മലയാളികളായിട്ടുള്ള കുറച്ച് ഈ പോരാളികളുടെ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. അവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് അന്നും ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കാരണം അവരിലൂടെ പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്താനും ഇതിലെ പല ലിങ്കുകൾ എത്താനും ഒക്കെ നമുക്ക് സാധിക്കും. പിന്നെ ആഫ്റ്റർ ഓൾ ഇതൊക്കെ മനുഷ്യന്മാരാണ്. ഇവർ എത്തിപ്പെട്ട സംഗതിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്താണ് അതിൻ്റെ കാരണങ്ങൾ. പക്ഷേ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റിയാൽ സംഗതി നമ്മളുടെ നാടിനൊരു ബാധ്യതയൊക്കെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അന്നും ഇന്നും എനിക്ക് പറയാനുള്ളത് അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവരിലൂടെ പല ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമ്മൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം. അതാണ് ഇവിടെയും ഇപ്പോൾ രാജ്യങ്ങൾ US ചെയ്യുക മാത്രമല്ല മറ്റ് രാജ്യങ്ങളോടും അങ്ങനെ ചെയ്യണമെന്നും കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നതായിട്ട് ഇവിടെ കാണുന്നത്. ഓക്കെ, there are tens of thousands of people. 32,000 എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, 10,000 ആളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The majority of whom are children from more than 60 countries who remain in two sprawling encampments, Al-Hol and Roch in northeast Syria, according to Blinken. അപ്പോൾ ഇതാണ് ആ വാർത്ത. ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ ഇതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തിരുത്തണം. കാരണം ഞാൻ കണ്ട വീഡിയോയിലുള്ളത് ഷമീമ ബീഗത്തിന്റെ കഥ തന്നെ. ഞാനിപ്പോ ആണോ? ഓക്കെ. ഈ കഥകളൊക്കെ തമ്മിലുള്ള സാമ്യത കൊണ്ട് അതാ ഞാൻ പറഞ്ഞു. യെസ്, ഇതെല്ലാ കഥയും ഒരേപോലെയാണ് ഉണ്ടാവുക. ഈ പെണ്ണുങ്ങൾ പോകുന്നു, അവിടെ ചെല്ലുന്നു, ഒരാളെ കല്യാണം കഴിക്കുന്നു, അവരുടെ പ്രായം പോലും സിമിലർ ആണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. ഈ 15 വയസ്സ് 18 വയസ്സ് 20 വയസ്സിൻ്റെ ഉള്ളിലുള്ള പ്രായത്തിലാണ് ഇവരെ കൂടുതലും കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇതിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇതിൽ 10 വയസ്സ് അടക്കമുള്ള ആളുകളെ കുറിച്ച് ഇതിനകത്ത് പറയുന്നു. അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പ് ഇതിനകത്ത് വലിയൊരു പ്രാധാന്യമുള്ള ഒരു പോയിൻ്റാണ് എന്ന് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതാണ് ഈ വാർത്ത. ഈ താത്തക്കുട്ടീനെ കാണേണ്ടവരൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് കണ്ടോളൂ. ഒരു വിധം തിരിച്ച് നാട്ടിലെത്തി എന്നാണ് പറയുന്നത്. എന്താ ഇപ്പം ചെയ്യുക? ഇതാണ് അവസ്ഥ. സമയത്തും എന്താ പറയാ, ഇങ്ങനെ കൊണ്ടുപോയ യുദ്ധത്തിന്റെ അവസ്ഥയിലും കുട്ടികൾ ഉണ്ടാക്കാൻ മറന്നിട്ടില്ല എന്നുള്ളതാണ്. കുറെ ആൾക്കാർ കുട്ടികൾ ഉണ്ടാക്കുന്നു, ആ കുട്ടികൾ എന്നിട്ട് പിന്നെ ഇങ്ങനെ പിടിക്കാണ്. മറ്റ് ഫോഴ്സുകളുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ ആ കുട്ടികളെ അവര് എടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ ഈ UN-ന്റെയും അമേരിക്കയുടെ ഒക്കെ ക്യാമ്പുകളിലും അല്ലെങ്കിൽ സഖ്യകക്ഷികളുടെ ക്യാമ്പുകളിലൊക്കെയാണ് ഇവർ വളരുന്നത്. അതായത് ഈ ഇത്രയും ഇങ്ങനെ നമ്മളിപ്പോ ജീവിതം ഇല്ലാതാക്കാൻ പോകുന്ന ആളുകൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് കുട്ടികൾ ഉണ്ടാക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവും. അതിനാണല്ലോ ഇവരെ കൊണ്ടുപോണേ. അത് ഐസിസിന്റെ വേറൊരു ഡോക്യുമെന്റ് നമ്മൾ മുന്നേ വായിച്ചതിൽ അതിൽ അവർ പറയുന്നുണ്ട്, ഈ സ്ത്രീകളെ അവിടെ കൊണ്ടുപോകുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്, കൂടുതൽ ആളുകൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ ഫൈറ്റേഴ്സിനെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനാണ് ഇതുപോലെയുള്ള ചെറിയ ആളുകളെ അവിടെ കൊണ്ടുപോകുന്നത്. അതിനകത്ത് ഈ സെക്ഷൽ പ്രിഡേഷൻ എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് അവർ അതിനകത്ത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്ത് അവരവിടെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം അവിടെ ആളെ ഉണ്ടാക്കുക എന്ന് തന്നെയാണെന്നാണ് അതിൽ കാണുന്നത്. മുന്നേ നമ്മളൊരു വീഡിയോയിൽ അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ആ വിഷയത്തെ. എനിക്ക് തോന്നുന്നു നമ്മളെ കേരള സ്റ്റോറി സിനിമ ഡിസ്കസ് ചെയ്ത സമയത്താണ് തോന്നുന്നത് അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതാണ് ഈ വാർത്ത. അപ്പോൾ എന്തായാലും
നമ്മളിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ വാർത്തയൊന്നും മലയാളക്കരയിൽ ആരും അറിയാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. കാരണം ഇതൊന്നും നമുക്ക് വലിയ ഒരു സംഭവമായിട്ട് തോന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം. ഇത് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയാകുമോ എന്ന് പേടിച്ചിട്ട് എല്ലാവരും മിണ്ടാതിരിക്കുന്നു എന്നതുമാണ് നമ്മൾ കാണുന്നൊരു വലിയ പ്രശ്നം. അപ്പോൾ എന്തായാലും അടുത്തതിലേക്ക് പോവാം അല്ലേ? അടുത്ത വാർത്ത ഇതാണ്. ഒരു ജൂതപ്പള്ളി അത് തീ വെച്ച സംഭവം. അപ്പോൾ അത് ആ വെച്ച ആളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു എന്നും കൂടിയാണ് ഇവിടെ അറിയാൻ കഴിയുന്നത്. ജൂതപ്പള്ളിയാണ് ഇത് വന്നിരിക്കുന്നത്. ഇന്ന് തന്നെയാണോ ഡേറ്റ്? ഇത് ഇന്ന് തന്നെയാണല്ലോ. ഓ ഓ ഇത് ചൂടാറിയിട്ടില്ല കേട്ടോ. വെറുതെ അല്ലേ? ഓക്കെ ഓക്കെ വെറുതെ അല്ല. ഞാൻ കൈ എടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് പൊള്ളി. ഇത്രയും ചൂടുണ്ടെന്ന് ഞാനും ആലോചിച്ചു. വെറുതെ അല്ല കൈ പൊള്ളിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഇതിൽ ജസ്റ്റ് വായിക്കാം നമുക്ക്. സ്റ്റോക്ക്ഹോം പോലീസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഗൺ ഫയർ നിയർ ഇസ്രായേൽസ് എംബസി വിത്ത് സെവറൽ സസ്പെക്ട്സ് റിപ്പോർട്ടഡ് ഡീറ്റെയിൻഡ്. ഫ്രഞ്ച് പോലീസ് അനുബന്ധമായിട്ടുള്ള വിഷയമാണ്. അപ്പൊ ഇതിപ്പോ നടക്കുന്നത് ഫ്രാൻസിലാണ് ഇപ്പൊ കാണിക്കുന്ന വാർത്ത. അതിന് താഴെയുള്ള മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക്ഹോമില് ഇസ്രായേൽ എംബസിയുടെ അടുത്ത് അത് വേറെ ഉണ്ട് അല്ലേ? ഓക്കെ, കേട്ടിട്ട് അപ്പൊ അത് ഇത് പറഞ്ഞിട്ട് അതിൽ അത് കുറച്ച് ഡീറ്റെയിൽ വന്നിട്ടുള്ളൂ. അത് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ എംബസിയുടെ അടുത്ത് വെടിവെപ്പ് ചൂടാറിയിട്ടില്ല. Okay, ഇതിൽ കാണാം. He said the Normandy town was battered and shocked by the incident, adding that an armed man somehow climbed up the synagogue and threw an object, a sort of Molotov cocktail, into the main praying room. Natasha Ben-Haim, president of Normandy's Jewish community, said the walls and lot of furniture were blackened by the fire and smoke. It's catastrophic. Yes, I am upset. I am very upset. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഒരു അറ്റാക്കാണ് നടന്നിരിക്കുന്നത്. ജിഹാദിയാണ് എന്നുള്ള കാര്യം. ദ പേഴ്സൺ ഹൂ സെറ്റ് ഫയർ ടു ദ സിനഗോഗ് ഇൻ റോക്ക് വാസ് നോട്ട് ഫ്രഞ്ച്. ഹി വാസ് നോട്ട് അൾജീരിയൻ ഒറിജിൻ. വാസ് ഓഫ് അൾജീരിയൻ ഒറിജിൻ ആണ് ആളുടെ ഐഡൻറ്റിറ്റി അവിടെ കാണുന്നത്. പിന്നെ ഇതിലിപ്പോൾ പ്രധാനമായിട്ടൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ എന്താണ്, ദ മാൻ വാസ് ഇൻ ഫ്ലാഗ്ഡ് ആസ് എ സസ്പെക്ട് എക്സ്ട്രീമിസ്റ്റ്. അങ്ങനെ ഒരു ടെററിസ്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഈ ലോൺ വോൾഫ് അറ്റാക്സ് എന്ന് പറയുന്ന സംഗതി, അതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഐസിസ് ആഹ്വാനം ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള സംഗതികൾ ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ചയാകുന്നു. അല്ലെങ്കിൽ ഇനി ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ പറയാറുണ്ട്, അതായത് കാക്കാമാർ ഒരു പ്രശ്നം അത് ചെയ്തു കഴിഞ്ഞാൽ അതോടനെ തീവ്രവാദം, വേറെ ആരെങ്കിലും ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ അതോടനെ മാനസിക രോഗം എന്ന് പറയുന്നൊരു സംഭവം. ഇനി അത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം ഒറ്റയ്ക്ക് ചെയ്യുന്ന സംഗതിയും ടെററിസ്റ്റ് അറ്റാക്ക് എന്ന രീതിയിൽ കണ്ടുകൊള്ളണം എന്ന സൂചന ഇവിടെ കൊടുത്തിരിക്കുന്നത് ഔദ്യോഗിക ടെററിസ്റ്റ് സംഘടനകൾ തന്നെയാണ്. അത് പ്രധാനമായിട്ട് ഐസിസ് തന്നെയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ അത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് അല്ല, അത് മെൻ്റൽ ഡിസീസാണ് എന്ന് പറയാൻ ഇനി സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതിലേക്ക് വഴിവെച്ചത് ഈ തീവ്രവാദ സംഘടനകൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഇതുപോലെയുള്ള ആളുകൾ വരുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബ്ലെയിം അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മേലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ ആളും ഇവിടെ ഒരു അൾജീരിയൻ ആണെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത ദിവസം വരും. ബാക്കി ഡീറ്റെയിൽസ് എക്സ്ട്രീമിസ്റ്റ് ആണോ, വേറെ ഏതെങ്കിലും ലിങ്കിങ് ഉണ്ടോ എന്നുള്ളതൊക്കെ വരും. അപ്പോൾ നമ്മളിവിടെ എടുക്കാൻ കാരണം ഇതൊരു ജൂതവിരുദ്ധ ഒരു രീതി, ഒരു എലമെൻറ്റ് ഇതിനകത്ത്, ഒരു ആൻറ്റി സെമിറ്റിസം നമുക്കിവിടെ കാണുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വരുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഇതിൽ പറയാനുണ്ടോ? ഓക്കെ, ഇന്ന് നമുക്ക് ഓടിച്ച് വിടാൻ പറ്റുന്ന സംഗതിയാണ്. കാരണം ഇത് ഒരുപാട് പറയാനിരുന്നു കഴിഞ്ഞാൽ വേറെ കൂടുതലൊന്നും പറയാനുമില്ല. ഇത് വാർത്ത വായിക്കുന്ന പോലെയാണല്ലോ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് നമ്മളുടെ IDF-ൻ്റെ ഒരു ചെറിയൊരു വാർത്തയാണ്. അത് നമ്മളുടെ ഹമാസ് ഒപ്പിച്ചൊരു പണി, അതിൻ്റെ ബാക്കി പത്രം അവർ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. അതും ഏതാണ്ട് മണിക്കൂറുകളേ ആയിട്ടുള്ളൂ. IDF റിക്കവേഴ്സ് ബോഡീസ് ഓഫ് ഹോസ്റ്റേജസ്. നമ്മളുടെ ഷാനി ലൂക്ക് അടക്കമുള്ള ആ ആളുകളുടെ ബോഡി അവർ റിക്കവർ ചെയ്തു എന്ന് പറയുന്ന ആ ഒരു വാർത്ത അത് വന്നിട്ടുണ്ട്. എന്താ പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? ഞാൻ പറഞ്ഞു മടുത്തിരിക്കുന്ന ഒരു വിഷയമാണ്. ഇതിനകത്ത് അമിത് ബുസ്കില, ഈ രണ്ടു പേരെ കുറിച്ച് എനിക്ക് വലിയ അറിയില്ല. പക്ഷെ ആ സമയത്ത് പിടിച്ചോണ്ട് പോയ ആളുകൾ പെട്ടതാണ് ഒക്ടോബർ 7. ഈ
പിടിച്ചോണ്ട് പോയതോ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയതോ. മറ്റേ ഷാനിലുക്ക് ഒരു പക്ഷെ വാർത്തയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ആളാണ്. ജർമ്മൻ ഇസ്രായേലി സിറ്റിസൺ ആണ്. അവരുടെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടു കാണും. അവരുടെ മേൽവസ്ത്രം, അവരുടെ മേൽ അടിവസ്ത്രമൊക്കെ കൂടി ആ ട്രക്കിൽ അവരുടെ ചന്തിന്റെ മുകളിൽ കയറിയിട്ട് ഒരു പാവപ്പെട്ട മുസ്ലിം ഇരുന്നിട്ട് അള്ളാഹു അക്ബർ വിളിക്കുന്നു. അപ്പൊ അത് കേട്ടിട്ട് പാവപ്പെട്ട ഗാസക്കാര് വീണ്ടും അള്ളാഹു അക്ബറെ ഏറ്റുവിളിക്കുന്നു. അവര് സന്തോഷിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കറങ്ങി നടക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ സ്ത്രീയാണത്. ഇവരെ എന്താ പറയാ ബലാത്സംഗം ചെയ്തിട്ട് കൊലപ്പെടുത്തിയിട്ട് ആ ശവത്തിന്റെ മുകളിൽ കയറി അള്ളാഹു അക്ബർ വിളിക്കുന്നു. അപ്പോ ഇസ്ലാം സമാധാനമാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലേ? അതെ, അല്ലാഹു അക്ബർ വിളി വന്നുകൊണ്ട് പ്രത്യേകിച്ചും. എന്നിട്ട് ഈ ശവത്തെ ഇങ്ങനെ അതിന്റെ മേലേക്ക് തുപ്പുന്നൊക്കെ ഉണ്ട്. ഈ പെണ്ണിന്റെ ശവത്തിന്റെ മുകളിലേക്ക് ട്രക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് കൂടെ വരുന്ന പാവപ്പെട്ട ഗാസയിലെ പാവപ്പെട്ടവരൊക്കെ തുപ്പുന്നു. അതായത് മരിച്ച ഒരാളുടെ ശരീരത്തിലേക്ക്. അപ്പോ അത് പിന്നെ അതേക്കുറിച്ച് എനിക്കധികം പറയാൻ തോന്നുന്നില്ല. കാരണം എന്താ പറയാ, ഞാനിത് അറബിക് മുസ്ലിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അത്രേ അവർ ചെയ്തിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ഗാസക്കാര് എന്ന് പറയുന്ന ആളുകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണ എല്ലാവർക്കും വിചാരിക്കുന്നത് ഹമാസ് വേറെ, ഗാസ വേറെ. പക്ഷെ ആ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഒരു കാര്യം വ്യക്തമാണ്. ഇതില് ഗാസയിലെ ആളുകളും ഹമാസും രണ്ടല്ല എന്നുള്ളതാണ്. അവരുടെ മനസ്സും അവരുടെ ശരീരവും ഒക്കെ ഒന്ന് തന്നെയാണ്. അവരുടെ സ്വഭാവം ഒന്നാണെന്നുള്ളതാണ് നമ്മൾ ആ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഹമാസിന്റെ പുറത്തുവിട്ട വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അതാണ് മനസ്സിലാവുന്നത്. ഈ സ്ത്രീയുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ രണ്ടാമത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് എന്റെ യൂട്യൂബ് ചാനൽ. കാരണം ഇത്രക്കൊക്കെ അക്രമം എനിക്ക് തോന്നുന്നില്ല വേറെ ഏതൊക്കെ തീവ്രവാദ സംഘടനകൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ ശ്രദ്ധിച്ചത് ഈ ഷാനി ലൂക്കിൻ്റെ കാര്യം വന്നപ്പോൾ കേരളത്തിലെ കാക്കാമാരടക്കം ചെയ്തിരുന്നത്, ആദ്യം ഇവർ പറഞ്ഞത് ആള് മാറി എന്നും പറഞ്ഞിട്ട് അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം ആദ്യം നടത്തി. അത് അങ്ങനെ ഒരാളെ ഇല്ല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്, ഓർക്കുന്നുണ്ടാവും. പിന്നെ അമ്മ വന്ന് പറഞ്ഞു അത് മരിച്ചിട്ടില്ല, ആൾ ജീവനോടുണ്ട് എന്ന് പറയുന്ന ഒരു കാഴ്ച. പിന്നെ അങ്ങനെ പല രീതിയിൽ അതായത് ഈ വിഷയത്തെ റദ്ദാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ തുടക്കത്തിൽ പറഞ്ഞു വെച്ചതെന്ന് ആലോചിച്ച് നോക്കിയാൽ. ഈ നമ്മളുടെയൊക്കെ ഫേസ്ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണാറുള്ള ചില തീവ്ര നിലപാടുകൾ കൊണ്ട് നടക്കുന്ന ആളുകൾ, പ്രധാനമായിട്ട് ഇപ്പോൾ നവാസ് ജാനെ ഇതുപോലെയൊക്കെയുള്ള ആളുകളെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. വൃത്തികേടല്ലാതെ ഈ പറയാറില്ല, ഈ ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സ്ത്രീവിരുദ്ധമായതായാലും മാനവവിരുദ്ധമായതായാലും ഉള്ള കാര്യങ്ങൾ ഇതുപോലെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളാണ്. പച്ചയായ വർഗീയത എന്തോ വലിയ പുരോഗമനം പറയുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ ഓപ്പണായിട്ട് സപ്പോർട്ടാണ് ഇതുപോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്. അതാണ് അവരവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ സ്ത്രീയെ കുറിച്ച് ഒരു പലസ്തീന് വേണ്ടി സംസാരിക്കാൻ വന്ന ഒരു സ്ത്രീ ഈ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ എന്താ പറയാ, റേവ് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. മറ്റേ ഈ അവിടെ ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നില്ലേ, ഇവര് ഒക്ടോബർ 7 ആക്രമണവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഓപ്പണായ സ്ഥലത്ത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഈ സ്ത്രീ അവിടെ ഡാൻസ് ചെയ്യാനൊക്കെ പോയിരുന്നതാണ്. അവരെ പലസ്തീന് വേണ്ടി സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്നാലോചിച്ചോക്കെ, സ്ത്രീകൾക്ക് സ്ത്രീകളോട് എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. അവര് പറയാണ് ഈ ഇതുപോലത്തെ വേശ്യകളൊക്കെ പിടിച്ചിട്ടാണോ നിങ്ങൾ ഈ ഇങ്ങനത്തെ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അതായത് ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് അതെ അവര് അത് അറിയിക്കുന്നു എന്നുള്ളത് അത് പൊതുവിൽ നമ്മളിപ്പോ ഇന്ത്യയിൽ എത്രത്തോളം അവര് ഇത് പറയുന്നത് എന്താ അറിയില്ല. പൊതുവിൽ അറബിക് രാജ്യങ്ങളിലൊക്കെ ഈ ബലാത്സംഗം ചെയ്യപ്പെടുന്ന സ്ത്രീക്കെതിരാണ് അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ പൊതുസമൂഹത്തിന്റെ മനസ്സൊക്കെ. അത് നിങ്ങൾ പല കഥകളും ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ നടന്ന സംഭവങ്ങളും അവിടുത്തെ വിവാഹങ്ങളും യമനിലൊക്കെ നിങ്ങളൊരു പ്രധാനപ്പെട്ട കേസ് കേട്ടിട്ടുണ്ടാവും. ഒരു ചെറിയ കുട്ടിയെ കല്യാണം കഴിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് ആ കുട്ടി പോയിട്ട് കോടതി നിരങ്ങാണ്. അപ്പൊ ഇവിടെ ഈ ബലാത്സംഗം എന്ന വിഷയത്തില് പൊതുവിൽ മുസ്ലിങ്ങളുടെ നിലപാട് ബലാത്സംഗം ചെയ്യപ്പെട്ട ആളാണ് പ്രതി എന്നാണ് അവരുടെ രീതി. ഇപ്പൊ 4 സാക്ഷിയെ കൊണ്ടുവരുന്നവരെ അറിയാലോ. അല്ല, അത് ഇസ്ലാമിന്റെ നിയമം തന്നെ അങ്ങനെയാണ്. ബലാത്സംഗം എന്ന് പറയുന്ന ഒരു കേസ് പോലും നിലനിൽക്കാൻ വലിയ പാടാണ്, വലിയ മെനക്കെടാണ്. ഇല്ല, ഓൾമോസ്റ്റ് നോൺ എക്സിസ്റ്റൻ്റ് ആണെന്ന് പറയാം. അതായത് റേപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി ഇവർ പറയാറുണ്ട്, കണക്കൊക്കെ പൊക്കി കൊണ്ടുവന്നിട്ട് മിഡിൽ ഈസ്റ്റിൽ കണ്ടില്ലേ റേപ്പ് ഇല്ല, അതിൻ്റെ കാരണം അവിടെ ഇസ്ലാം ആയതുകൊണ്ടാണെന്നാണ് ഇവർ പറയുക. സത്യത്തിൽ എന്താ കാരണം? ഒരു പെണ്ണ് റേപ്പ് ചെയ്യപ്പെട്ടു എന്നും പറഞ്ഞ് അവിടെ ചെന്നാൽ
ആ പെണ്ണിൻ്റെ അധോഗതിയാണ്. ഒന്ന് അത് തെളിയിക്കാൻ 4 പേരെയും കൊണ്ട് ചെല്ലണം. ഇനി 4 പേരില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ആ പെണ്ണിനാണ് കിട്ടുക. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ആ പെണ്ണ് ഗർഭിണിയാണ് എന്നിട്ട് തെളിയിക്കാനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചാട്ടവാറിൻ്റെ അടി പെണ്ണിനാണ് കിട്ടുക. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ സംഭവിക്കുക എന്താണ്? ഇങ്ങനെ വരുമ്പോൾ ഇവർ പരാതിപ്പെടില്ല. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ കണക്കുണ്ടാവില്ല. അപ്പോൾ കണക്ക് കുറഞ്ഞു നിൽക്കും. അപ്പോൾ അത് വെച്ചിട്ട് കണ്ടില്ലേ, മിഡിൽ ഈസ്റ്റിൽ റേപ്പില്ല, ഞങ്ങൾ ഇസ്ലാമികമായതുകൊണ്ട് റേപ്പില്ല. പക്ഷേ നമ്മളിവിടെ ഇറാനിയൻസ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ പല ആളുകളെ മറ്റു പല വേദികൾ വെച്ച് കാണുമ്പോൾ അവരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവരെല്ലാം എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ റേപ്പ് കൾച്ചർ എന്ന് പറയുന്നത്. അത് ഈ അറബ് രാഷ്ട്രങ്ങളിൽ വ്യാപകമാണ്. പ്രത്യേകിച്ച് ഇറാനിലൊക്കെ അത് വലിയ തോതിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണെന്നാണ് അവർ പറയുന്നത്. അത് പബ്ലിക്കാണ് ആ ഒരു വിഷയം എന്ന് പറയുന്നത്, വളരെ റാമ്പന്റ്. ഹിജാബുമായി ബന്ധപ്പെട്ട് BBC ഒരു അന്വേഷണം നടത്തിയിരുന്നു. ഹിജാബിനെതിരെ സമരം ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെ ഈ ഗാർഡുകൾ, ഇവിടുത്തെ ഈ മൊറാലിറ്റി പോലീസിൽപ്പെട്ട ആളുകൾ ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്ത നിങ്ങൾ കണ്ടോന്ന് അറിയില്ല. ഒരു എന്താ പറയാ, ഒരു 18 വയസ്സോ ചെറിയ വയസ്സോ അവരെ മുകളിൽ കയറി നിന്നിട്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽ അവിടുത്തെ, അതായത് ആ ഇന്റേണലായിട്ട് ആ പോലീസുകാർ ചെയ്ത കാര്യങ്ങളുടെ എന്താ പറയാ അപ്പൊ അതിന് ആ പെൺകുട്ടി ഇങ്ങനെ അടക്കി പിടിച്ചിട്ട് അതിന്റെ അവളുടെ നെഞ്ചത്ത് വയറ്റിൽ കയറി ഇരുന്നപ്പോ അവന് ഉദ്ധാരണം ഉണ്ടായത്രേ അവിടുത്തെ ആ പോലീസുകാർ. അതിന്റെ ശേഷം അവളെ അബ്യൂസ് ചെയ്തിട്ട് പിന്നെ തലക്കടിച്ച് ഒരുപാട് അടിച്ചടിച്ച് കൊന്നു എന്നൊക്കെയാണ് വാർത്ത. അപ്പൊ ഇതിനെ കുറിച്ച് സിനിമകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയാ, ഞാന് പണ്ട് കണ്ട ചില ഇറാനിയൻ സിനിമകൾ ഇതിവൃത്തമാണ് അവിടുത്തെ ഈ അബ്യൂസ്. പൊതുവിൽ ഈ അബ്യൂസ് പുറത്ത് പറയാന്നുള്ളത് തന്നെ പ്രശ്നമാണ്. മുസ്ലിം സമൂഹങ്ങളിൽ പൊതുവിൽ അബ്യൂസ് ചെയ്യപ്പെട്ട സ്ത്രീകൾ പുറത്ത് പറയുന്നത് ഒരു തെറ്റായിട്ട് കാണുന്നതാണ്. അത് അവരുടെ തെറ്റാണ്. പിന്നെ ചില സ്ഥലത്ത് നിങ്ങൾ അബ്യൂസ് പുറത്ത് പറഞ്ഞാൽ നിങ്ങൾ കൊല്ലപ്പെടും. ഓണർ കില്ലിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഈ പാകിസ്ഥാനിലൊക്കെ ഇതുപോലെ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളെ സഹോദരന്മാരൊക്കെ കൊന്ന ചരിത്രമാണ്. അപ്പൊ ഇത് പൊതുവിൽ ഇസ്ലാമിനകത്ത് നിയമപരമായിട്ടും ഇത് അംഗീകരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ക്രൈം ഉണ്ടെന്നാണ് അവരുടെ. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആ സ്ത്രീ പലസ്തീന് വേണ്ടി സംസാരിക്കാൻ പൊതുവായിട്ടൊരു എല്ലാവരും കാണുന്ന ഒരു ഇന്റർവ്യൂ, എനിക്കൊന്ന് പിയേഴ്സ് മോർഗൻ ആണെന്ന് തോന്നുന്നു, അതാണോ വേറെ ഏതാ, അവരുടെ ഇന്റർവ്യൂവിൽ വന്നിട്ടാണ് ആ പെണ്ണ് പറയുന്നത് ഇങ്ങനത്തെ വേശ്യകളെ കുറിച്ച് ആണോ നിങ്ങൾ ഇത്ര ആവലാതിപ്പെടുന്നതെന്നാണ് പറയുന്നത്. ആ സ്ത്രീ മരിച്ചത് പോലും അവരുടെ വിഷയമല്ല. ഇത്രയും അത് ഈ തെളിവുകളൊക്കെ നിങ്ങൾ എത്ര കാണിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ മുജാഹിദിന്റെ ആളല്ലേ, മറ്റേ എന്താ പറയുക, പുള്ളിയുടെ പേര് ഒരു നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, നിരീശ്വരവാദി പിന്നീട് മുസ്ലിമായ ഒരു ചങ്ങാതിയല്ലേ, നവാസ് ജാനെ. അതെ, എക്സ് നിരീശ്വരവാദി. അതേ മാത്രമല്ല, പൊതുവിൽ ഈ പലസ്തീന് വേണ്ടി സംസാരിക്കാൻ വരുന്ന എല്ലാ ആൾക്കാരും പറയുന്നത് ആ ഒക്ടോബർ 7 ആക്രമണം നടത്തിയത് ഇസ്രായേലാണത്രേ. അതായത് സ്വന്തം ആൾക്കാരെ അവര് ആക്രമിച്ചു കൊന്നു. എന്നിട്ട് അത് ഇവ പലസ്തീനികളുടെ തലയിലിട്ടിട്ട് പലസ്തീൻ അവര് കീഴടക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ഇത് ഇസ്ലാമിന്റെ പൊതുവിലുള്ള രീതിയാണ്. പണ്ടും മുഹമ്മദ് തന്നെ ചെയ്തിട്ടില്ല. മുഹമ്മദ് ഓരോ നുണ പറഞ്ഞിട്ട് ഇവരുടെ സാഹിത്യപ്രകാരം, മുഹമ്മദ് ഇന്ന ആളുണ്ടായിരുന്നുണ്ടെന്ന് വേറെ വിഷയം, പക്ഷെ സാഹിത്യപ്രകാരം മുഹമ്മദ് ഓരോ കാരണം പറഞ്ഞിട്ട് കുറെ ഗോത്രങ്ങളൊക്കെ ഇതുപോലെ കൊല്ലുകയും ആളുകളെ പിടിച്ചോണ്ട് വരികയും പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് നല്ല മതപരമായിട്ട് ഒരുപാട് സ്വാധീനം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുണ്ട്, മതപരമായ സ്വാധീനം. ഇപ്പൊ പറഞ്ഞ ഈ ശവത്തിന്റെ മുകളിലേക്ക് തുപ്പി എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഷാനി ലൂക്കിന്റെയും ഇവരുടെയൊക്കെ കൊണ്ടുപോയ ആ സമയത്ത് അതിന് ഇസ്ലാമികമായിട്ട് മാതൃകയുണ്ട്. ബദർ കൊള്ള നടത്തിയിട്ട് അതിനകത്ത് പിടിക്കപ്പെട്ട ആളുകളെ കൊന്നു കഴിഞ്ഞ് അവരുടെ തലയൊക്കെ വെട്ടിമാറ്റി കുന്തം കൊണ്ട് കുത്തി കിണറ്റിലേക്ക് തള്ളിയിട്ടിട്ട് ആ കിണറ്റിലേക്ക് തുപ്പുന്ന കാഴ്ച, അത് ഈ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിയാണ് ഈ ചെയ്യണത്. ഓക്കെ, ഇസ്ലാമിലെ മാതൃകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നത് മുഹമ്മദ് നബി തന്നെയാണ്. അപ്പോൾ ശവത്തിൻ്റെ മേലേക്ക് തുപ്പുക, ശവത്തിനെ പോലും അബ്യൂസ് ചെയ്യുക, ചത്തു കഴിഞ്ഞു, ജീവനില്ലാത്തതാണ്, എന്നിട്ടും അതിനെയും ഇതുപോലെ ആ വെറുപ്പ്, മനസ്സിൽ കൊണ്ടു നടക്കുന്ന വെറുപ്പിൻ്റെ ആ ഒരു തീക്ഷ്ണതയാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ചെയ്ത് മാതൃക കാണിച്ചത് സാക്ഷാൽ മുഹമ്മദ് നബി ആയതുകൊണ്ടും എല്ലാവർക്കുമുള്ള മാനവരിൽ മഹോന്നതനായതുകൊണ്ടും ലോകാവസാനം വരെയുള്ള മാതൃക ആയതുകൊണ്ടും അത് നമ്മളുടെ ഹമാസുകാർ ചെയ്യുന്നതിൽ അത്ഭുതമൊന്നുമില്ല എന്നതാണ് നമുക്കവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും അത് നമുക്കൊന്ന് അവിടെ
അവസാനിപ്പിക്കാം. ഇനി അവസാനമായിട്ട് നമുക്കൊരു വാർത്തയും കൂടി പറഞ്ഞിട്ട് ഇതുമെല്ലാം വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് നമ്മളുടെ ഈജിപ്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അത് കണ്ടിരുന്നോ ആ സംഗതി? ഒരാളെ യെസ്, ഒരു ടെററിസ്റ്റ് അറ്റാക്ക് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് ആ സംഗതി, ഒരു ജിഹാദി പ്രവർത്തനം. അപ്പോൾ അതിവിടെ നിങ്ങൾക്ക് യെസ് വാർത്ത കാണാം. ജൂയിഷ് ബിസിനസ് മാൻ ഷോട്ട് ഡെഡ് ഇൻ ഈജിപ്ത് ഇൻ സസ്പെക്റ്റഡ് ടെറർ അറ്റാക്ക്. ഇതാണ് സംഭവം. ഇത് മെയ് 7 വന്നതാണ്. ഇച്ചിരി പുളിച്ചതാണ്, എന്നാലും കാര്യമാക്കണ്ട, കാരണം നമ്മളൊക്കെ അന്ന് അത് എടുത്ത് പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അതിൻ്റെ കൂടുതൽ ക്ലാരിറ്റിയൊക്കെ പിന്നീട് വന്നിട്ടുണ്ട് ആ സംഗതിയുടെ. അപ്പോൾ എന്തായാലും ഇതാണ് ആ വാർത്ത. ഇതെന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എക്സ്പ്ലനേഷൻസ്? അതെ, ഈജിപ്തില് ഈ ഒക്ടോബർ 7 ശേഷം ഇതിനു മുമ്പും ടൂറിസ്റ്റുകളൊക്കെ വെടിവെച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഈ അടുത്ത് വന്ന വാർത്തയാണ്. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ കണ്ടായിരുന്നു കുറെ ടൂറിസ്റ്റുകൾ, ജൂതരായിട്ടുള്ള ടൂറിസ്റ്റുകളെ വെടിവെച്ച് വന്നിട്ടുണ്ട്. ഇതും ഈജിപ്തിന്റെ അധികൃതര് ആദ്യം പറയാൻ ശ്രമിച്ചത് ഇതൊരു മോഷണ ശ്രമമായിരുന്നു എന്നാണ്. പക്ഷെ മോഷണ ശ്രമം അല്ലാന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോ ഈ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈജിപ്തിന്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈജിപ്തില് ഈ നമ്മളിപ്പോ പറയുമ്പോ ഈജിപ്ത് ഒരുപാട് സെക്യുലർ മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന രാജ്യമാണ്. ഒരുപാട് എക്സ് മുസ്ലിങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. പക്ഷെ അവിടെ ഈ മുസ്ലിം ബ്രദർഹുഡ് പോലുള്ള സംഘടനകളുടെ സ്വാധീനം ഭയങ്കരമാണ്. അവര് പ്രത്യേകിച്ച് പലസ്തീന്റെ പ്രശ്നം ഇത്രയും വ്യാപിച്ചതിന് ശേഷം ഒരുപാട് ആക്രമണങ്ങൾ ഈജിപ്തിൽ അവിടെയും ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഈ ജൂതർക്കെതിരെ മാത്രമല്ല, അവിടുത്തെ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ വരെ ആക്രമണം നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴായിട്ട്. അതിന്റെയൊക്കെ വാർത്തകൾ അവിടെ ഇവിടെ വന്നത്. അപ്പൊ ഇതാദ്യം അവർ പലപ്പോഴും ഈജിപ്തിലെ പോലീസൊക്കെ ഇത് ഒതുക്കി തീർക്കാനാണ് ആദ്യം ശ്രമിച്ചത്. പിന്നീട് അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ അന്വേഷിക്കും എന്നൊക്കെയാണ് പിന്നീട് പറഞ്ഞത്. അവർ ആദ്യം ഇത് മോശം ശ്രമമാണെന്നും പിന്നെ എന്താ പറയാ ഇത് അങ്ങനെ ആ രീതിയിൽ ഇതിന് തള്ളാനാണ് ശ്രമിച്ചത്. കാരണം ഒന്നാമത് ഈജിപ്തും ഇസ്രായേലും തമ്മിൽ ഒരു അത്യാവശ്യം സമാധാനപരമായിട്ടുള്ള ബന്ധമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അതും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ജൂതർക്ക് പ്രത്യേകിച്ച് ഈജിപ്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈജിപ്തിന് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഈജിപ്ത് ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അവർക്ക് നിലനിൽക്കുന്ന രാജ്യമാണ്. അപ്പൊ പിന്നെ അവര് അവിടെ ഉള്ളത് പൊതുവിൽ അവിടെ ജനാധിപത്യം ഒന്നുമല്ലല്ലോ, അവിടെ ഒരു പട്ടാള ഭരണമാണ്. അവര് മുസ്ലിം ബ്രദർഹുഡിനെതിരെയാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ തീവ്രവാദ ആക്രമണങ്ങൾ വരുന്നത് അവരുടെ താല്പര്യത്തിന് വിരുദ്ധമാണ്. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. എന്നാലും ഈജിപ്തിനകത്ത് നിങ്ങൾ വിചാരിക്കുന്നതിലും കവിഞ്ഞ് തീവ്രവാദത്തിനൊക്കെ സ്വാധീനമുള്ള ആളുകൾ ഒരുപാടുണ്ട്. അതാണല്ലോ ഇപ്പൊ ഈ ജൂതർക്കെതിരെ മാത്രമല്ല, ഈ ക്രിസ്ത്യൻ ചർച്ചുകൾക്ക് നേരെ ആക്രമണങ്ങൾ, കുറെ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മളിപ്പോ ഇതിന്റെ ഈ പലസ്തീൻ ഈ വിഷയം എന്താ പറയാ കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം വന്നതിന് ശേഷം ഒരുപാട് സ്ഥലത്ത് പലതരം ഒറ്റതിരിഞ്ഞിട്ടുള്ള ആക്രമണങ്ങൾ, വെറുതെ ഒരു റാൻഡം ആയിട്ടുള്ള ആക്രമണങ്ങൾ പല രാജ്യങ്ങളിലും പലതരത്തിൽ നടന്നിട്ടുണ്ട്. പല ആക്രമണങ്ങൾക്കും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇസ്രായേൽ എംബസി ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. അതൊന്നും പലപ്പോഴും പ്രധാന വാർത്തയായിട്ട് വന്നിട്ടില്ല. പല സ്ഥലങ്ങളിലും ഇസ്രായേൽ എംബസി ആക്രമിക്കാൻ ഉള്ള ഗൂഢാലോചനക്കൊക്കെ ആളുകൾ നേരത്തെ പിടിച്ചിട്ടുണ്ട്. അപ്പോ ഇതൊരു എന്താ പറയാ, ഈ ഒക്ടോബർ 7 യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെട്ടത് ആരാണ് എന്നുള്ളതിൽ ഇപ്പൊ സംശയം തോന്നുകയാണ്. കാരണം അന്ന് ആക്രമിക്കപ്പെട്ടതിട്ടുള്ള ഇസ്രായേലാണ്. പക്ഷെ ഇപ്പൊ ആക്രമമൊക്കെ അഴിച്ചുവിടുന്നത് ഇസ്രായേലികൾക്കും അല്ലെങ്കിൽ ജൂതന്മാർക്കും എതിരെയാണെന്നുള്ളതാണ്. അല്ല, അതിപ്പോൾ ഒരു പകരം വീട്ടലെന്നുള്ള നിലയ്ക്കാണ് അവർ കാണുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം ജോർദനും ആണെങ്കിലും ഇസ്രായേലുമായിട്ട് ശത്രുത വെടിഞ്ഞ 2 രാജ്യങ്ങൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ വിഷയങ്ങൾ എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും അവരും ഒരിക്കലും താല്പര്യപ്പെടില്ല. പിന്നെ ഇങ്ങനെ പ്രശ്നം നടക്കുന്നതിൻ്റെ ഇടയിലും ഇതുപോലെ ഒരു ഇസ്രായേലി ആയിട്ടുള്ള ഒരു വ്യക്തി ഈ രാജ്യങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും ആ ബന്ധങ്ങളും അവിടെയുള്ള ആ ഒരു സാഹചര്യവും തന്നെയാണ്. അപ്പോൾ അതൊരു കാര്യം. പിന്നെ സാന്ദർഭികമായിട്ടൊരു കാര്യം, നമ്മളുടെ എത്തിസ്റ്റ് അലയൻസിൻ്റെ ഒരു സംഗതി നമ്മൾ മുന്നേ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പുതിയൊരു ഇവൻറ്റ് വരുന്നത്, ഈജിപ്തിലൊരു ഇവൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എത്തിസ്റ്റ് ഒരു അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ അടുത്ത ദിവസം ഒരു പോസ്റ്റായിട്ട് ഇടാം. അപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ യാത്ര ചെയ്യണമെന്നൊക്കെ സമയവും താല്പര്യവും സാമ്പത്തികമായിട്ട് അതിന് കഴിയുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ പറ്റുമെങ്കിൽ നമ്മുടെ രാജ്യത്തെയും നമ്മളെ
നമ്മളെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുമെങ്കിൽ ഈജിപ്തിലൊന്ന് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇടാം. ഒരു ചെറിയൊരു ഇവൻ്റാണ്, 2 ദിവസത്തെ എങ്ങാണ്ട് ഒരു ഇവൻ്റാണത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ് എന്നൊന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഞാൻ നാളെ ഇവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ അതൊരു ചെറിയൊരു കാര്യം. അപ്പോൾ ആ രാജ്യം പല രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്, കുറേയൊക്കെ ഫോർവേഡായിട്ട്. പക്ഷെ അപ്പോഴും അവർ ഒരു എന്താ പറയുക, ഒരു ഡെമോക്രസിൻ്റെ വാള് അവിടെ തൂങ്ങിക്കിടപ്പുണ്ട്. അത് ഈ വാള് ഇസ്ലാമിക് ടെററിസവും അതുപോലെയുള്ള കാര്യങ്ങളും, നമ്മൾ പറഞ്ഞ മുസ്ലിം ബ്രദർഹുഡും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, മുർസിയുടെ കാര്യമൊക്കെ നമുക്കറിയാം. എങ്ങനെയാണ് അവരെ ആ ഒരു സംഗതിയെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയതും അവസാനം അവരെ എടുത്ത് ദൂരെ കളഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ജനാധിപത്യവൽക്കരണം അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിലുള്ള സംവിധാനങ്ങളെയൊക്കെ ദുരുപയോഗം ചെയ്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളുടെ ഈജിപ്ത് എന്ന് പറയുന്നത്. ആ ഒരു സംഗതിയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? മുർസിയുടെ ആ ഒരു വരവിനെക്കുറിച്ച് അത് നോക്കിയിട്ടുണ്ടോ അതിനെക്കുറിച്ച്? അത് മറ്റേ മുല്ലപ്പൂ വിപ്ലവം പടർന്നപ്പോഴുള്ള സംഭവം ട്യൂണീഷ്യയിലെങ്ങാണ്ട് തുടങ്ങിയത്. അത് സംഭവം എന്താ പറയാ, മിഡിൽ ഈസ്റ്റിലെ ജനാധിപത്യത്തിന്റെ അലയൊലികൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷെ ഇത് നമുക്ക് പണ്ടേ അറിയാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പലപ്പോഴും നമ്മൾ കരുതുന്നതിന് എതിരാണ് കാര്യങ്ങൾ. പലരും പറയാറുണ്ട് മുസ്ലിങ്ങൾ ജനാധിപത്യത്തെ എതിർക്കുന്നു, ഇന്ത്യയിൽ ജനാധിപത്യത്തെ എതിർക്കുന്നു, മതാധിപത്യം വേണം എന്നൊക്കെ പറയുന്നു. അത് ശരിയാണ്, അതൊരു വസ്തുതയാണ്. പക്ഷേ ഈ സൗദി അറേബ്യയിലും ഒമാനിലും ബഹ്റൈനിലും കുവൈത്തിലും ഖത്തറിലും ഒക്കെ, പിന്നെ ഇപ്പൊ ഈജിപ്തിലും അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങൾ എവിടെ എങ്ങനെ ആ രാജ്യങ്ങളുടെ ഭരണകൂടം ഒരു ഏകാധിപത്യമാണെങ്കിൽ രാജാധിപത്യമാണ് ഇപ്പോൾ. അപ്പൊ ഇത് ഉള്ളത് യഥാർത്ഥത്തിൽ എന്താ പറയാ, മനുഷ്യാവകാശങ്ങൾക്ക് എതിരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അവിടെ അങ്ങനെ ഒരു ഏകാധിപത്യം ഇല്ലെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് മുസ്ലിങ്ങൾ പരസ്പരം അടിച്ചു മരിക്കും എന്നുള്ളതാണ്. അവിടെ അങ്ങനെ ഒരു ഏകാധിപത്യം, ഇപ്പൊ ഈജിപ്ത് തന്നെ സ്റ്റേബിളായി നിൽക്കാൻ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ ഒരു കാരണം അവിടെ ഒരു പട്ടാള ഭരണകൂടമുണ്ട്. പാകിസ്ഥാൻ എടുക്കുക, പാകിസ്ഥാനിൽ പട്ടാള ഭരണകൂടം, അവിടെ സ്റ്റേബിൾ അല്ല, എന്നാലും അവിടെ വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പൊ പാകിസ്ഥാൻ എന്നുള്ളത് ഏകദേശം ഒരു സ്ഥിരത, അർദ്ധസ്ഥിരത ഉണ്ടെങ്കിൽ അതിന് കാരണം അവിടെ ഒരു ഏകാധിപത്യം ഉണ്ട്. അതായത് ആ ഭരണകൂടത്തിന് പിന്നിലും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, എന്നാലും അതിന് പിന്നിൽ ഒരു ഏകാധിപത്യ ശക്തിയായിട്ട് പട്ടാളമുണ്ട്. അപ്പൊ ഈ ഏകാധിപത്യം ഇല്ലാത്ത ഇസ്ലാമിക രാജ്യം നിങ്ങൾ ഏകാധിപത്യം ഉള്ള ഇസ്ലാമിക രാജ്യത്തിനേക്കാളും മോശമാണെന്നുള്ളത് ഒരു സംഗതി, അതൊരു സത്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞിട്ട് ട്യൂണീഷ്യയിൽ തുടങ്ങിയിട്ടുള്ള ആ ഒരു എന്താ പറയാ ഒരു ആശയം, അത് പടർന്ന് പന്തലിച്ചപ്പോ പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് സംഭവിച്ചത് മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക്, ഇപ്പൊ സൗദിയിലൊക്കെ അടക്കം അത് പെനട്രേറ്റ് ചെയ്ത് വന്ന സമയത്ത് തീവ്രവാദ ഗ്രൂപ്പുകളാണ് അത് ഏറ്റെടുക്കുന്നത്. നമ്മുടെ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഏറ്റെടുക്കണ പോലെ. അതെ, മറ്റേ ഖിലാഫത്ത് മൂവ്മെന്റ് പോലെയായിരുന്നു. അതായത് ഈ ഗ്രൂപ്പുകൾ ഈജിപ്തിലൊക്കെ നടന്നിട്ടുള്ള സമരങ്ങൾ ഉണ്ടല്ലോ, ഈ സമരങ്ങൾക്കിടയിൽ തട്ടവിടാത്ത സ്ത്രീകളെയൊക്കെ കയറി പിടിക്കുന്ന പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട്. അതായത് ജനാധിപത്യത്തിന് വേണ്ടി നടക്കുന്ന സമരമാട്ടോ. അവിടുത്തെ ഏകാധിപത്യ പ്രവണത, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒക്കെ ഉള്ള ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ വന്നിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് വളർന്നു വരുന്നത് മതാധിപത്യത്തെ കുറിച്ചുള്ള അത് അല്ലെങ്കിൽ അങ്ങനത്തെ സംഘടനകളാണ് ഇതൊക്കെ ഏറ്റെടുത്ത് നടക്കുന്നതും. നേര് ഈ പ്രശ്നം വഷളായിട്ട് പിന്നീട് പോകുന്നത് ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള ശ്രമത്തിലാണ്. അതായത് ജനാധിപത്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സമരം പിന്നീട് ഇവരൊക്കെ ഏറ്റെടുത്ത് നടത്തി പിന്നീട് എത്തുന്നത് കാലിഫേറ്റ് അല്ലെങ്കിൽ ഈ ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ ഈ ഇവര് എന്തിനെയാണോ അവിടെ എതിർക്കുന്നത്, അവിടെ ഏകാധിപത്യം എന്ന് പറയുമ്പോൾ ശരീരത്തൊക്കെ ആണല്ലോ, അത് തന്നെയാണ് അവർ ഏറ്റെടുക്കുന്നതും. അതിനേക്കാളും മോശം, അതായത് അവിടെ ഉണ്ടായിരുന്ന ഇപ്പൊ UAE-ല് സൗദിയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പേരെ പിടിച്ച് തൂക്കിക്കൊല്ലുന്ന പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട് രഹസ്യമായിട്ട്, ഈ മുല്ലപ്പൂ വിപ്ലവവുമായി ബന്ധപ്പെട്ട്. ജനാധിപത്യം എന്ന് പറഞ്ഞു വന്നെങ്കിലും ഞാൻ വീണ്ടും അത് ഊന്നി പറയാണ്, ഞാനിപ്പോ പറഞ്ഞപ്പോ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഏകാധിപത്യം ഇല്ലാത്ത ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാധിപത്യം ഉള്ള ഇസ്ലാമിക രാജ്യത്തിനേക്കാൾ എത്രയോ ബില്യൺ മടങ്ങ് പ്രശ്നകരമാണ്. നമ്മുടെ അപ്പുറത്തുള്ള പാകിസ്ഥാന് തികഞ്ഞ ജനാധിപത്യമായിരുന്നെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇന്നിവിടെ ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. അവിടുത്തെ ആണവായുധമൊക്കെ ഉപയോഗിച്ചിട്ട് അവരിങ്ങോട്ട് വിടും. അവിടെ ഒരു പട്ടാള ഭരണകൂടം ഉള്ളത്, ആ ഒരു ഭരണകൂടത്തോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളോടോ അല്ലെങ്കിൽ ഇതുപോലെ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് നിരവധി തീവ്രവാദ സംഘടനകളോ രാജ്യത്തോട് നമുക്കൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ UAE-യിലാവട്ടെ സൗദിയിലാവട്ടെ അവിടുത്തെ രാജ്യ ഭരണത്തോട് നമുക്ക് സംസാരിക്കാനും അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനും പറ്റും.
അവിടെ ഉം, അതില്ലാന്ന് കരുതിക്കാം. അവിടെ ഉം, ജനാധിപത്യമാണെന്ന് നിങ്ങൾ കരുതി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഗ്രൂപ്പുകളാണ് കയറി വരാൻ പോകുന്നത്. ഉം, ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് മറ്റ് എന്താ പറയാ മൂവ്മെന്റുകൾ, മറ്റ് വിപ്ലവങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ യൂറോപ്പിൽ നടന്നിട്ടുള്ള നവോത്ഥാനമൊക്കെ, അല്ലെങ്കിൽ അവിടുത്തെ ഉം. ഫ്രഞ്ച് വിപ്ലവം, അല്ലെങ്കിൽ രാജാവിനൊക്കെ കൊന്നിട്ട് രാജഭരണത്തെ ഒഴിവാക്കുന്നത്, അതെ. അതും അക്രമാസക്തമാണ്. പക്ഷെ അതിന്റെ ലക്ഷ്യത്തില് കുറച്ചെങ്കിലും നന്മയുണ്ടെന്ന് പറയാം. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് മിഡിൽ ഈസ്റ്റിലൊക്കെ. അപ്പൊ ഇത് അതെ. അമേരിക്ക പോലും, നിങ്ങൾ വെച്ചാൽ ഈ അമേരിക്ക പോലും അവിടുത്തെ ഭരണകൂടങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ ഒരു കാരണം അവര് എന്താ പറയാ, അതൊരു കുറച്ചൊരു ഇരട്ടത്താപ്പാണെന്ന് പറയാം. അമേരിക്ക ജനാധിപത്യത്തെ ഒക്കെ കുറിച്ചൊക്കെ ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണല്ലോ. എന്നാലും അവിടുത്തെ രാജഭരണകൂടങ്ങളെ കൂടെ നിർത്താൻ കാരണം അവര് പോയി കഴിഞ്ഞാൽ അവരുടെ ഉം, ആ വാക്കം അവിടെ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ സംഘടനകളാണ്. പ്രത്യേകിച്ച് ഉം, വഹാബിസം ഒക്കെ നമുക്കറിയാം, സൗദി അറേബ്യയിൽ നിന്ന് വന്നതാണ്. ലാദൻ, അദ്ദേഹം സൗദി അറേബ്യ. ഈ ഈജിപ്തിലാണ് പ്രധാനപ്പെട്ട ഒരു സർവകലാശാല തീവ്രവാദികൾ, ഉം. അൽ അസർ അതെ. എന്ന് പറഞ്ഞിട്ടുള്ള ഓ, പ്രധാന അത് തീവ്ര നമ്മളെ ബാങ്കിന്റെ സമയമൊക്കെ നിശ്ചയിക്കുന്നത് അവരാണല്ലോ. അതെ പ്രധാനപ്പെട്ട ഫത്വകളൊക്കെ ഇറക്കുന്ന ഒരു അതെ. സർവകലാശാല. അപ്പൊ അതടക്കം. അതെ, ഇത്രയും പിന്നെ ഇപ്പൊ ഈ ഹമാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ, ഹമാസ് അല്ല, പല തീവ്രവാദ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ്. മുസ്ലിം ബ്രദർഹുഡിനെ ഈ ഈജിപ്തിലും ജോർദനിലും സിറിയയിലും അവരൊക്കെ നിരോധിച്ചിട്ട് അവരെ പിടിച്ചപ്പോ ഈ അടുത്ത് കൂടി എന്താ പറയാ, ജോർദൻ രാജഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ബ്രദർഹുഡിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരെ പിടിച്ചു. അതിന്റെ വാർത്ത ഇപ്പൊ അടുത്തുണ്ടായിരുന്നു. ഓക്കെ. അല്ല, ഇത് പണ്ട് നടന്നിട്ടുള്ളതാണല്ലോ. പലസ്തീനികൾ അവിടെ നമ്മളുടെ ബ്ലാക്ക് സെപ്റ്റംബർ, അത് പണ്ട് നടന്നിട്ടുള്ളതല്ലേ? അതെ അവിടുത്തെ ജോർദാൻ രാജാവിനെ അട്ടിമറിച്ച് അവിടെ ഒരു സംഭവം നടത്താൻ നോക്കി എന്ന് പറഞ്ഞിട്ട് പണ്ട് അതെ. അപ്പോ അതിന്റെ പേരിലാണല്ലോ അവരവിടുന്ന് എടുത്ത് PLOനെയൊക്കെ എടുത്ത് ചവിട്ടി പുറത്താക്കിയത്. അതെ. കുവൈത്തില് അവരെ തന്നെ കുവൈത്തില് പലസ്തീനികൾ ഉണ്ടായിരുന്നു. ഇത്രയും കുവൈത്തിലല്ലേ അവരെ. അപ്പൊ ഈ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാലോചിക്കുക, ഈ മുസ്ലിങ്ങളെ നമുക്കിപ്പോ പരിഷ്കരിക്കണം എന്ന് നമുക്കൊരു തീരുമാനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ മിഡിൽ ഈസ്റ്റ് പരിഷ്കരിക്കണം എന്ന് തീരുമാനം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് ജനാധിപത്യമായിരിക്കും. നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ഇന്ത്യയിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ. പക്ഷെ നമ്മളവിടെ ജനാധിപത്യം കൊണ്ടുവരുന്നത് അതിന് എതിർ ഫലമാണ് ഇപ്പൊ ഉണ്ടാക്കുന്നതാണ് മനസ്സിലാവുന്നത്. ഒരു കാര്യമുണ്ടല്ലോ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ അങ്ങനെ ഒരു സംഗതിയെ നമ്മൾ കാണുന്നത് ഒരു ഇരട്ടത്താപ്പാണെന്ന് പറയുമെങ്കിലും, ഞാനതിൽ കാണുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അതിലൊരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു സംഗതി ബിസിനസ് എന്ന് പറയുന്നൊരു വിഷയം തന്നെയാണ്. ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇക്കണോമിക് ആക്ടിവിറ്റി സുഗമമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അതിലേറ്റവും പ്രധാനമാണ് സ്റ്റേബിളായിട്ടുള്ള ഭരണകൂടം. ആ ഭരണകൂടം അത് ജനാധിപത്യമാകാം, രാജഭരണമാകാം, ഏതു തന്നെ ആയാലും അത് സ്റ്റേബിൾ ആവണം എന്നുള്ളതാണ്. അതിനകത്ത് പ്രശ്നങ്ങൾ, ഇൻറ്റേർണൽ ട്രബിൾസ്, അതല്ലെങ്കിൽ കോൾഡ് വാർ, അതല്ലെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നം തന്നെയാണ് എന്നതാണ് നമ്മൾ പൊതുവെ വളരെ വൈഡായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം. അപ്പം മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഇവർ നോർമലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? അവിടെ ആ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി സുഗമമായി നടക്കാനുള്ള പല പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിലൊരു പ്രധാന പ്രശ്നമാണ് ഈ സംഗതിയെ നോർമലൈസ് ചെയ്യുക എന്നുള്ളത് അവർ അതിലൂടെ കാണുന്നത്. അതിനെ ഒഴിവാക്കാൻ വേണ്ടി, ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് ഇറാനിനെ അവരവിടെ ടാർഗറ്റ് ചെയ്യുന്നത് വഴി ഈ ഷിയ സുന്നി പ്രശ്നം അത് ആളി കത്തിച്ചുകൊണ്ടേയിരിക്കുക, അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. ആ വൈര്യം അതിനെ അവിടെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറാനെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അപ്പോൾ ആദ്യം ഇസ്രായേൽ, അത് ഓൾറെഡി അവരവിടെ മുന്നോട്ട് വന്നു കഴിഞ്ഞു, ഇപ്പോൾ സൗദി ആണെങ്കിലും മറ്റുള്ള സംഗതികളാണെങ്കിലും. ഇനി അടുത്തത് ഇറാനുമാണ് എന്ന് വരുമ്പോൾ പിന്നെ മറ്റൊരു സംഗതിയാണ്, ഇപ്പോൾ ഇറാനിലെ ഒരു പോർട്ട് ഇന്ത്യ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഗതിയാണ്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം ഇക്കണോമിക് ആക്ടിവിറ്റി അത് ആ ഒരു എൻഡിലേക്ക്, ആ ഒരു റൂട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന വിഷയങ്ങളിൽ വലിയൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇടപെടലായിരിക്കും ഇന്ത്യയുടെ ആ ഭാഗത്തുള്ളൊരു സാന്നിധ്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെ ഹൂത്തികൾ ഈ കപ്പൽ വെടിവെച്ചിടാൻ വേണ്ടി നിന്നപ്പോൾ അതിൽ വേറെ രാജ്യങ്ങളും വരാതിരുന്ന സമയത്തും ഇന്ത്യയായിരുന്നു അവിടെ കയറി കളിച്ച് ഷോ കാണിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോൾ അത് ഇന്നിപ്പോൾ എവിടെ എത്തി എന്നുള്ളതും കൂടി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം. അത് ലോക ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ സൂക്ഷിച്ച് കളിക്കണം എന്നുള്ളൊരു
ചിന്ത അത് നമ്മളുടെ സൈന്യത്തെക്കുറിച്ചാണെങ്കിലും നേവൽ ഫോഴ്സിനെ കുറിച്ചാണെങ്കിലും അതും ആ ഒരു ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇവരാരും ശ്രമിക്കില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ബിസിനസ് അവിടെ പ്രോപ്പറായിട്ട് നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചാൽ അതിനുവേണ്ട സാഹചര്യം ഒരുക്കുന്നതിലേക്ക് ഈ രാഷ്ട്രീയ രംഗം ശമിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു ഇങ്ങനെ പ്രക്ഷുബ്ധമായിട്ട് നിൽക്കുന്നതിന് പകരം അതൊന്ന് ശാന്തമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒഴിവാകാൻ നിർബന്ധിതരാവില്ലേ അവിടെ? അങ്ങനെ അതിനെ കാണുന്നത്? അതെ. ഇപ്പൊ സമ്പദ് വ്യവസ്ഥ ഓക്കെ, അവിടെ എണ്ണയുണ്ട്, എണ്ണ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് രാജഭരണവും മുന്നോട്ട് പോകുന്നത്. കാരണം അവര് അവരുടെ ജനതയെ ഏതാണ്ട് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത് സുഖിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. കാരണം ജനതകൾ, അവിടുത്തെ ആളുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അറിയാം, അവിടെ തദ്ദേശീയരായിട്ടുള്ള UAE-യിലെയും അവിടുത്തെ പൗരന്മാർക്ക് ഒരുപാട് മറ്റു ആളുകളെ അപേക്ഷിച്ച് ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. കാരണം എണ്ണപ്പണത്തിന്റെ ഒരു ചെറിയ വിഹിതം ഭരണകൂടം അവരുടെ ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. അതൊരു കാരണമാണ്. എന്നാലും നമ്മൾ കരുതുമ്പോൾ ഇപ്പോ സൗദിയിലൊക്കെ നടക്കുന്ന ഈ റിഫോർമേഷൻ എന്ന് പറഞ്ഞ പേരിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഉണ്ട്. അതിന് പോലും ഈ ജനാധിപത്യത്തിന്റെ ചുവ ഇല്ലാത്തത് പ്രധാനമായിട്ട് ഇനി ഈ എന്താ പറയാ, ജനാധിപത്യം അവിടെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതിനെതിരെ ഉള്ള ഒരു എന്താ പറയാ, അതിന് അനന്തരഫലം അതിനെതിരെ ആയിരിക്കും എന്നാണ്. കാരണം ഇപ്പൊ ഈ നിങ്ങള് എന്താ പറയാ, ഈ കുവൈത്തിലാണെന്ന് തോന്നുന്നു, കുവൈത്തില് ഈ അടുത്ത് അവര് രാജാവ് വന്നിട്ട് പാർലമെന്റ് പിരിച്ചുവിട്ടു. അവിടുത്തെ സംഭവം ഇവര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം നയങ്ങളൊന്നും രൂപീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് മൂപ്പര് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഇതൊരു മിഡിൽ ഈസ്റ്റ് പ്രശ്നമാണ് കേട്ടോ. ഇത് മറ്റു രാജ്യങ്ങൾ, ഇപ്പോ നിങ്ങൾ ഫ്രാൻസിലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ ഇതൊന്നും സംഭവിക്കില്ല. അവിടെ എപ്പോഴും ഈ എന്താ പറയാ, വലതുപക്ഷ ശക്തികളെയൊക്കെ മാറ്റി ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ആ ജനാധിപത്യത്തിൽ എല്ലാവർക്കും അവർക്ക് എന്താ പറയാ ഫെയർ ആയിട്ടുള്ള എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ജനാധിപത്യം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് യൂറോപ്പിന്റെ ഒരു സംസ്കാരം. പക്ഷെ നമ്മൾ ഇതേ സംഭവം ഈ മിഡിൽ ഈസ്റ്റ് നമ്മൾ പറയുമ്പോ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എല്ലാ സംസ്കാരങ്ങളും ഒരുപോലെയല്ല ചിന്തിക്കുന്നത്. എല്ലാ മതങ്ങളും ഒരുപോലെ മോശമല്ല അല്ലെങ്കിൽ ഒരുപോലെ നല്ലതാണ് എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ എല്ലാ എന്താ പറയുക ഗ്രൂപ്പുകളും എല്ലാ ഗോത്രങ്ങളും ഒരുപോലെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഒരു മൂഢധാരണ. ഒരു ഈ പാശ്ചാത്യരുടെ ഒരു മണ്ടത്തരമാണ്. അവർ ഈ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകളെ എന്താ പറയാ സിമ്പതൈസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ ഓസ്ട്രേലിയയിലും അമേരിക്കയിലൊക്കെ ഇപ്പൊ അവിടുത്തെ ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ആളുകളെ, അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള പഴയ അവരുടെ കൾച്ചറിന് അവരോടുള്ള സിമ്പതി അല്ലെങ്കിൽ മുസ്ലിങ്ങളോടുള്ള സിമ്പതി, ഇതൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാവുന്നത് ലോകത്തെ എല്ലായിടത്തും ഉള്ള സംസ്കാരങ്ങളും ഒരുപോലെ മാന്യന്മാരൊന്നുമല്ല. അവർക്ക് ഓരോ കാര്യങ്ങളും ഏറ്റക്കുറച്ചിലുകളുണ്ട്. പല കാര്യങ്ങളും പാശ്ചാത്യരെക്കാളും മോശമാണ്. അവർ ഈ സിമ്പതി കാണിക്കുന്ന പല ഗോത്രങ്ങളും, മുസ്ലിങ്ങളാവട്ടെ മറ്റു ഗോത്രങ്ങളാവട്ടെ, അവരുടെ ഈ പാശ്ചാത്യ സംസ്കാരത്തെക്കാളും മോശമാണ്. കോളനി വൽക്കരിച്ചു അല്ലെങ്കിൽ സാമ്രാജ്യത്വവൽക്കരണം ഒക്കെ നടത്തി കഴിഞ്ഞാലും ഇപ്പോ പാശ്ചാത്യർ കൊണ്ടുനടക്കുന്ന ധാർമ്മികതയെക്കാളും മോശമാണ് അവരുടെ ധാർമ്മികത. പക്ഷെ അത് മനസ്സിലാക്കാതെ ഇതുപോലത്തെ ആളുകളെ പ്രീണിപ്പിക്കുന്നു എന്നുള്ള പ്രശ്നം. അതുകൊണ്ടാണ് ഈ ജനാധിപത്യം നിങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ അത് ഗുണകരമായിട്ടുള്ളൊരു ഉദ്ദേശം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അവിടെ നടക്കാൻ പോകുന്നത് ഇതുപോലത്തെ സംഘടനകൾ ഏറ്റെടുക്കുകയും ഈ നേരെ തിരിച്ച് വീണ്ടും മറ്റൊരു ഏകാധിപത്യമായിട്ട് അത് മാറും. അതായത് ഇസ്ലാമിക ഏകാധിപത്യം. ഇപ്പോ പാകിസ്ഥാനിലെ ചില പ്രദേശങ്ങളിൽ നടക്കുന്ന, അവിടെ അഫ്ഗാനിസ്ഥാനില് ഇസ്ലാമിക രാജ്യം അവർ സ്ഥാപിച്ചിട്ടും ഒന്ന് ആലോചിച്ച് നോക്കാം, അവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്നത് താലിബാൻ ആണെങ്കിൽ ഇപ്പൊ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത് താലിബാന്റെ ആൾക്കാരെ പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി വേറെ കുറച്ച് ആൾക്കാർ. അതുപോലെ ഈ എന്താ പറയാ മറ്റ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലും, സിറിയയിലാവട്ടെ, ഇറാഖിലാവട്ടെ, ലെബനനിലാവട്ടെ, ഇവിടെയൊക്കെ ഇത് എന്താ പറയാ, ഞാൻ പറയട്ടെ, ഈ ഇസ്ലാമിനെ എപ്പോഴും നമ്മൾ കരുതലോടെ സമീപിക്കണം. ഇസ്ലാമിനോട് ജനാധിപത്യമൊക്കെ പറഞ്ഞ് അവരെ നന്നാക്കാൻ പറ്റും എന്നുള്ളതൊന്നും അത് എനിക്ക് തോന്നുന്നില്ല ഇനി പ്രായോഗികമായിട്ട് സാധിക്കുന്നു. ഒന്നെങ്കിൽ നിങ്ങൾ അവരെ അടക്കി ഭരിക്കണം, ആ രാജ്യം സർവാധിപത്യത്തിൽ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അതേപോലത്തെ ഇസ്ലാം പോലെ ഒരു ഗ്രൂപ്പ്, ഇപ്പൊ നമ്മുടെ അവിടെ സംഖ്യകളുള്ള പോലെ ഒരു തീവ്ര ഗ്രൂപ്പ് അപ്പുറത്ത് വേണം. അതായത് അടി കൊടുത്താൽ അടി കിട്ടും എന്ന് തോന്നത്തക്ക വിധത്തിൽ അവരെ എതിർക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ കട്ട പുകയാണ്. ഇപ്പോ ഞാൻ പ്രധാനമായിട്ട് വീണ്ടും എടുത്തു പറയുന്നത് ഉദാഹരണം പാകിസ്ഥാനാണ്. പാകിസ്ഥാനിലെ പട്ടാള ഭരണം
ഉള്ളത് കൊണ്ട് അവിടെ ഒരു ഏതാണ്ട് ഒരു അർദ്ധ എന്താ പറയാ സ്ഥിരത ഉണ്ട്. എന്നാലും ചില പ്രദേശങ്ങളൊക്കെ എപ്പോഴും ഈ പാക് താലിബാനൊക്കെ കീഴാണ്. അപ്പോ ഇത് ഈ ഒരു വിഷയം പലപ്പോഴും ഈ പാശ്ചാത്യർ മറക്കുന്നതുകൊണ്ടാണ് അവര് ഈ പാശ്ചാത്യ ക്യാമ്പസുകളിലൊക്കെ ഹമാസിനും പലസ്തീനികൾക്കൊക്കെ വേണ്ടി ഈ പലസ്തീനികൾ ഈ പലസ്തീനികൾ അവർക്ക് ഇപ്പോഴും ഈ ഹമാസിനെ കുറിച്ചുള്ള ധാരണ എന്താണെന്ന് നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കുക. അതെ, നമ്മളുടെ പോലുള്ള ധാർമ്മികതയാണ് മറ്റുള്ളവർക്കും എന്നുള്ളത് നിങ്ങളുടെ തെറ്റായ അനുമാനമാണ്. അവരെ മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ അവരോട് എന്ത് ഇസങ്ങളും ഓതാൻ എന്നാണ് എനിക്ക് പറയാം. സാന്ദർഭികമായിട്ടൊരു സാധനം ഒന്ന് ഞാനിവിടെ പ്ലേ ചെയ്യാന്ന് വിചാരിച്ചു. ഈ ഡെമോക്രസിയുടെ കാര്യം പറയുമ്പോൾ, അതായത് ഇപ്പോൾ ഇന്ത്യയുടെ വിഷയം, വാസ് ഇന്ത്യ റെഡി ഫോർ ഡെമോക്രസി, അല്ലെങ്കിൽ ഈസ് ഇറ്റ് കമ്പാറ്റബിൾ ഫോർ ഡെമോക്രസി എന്നുള്ളൊരു ചോദ്യം അത് പണ്ട് ഉണ്ടായിട്ടുണ്ട് ഈ സംഗതി. അപ്പോൾ അത് സംബന്ധിച്ചിട്ട് അംബേദ്കർ പറഞ്ഞ ഒരു സംഗതി ഇപ്പോൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ജസ്റ്റ് ഒന്ന് കാണാം. ഒരു ചെറിയൊരു വീഡിയോ ആണത്, കണ്ടിട്ടുണ്ടോ? അതൊരു രസമുള്ളൊരു സാധനമാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ ഇതിലിതാണ്, അവർ സോഷ്യൽ സ്ട്രക്ചർ ഈസ് ടോട്ടലി ഇൻകമ്പാറ്റബിൾ വിത്ത് പാർലമെൻ്ററി ഡെമോക്രസി. അംബേദ്കർ പണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതൊരു BBC ഇൻ്റർവ്യൂ ആണ്, റെക്കോർഡ് ഇൻ 1953. ഡെമോക്രസി വിൽ നോട്ട് വർക്ക് ഇൻ ഇന്ത്യ ഫോർ ദ സിമ്പിൾ റീസൺ വി ഹാവ് ഗോട്ട് എ സോഷ്യൽ സ്ട്രക്ചർ വിച്ച് ഈസ് ടോട്ടലി ഇൻകമ്പാറ്റബിൾ വിത്ത് പാർലമെൻ്ററി ഡെമോക്രസി. ഇത് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, ഇസ്ലാം ഈസ് നോട്ട് റെഡി. അല്ലെങ്കിൽ ഇസ്ലാമിൽ ജനിച്ച് വളർന്ന ഒരു സാമൂഹിക ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഉള്ള ഒരു സ്ഥലത്ത് ഡെമോക്രസി നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഈവൻ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസംഗിച്ച് നടന്നിരുന്ന സാധനമാണ്. ഇന്ത്യയുടെ വിമോചനം ഇസ്ലാമിലൂടെ, ഇപ്പോൾ നമ്മൾ കണ്ടു ശരിയ ഫോർ UK, ഇസ്ലാം ഈസ് എ ക്യാൻസർ, ഡെമോക്രസി ഈസ് എ ക്യാൻസർ, ഇസ്ലാം ഈസ് ദ ആൻസർ എന്ന് അവർ പറയുമ്പോൾ അവർ പറയുന്നത് ഇതേ സാധനം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ കാണേണ്ടത്, അംബേദ്കർ ഈ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഷേപ്പ് ചെയ്തു, അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി, അതിൻ്റെ ശില്പി എന്ന് നമ്മൾ പറയുന്നു. അതുകൂടാതെ നമ്മളിപ്പോൾ ജനാധിപത്യവാദികൾ ഏറ്റവും കൂടുതൽ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളാണ്. ഈവൻ ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാർ പോലും അവരുടെ സ്ഥാനം ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പോലും പൊക്കി പിടിച്ച ഐക്കണാണ് ഈ അംബേദ്കർ എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് കേൾക്കാം. സൗണ്ട് എത്രയേ ഉള്ളൂ കേട്ടോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് കേൾക്കുന്നില്ല, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ചെറുതാ, ശബ്ദം കുറവാന്ന് തോന്നുന്നു. പഴയ വീഡിയോ ഇത് കാരണം ഓഡിയോ പ്രശ്നം. കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കുന്നില്ല, പക്ഷെ ഈ ലൈവ് ഞാൻ നോക്കിയപ്പോൾ കേൾക്കുന്നുണ്ട് ചെറുതായി. ആണോ? ഓക്കെ, അത് സൗണ്ട് വളരെ കുറവാണ്. എനിക്ക് പഴയ വീഡിയോ വരെ ഇതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. സം പാർട്സ് ആർ ഇനോഡിബിൾ, അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അംബേദ്കർ ചോദിക്കുകയാണ് അവതാരകൻ, ഇൻ എ ഫോർമൽ സെൻസ് ഇഫ് യു വാണ്ട് ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഐ മീൻ ദർ വുഡ് ബി എ എന്താണ് പാരാഫെർനേലിയ ഓഫ് ഡെമോക്രസി, കിൻക്വേനിയൽ, every 5 years, elections, prime ministers and so on. So അങ്ങനെ ചോദിച്ചു വെക്കുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അതിൽ ചോദിക്കണേ, it does convey to me a part of the system, but what do you mean in a formal sense? Do you mean in a fundamental sense or എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യം അവിടെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിൽ പറയുന്നത്, ഡെമോക്രസി വിൽ നോട്ട് വർക്ക് ഫോർ ദ സിമ്പിൾ റീസൺ വി ഹാവ് ഗോട്ട് എ സോഷ്യൽ സ്ട്രക്ചർ വിച്ച് ഈസ് ടോട്ടലി ഇൻകമ്പാറ്റബിൾ വിത്ത് പാർലമെൻ്ററി ഡെമോക്രസി. ഇത് ഈ സെൻറ്റൻസ് ആണ് അതിൽ ഹൈലൈറ്റ്. അതിന് കുറേ കാര്യങ്ങൾ വേറെയും പറയുകയാണ്. ദ സോഷ്യൽ സ്ട്രക്ചർ ഓട്ട് ടു ബി ഓൾട്ടേർഡ്. ഐ എം ക്വൈറ്റ് prepared to say that it will take some time for the social structure to be altered if you want to do it in a peaceful way, but then somebody must be making the effort to change the social system. അതിൽ ഏറ്റവും പ്രധാനം നമ്മളുടെ ഇവിടുത്തെ ഈ നമ്മളെ വർണ്ണ സിസ്റ്റം, ജാതി വ്യവസ്ഥിതിയും അതുപോലുള്ള സംഗതികളൊക്കെയാണ്. അപ്പം അങ്ങനെ പറഞ്ഞു വെക്കുന്നൊരു സംഗതി. അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്,
ഈ സോഷ്യൽ സ്ട്രക്ചർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഡെമോക്രസി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അമേരിക്ക താലിബാനെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയിട്ട് ഒരു പതിറ്റാണ്ടോളം അവിടെ കണിഞ്ഞ് ശ്രമിച്ചു അവിടെ ഡെമോക്രസി ഒന്ന് പിടിപ്പിച്ച് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മരുഭൂമിയിൽ കൊണ്ടുപോയി തുളസി നട്ടാൽ വളരില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ അവസ്ഥ. നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാമിക രാജ്യത്ത് കൊണ്ടുപോയിട്ട് ഡെമോക്രസി നടാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. മരുഭൂമിയിൽ വളരണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല കുന്നിൻ ചെരുവിൽ ഒറ്റപ്പന തന്നെ നടണം, എന്നാലേ അവിടെ വേര് പിടിക്കുകയുള്ളൂ എന്നതാണ് അവസ്ഥ. അതിൻ്റെ കാരണം ആ ഒരു സ്ട്രക്ചറാണ്. ഒരു ഇസ്ലാമിൻ്റെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു എല്ലാത്തിലും ഒരു ആളെ ഒരു വൺനെസ് എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്ത് അവരിപ്പോൾ പൊക്കിപ്പിടിക്കും. ഇപ്പോൾ ഏകദൈവം എന്ന് പറയുന്ന പോലെ, ഒരു ഇമാം എപ്പോഴും വേണമെന്ന് പറയുന്ന പോലെ, അങ്ങനെ ഒരു ഖലീഫ എന്ന് പറയുന്ന സിസ്റ്റം തന്നെയാണ് അവിടെ വരുന്നത്, ആ ഒരു കാഴ്ചപ്പാട് തന്നെ. അപ്പോൾ അവർക്ക് എപ്പോഴും ആ രീതിയിലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ശരി തെറ്റുകളൊക്കെ നിശ്ചയിക്കുന്നത് അവരിലൂടെയല്ല, അത് മുകളിൽ നിന്നുള്ള ഒരു സാധനം വന്നാൽ മാത്രമാണ് അവർക്ക് അതിനകത്ത് ഇടപെടാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അത് എടുക്കാൻ കഴിയുള്ളൂ എന്നൊക്കെയുള്ള സംഗതികൾ ഉള്ളതുകൊണ്ട് എളുപ്പമല്ല ഈ തുളസി മരുഭൂമിയിൽ വളർത്താൻ. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു തിരിച്ചറിവാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഡെമോക്രസി തെറ്റാണ് എന്നുള്ള അല്ല കേട്ടോ നമ്മൾ ഈ പറഞ്ഞു വെക്കണം. അത് ആരും തെറ്റിദ്ധരിക്കരുത്. ഇൻകമ്പാറ്റിബിൾ ആകുന്നു, അതിനുള്ള കാരണമാണ് നമ്മൾ പറയുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ അക്കാര്യത്തിൽ വളരെയധികം മികച്ചൊരു രാജ്യമാണ് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അങ്ങനെ ഡെമോക്രസി ഇവിടെ വേര് പിടിക്കാൻ വലിയ വടവൃക്ഷമൊന്നും ആയില്ല എന്നുണ്ടെങ്കിൽ തുളസി വാടാതെ നിൽക്കുന്നുണ്ടല്ലോ ഇന്ത്യയിൽ. അതിൻ്റെ കാരണം ഇപ്പോൾ കുറച്ചെങ്കിലും ഈ രീതിയിൽ മാറി ചിന്തിക്കാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും പാകത്തിനുള്ള ഒരു ജനതയായിട്ട് നമുക്ക് അല്പമെങ്കിലും മാറാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് അതിലൊരു കാര്യം. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ സെക്യുലർ മൂല്യങ്ങൾ കൂടി നമ്മൾ അതിനകത്ത് ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളൊരു സംഭവം. അപ്പോൾ നമ്മളെ കെ മുഹമ്മദ് പറഞ്ഞു തന്നെയാണ് എനിക്ക് എപ്പോഴും അതിൽ പറയാനുള്ളത്. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് സെക്യുലർ കൺട്രി ആയിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇവിടുത്തെ മെജോറിറ്റി അത് മുസ്ലിങ്ങളല്ലാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ അത് ഹിന്ദുക്കളായതുകൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ പറയും. അത് ആവർത്തിച്ച് ഏറ്റുപറയും. അത് ജസീമിന് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ അതിൽ? അല്ല, ഞാൻ പറയാം, ഈ ഹിന്ദുക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോ നിങ്ങളൊന്ന് പകരം ആലോചിച്ച് നോക്കുക. ഇവിടെ മുസ്ലിങ്ങളായിരുന്നു ഇന്ത്യ തുടക്കത്തിലെ ജനാധിപത്യത്തിൽ തുടങ്ങിയിരുന്നെങ്കിൽ 1947 ഓഗസ്റ്റ് 15 ഭൂരിപക്ഷം 88% മുസ്ലിങ്ങളും ബാക്കിയുള്ളവരൊക്കെ വേറെ ഏതൊക്കെ മതക്കാര്. എന്നിട്ട് 2024 വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എത്ര ഉറപ്പോടെ പറയാൻ പറ്റും 2024 ഇവിടെ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവും, ഇവിടെ ജനാധിപത്യം ഉണ്ടാവും? നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇത് നിരവധി തെളിവുകളുണ്ട്. ഇപ്പൊ ഈ തുർക്കിയിലടക്കം ഇസ്ലാമിനെ അടക്കി വെച്ചത് കൊണ്ടാണ്, ഒരു കാലഘട്ടത്തിൽ അടിച്ചമർത്തിയത് കൊണ്ടാണ് ഇപ്പോഴും തുർക്കിയായിട്ട് നടക്കുന്നത്. തുർക്കിയെ യൂറോപ്യവൽക്കരിച്ചത് കൊണ്ടാണ് തുർക്കിയിൽ ഇപ്പോഴും കുറച്ചെങ്കിലും സമാധാനമുള്ളത്. അതും അവിടെ ഇപ്പോഴും എർദോഗാൻ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവിടെ ഇപ്പൊ ഏതെങ്കിലും തോതിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ, തുർക്കി എന്ന രാജ്യം ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, പണ്ട് ഈ മതത്തെ അവര് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചത് കൊണ്ടാണ്. അവരെന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു ഏകാധിപത്യമാണ് കേട്ടോ. നിങ്ങൾ ആരും എന്ത് കരുതരുത്, തുർക്കി ഒരു ജനാധിപത്യമായിട്ട് തുടങ്ങിയ രാജ്യമല്ല. അവരുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇസ്ലാം തന്നെ ആയിരുന്നു കുറെ കാലം. പിന്നീട് അത് അവര് മഹായുദ്ധത്തിലൊക്കെ ഉള്ള പരാജയവും അതുമായി ബന്ധപ്പെട്ടുള്ള തിരിച്ചടിയൊക്കെ നേരിട്ട ശേഷം അവിടെ വന്നിട്ടുള്ള റിഫോമിസ്റ്റുകൾ അവിടെ അടക്കി ഭരിക്കുകയാണ്. അവര് ജനാധിപത്യം കൊണ്ട് എല്ലാവർക്കും ഇത് അനുവദിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. അപ്പോൾ അവർ ഇസ്ലാമിനെ മാറ്റി വെച്ചിട്ട് ഈ ഇസ്ലാമിനെ പൊതുമധ്യത്തിൽ നിന്ന് എങ്ങനെയൊക്കെ തിരിച്ചടി കൊടുത്ത് ഒഴിവാക്കാൻ പറ്റും ഒഴിവാക്കിയിട്ടാണ് തുർക്കി ഇന്ന് ഈ നിലയിലെത്തിയത്. ഇപ്പൊ ഒരു യൂറോപ്യൻ രാജ്യമായിട്ട് തുർക്കി നിങ്ങൾ പലപ്പോഴും മുസ്ലിങ്ങൾ പലപ്പോഴും എണ്ണി പറയുന്ന രാജ്യം തുർക്കിയാണ് എല്ലാ നല്ല കാര്യങ്ങൾക്കും. പക്ഷെ തുർക്കിയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാല് തുർക്കി എവിടെ നിന്നാണ് തുടങ്ങിയതെന്നും എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. തുർക്കിയുടെ കാര്യം പറഞ്ഞപ്പോ ഈ സാധനം ഒന്ന് കണ്ടേക്കൂ. ഇത് കണ്ടിരുന്നോ? ഇതൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ ഇതൊരു വിട്ടുപോയതാണ്. ഏതായാലും ഇപ്പോൾ അത് മെൻഷൻ ചെയ്തപ്പോൾ അത് ഓർമ്മ വന്നുകൊണ്ട് കയ്യോടെ അതങ്ങ് എടുത്തു. തുർക്കിയിൽ ഒരു രാമക്ഷേത്രം അത് മുസ്ലിം പള്ളിയാക്കി മാറ്റി എന്നുള്ളതാണ് പുതിയ വാർത്ത. അത് എന്താണ്, ഒരു ഏൻഷ്യന്റ് ചർച്ച് വിത്ത് പ്രൈസ്ഡ് മൊസൈക്സ് ടു മുസ്ലിം വർഷിപ്പ്. ഇത് രണ്ടാമത്തെ ചർച്ച്. നമ്മളുടെ ഹയാ സോഫിയ എന്നൊക്കെ പറയുന്ന ആ സംഗതിക്ക് ശേഷം ഇപ്പോൾ മെയ് 10 വന്ന വാർത്തയാണ് 2024. അത് 7 ദിവസം മുന്നേ അത് ഇതേപോലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പള്ളിയാക്കി തുറന്നു കൊടുത്തു എന്നുള്ളതാണ് അതിനകത്ത് കാണുന്നത്. അപ്പോൾ അതിൽ കുറേ ചിത്രങ്ങളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവിടെ ഇതൊരു
മുസ്ലിം പള്ളിയാക്കിയിട്ട് ഇപ്പോൾ മാറിയതിൻ്റെ കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കാക്കാമാർ അവിടെ ഇരുന്നിട്ട് സുന്നത്തൊക്കെ നിസ്കരിക്കുന്നുണ്ട്. അവിടെ കൊടി നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് അവിടുത്തെ വാർത്ത. അപ്പോൾ 2020 നമ്മളുടെ ഹയ സോഫിയ അത് ഇതേപോലെ പള്ളിയാക്കി മാറ്റിയത്. അന്ന് അത് വലിയ സംഭവമായിട്ട് ഇവിടെ കൊട്ടിഘോഷിച്ചു നമ്മുടെ നാട്ടിലെ കാക്കാമാർ. പ്രത്യേകിച്ച് തേജസ്സാണോ നമ്മൾ സിറാജാണോ അതിനെ പ്രകീർത്തിച്ചിട്ടൊരു വാർത്തയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ വിവാദമായതാണ്. പിന്നെ ഇത് വലിയ ഒരു മ്യൂസിയമായിട്ട് നിലനിർത്തേണ്ട ഒരു സാധനം തന്നെയാണ്. പക്ഷേ അവരത് ഇതിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. വിസിറ്റേഴ്സ് വ്യൂസ് ഓൺ കൺവേർഷൻ ഡിസിഷൻ മിക്സ്ഡ് എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. കാരണം മിക്സ്ഡ് ആവാൻ കാരണം തുർക്കിയിൽ ഇപ്പോഴും ജനാധിപത്യവാദികളും അതുപോലെ തന്നെ സെക്യുലർ വാദികളും അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ അത്തരം ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ അവിടെ വരുന്നത്. ഇതിൽ എർദോഗാൻ, എ ചാമ്പ്യൻ ഓഫ് പയസ് മുസ്ലിംസ് ഇൻ തുർക്കി ആൻഡ് ഹെഡ് ഓഫ് എ പാർട്ടി വിത്ത് ഇസ്ലാമിസ്റ്റ് റൂട്ട്സ് turned Istanbul's world-renowned Hagia Sophia from a museum into a mosque in 2020 in a ceremony attended by tens of thousands of people. അപ്പോൾ പുള്ളി അവിടെ ശരിക്കും ഈ വർഗീയ കാർഡ് കളിച്ച് തന്നെയാണ് അവിടെ ചാമ്പ്യൻ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മേഖലയിൽ. നമ്മൾ ഇമ്രാൻ ഖാൻ ആണെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് എന്ന് നമുക്കിവിടെ കാണാം. ദാറ്റ് മൂവ് വാസ് ക്രിറ്റിസൈസ്ഡ് ബൈ ചർച്ച് ലീഡേഴ്സ് ആൻഡ് സം വെസ്റ്റേൺ കൺട്രീസ് ഹു സെഡ് റീകൺവേർട്ടിംഗ് Hagia Sophia risked deepening religious rifts. അതായത് പരമായിട്ടുള്ള ആ ഒരു വേർതിരിവുകൾ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. Erdogan said this was interference in sovereign rights and that he was determined to protect Muslims' rights. ഓക്കെ, മുസ്ലിങ്ങളുടെ റൈറ്റ്സ് പൊക്കിപ്പിടിക്കുന്നത് ആര് തന്നെയായാലും അവൻ്റെ ഗതി അധോഗതിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. തുർക്കി നമുക്ക് അധികം വൈകാതെ ആ ഒരു ലെവലിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ആ ഒരു വാർത്ത. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. ഇവിടെ പറഞ്ഞു നമ്മൾ ഈ തുർക്കി ഇന്ന് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയൊരു സംഭവമായിട്ടാണ് പറയുന്നത്. മാത്രമല്ല നമ്മളുടെ 2047 ഇസ്ലാമിക് രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഒരു ഡോക്യുമെൻ്റ് ഇറക്കിയപ്പോൾ അതിനകത്ത് ലാസ്റ്റ് പറയുന്നൊരു പാരഗ്രാഫിൽ അവർ എഴുതുന്നത് ഇങ്ങനെയാണ്. അതായത് when the final day comes, it is the time for the final showdown comes, അവിടെ we will have to സെർച്ച് ഫോർ ഔട്ട്സൈഡ് ഹെൽപ്പ് എന്ന് പറയുകയും അതിൽ അവർ ഏറ്റവും ആദ്യം എടുത്തു പറയുന്ന രാജ്യം, അങ്ങനെ പുറത്തു നിന്നുള്ള സഹായം സ്വീകരിക്കുന്ന കൂട്ടത്തിൽ അവർക്ക് സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരാൻ സാധ്യതയുള്ള രാജ്യങ്ങളായിട്ട് അവർ ആദ്യം എണ്ണിയിരിക്കുന്നത് തുർക്കിയാണ്. ഓക്കെ, അത് ഈ തുർക്കിയെ ഇങ്ങനെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ സഹായിയായിട്ട് കാണുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടുകാർ മാത്രമല്ല, ഹമാസ് ആദ്യം വിളിച്ചത് ഈ തുർക്കീനെ തന്നെയാണ്. ഇറാനിനെയും തുർക്കീനെയും തന്നെയാണ് ഹമാസും വിളിച്ചത്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇതുപോലുള്ള മേഖലയിൽ തീവ്രവാദികളുടെ സ്വന്തം രാജ്യമായിട്ട് നമുക്ക് കാണാവുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യമാണ് നമ്മുടെ നാട്ടിലെ പോപ്പുലർ ഫ്രണ്ടുകാരും SDPIക്കാരും ഇവിടുത്തെ കുറേ കാക്കാമാരും എല്ലാം ഇവിടെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഇത് ഇവർ മാത്രമല്ല, പണ്ട് ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടായ സമയത്ത് അന്നും ഈ ഖിലാഫത്ത് അതിൻ്റെ പേരിൽ എവിടെ നിന്നാണ് ആ സാധനം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അന്നത്തെ ഓട്ടോമൻ എംപയർ അതുമായി ബന്ധപ്പെടുത്തി തന്നെയാണ്. അന്നും വില്ലൻ തുർക്കി തന്നെയാണ്. അപ്പോൾ തുർക്കി എന്ന് പറയുന്ന രാജ്യം അതൊരു ചെറിയ മീനല്ല എന്നുള്ളതൊന്ന് ഓർക്കാനും കൂടി വഴിവെച്ചു. ജസീം അത് ഓർമ്മിപ്പിച്ചാൽ നന്നായി. ഓക്കെ, വളരെ നന്ദി. യെസ്, അതിലെന്തെങ്കിലും പറയാനുണ്ടോ കൂടുതൽ? അല്ല, ഞാൻ ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാറിപ്പോയത്. അപ്പോ ഹിന്ദുക്കള് ഈ ഹിന്ദു വിഭാഗത്തിന്റെ അത് പൊതുവിൽ ക്രിസ്ത്യാനികൾക്കും, ഇപ്പൊ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ, അമേരിക്കയിൽ അത് ഒരു വലതുപക്ഷം ഉണ്ട് അവിടെ. പക്ഷെ അവര് എന്താ പറയാ, അവർക്ക് വേറെ കുറെ ആവശ്യങ്ങളൊക്കെയാണ്. തോക്ക് കൈവശം വെക്കാനുള്ള ആഗ്രഹം, അബോർഷൻ, ഇതൊക്കെയാണ് അവിടെ പ്രധാനപ്പെട്ട വിഷയം. എന്നാലും ഇപ്പൊ യൂറോപ്പിലെയും അമേരിക്കയിലെയും ക്രിസ്ത്യാനികള് അവര് ഇന്ത്യയിലെ ഹിന്ദുക്കളും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവരേതാണ്ട് ജനാധിപത്യവുമായിട്ട് സമന്വയിച്ച് അല്ലെങ്കിൽ അതുമായി ഇഴുകിച്ചേരാൻ അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പറ്റും. ഇന്ന് നമ്മൾ അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലഘട്ടം 2024 എത്തുമ്പോൾ ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കാൻ അത് നമ്മുടെ ആവശ്യമാണെന്ന് ഹിന്ദുക്കളിൽ ഒരു വിഭാഗത്തിന് അറിയാം. ഹിന്ദുക്കളിൽ ഇപ്പോ ഒരു വിഭാഗം ജനാധിപത്യത്തെ ഇനിയിപ്പോ ഒരു മതവിഭാഗം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മത ഗ്രൂപ്പുകൾ ജനാധിപത്യം വേണ്ട എന്ന് പറഞ്ഞാലും അതിനെ എതിർക്കാൻ കുറെ ഹിന്ദുക്കൾ അപ്പുറത്തുണ്ടാവും. പക്ഷെ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഇതല്ല സംഭവിക്കാൻ പോകുന്നത്. മുസ്ലിങ്ങള് നേരെ തിരിച്ചാണ്. അവരുടെ ഒരു എന്താ പറയുക, ഇത്തരം വിരോധാഭാസമാണ്. അവര് ഏകാധിപത്യമുള്ള ഒരു രാജ്യത്ത് നിന്ന്, അല്ലെങ്കിൽ ഏകാധിപത്യ പ്രവണതകളുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടക്കും. സിറിയയിൽ നിന്നും ലെബനനിൽ നിന്നും അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഓടിപ്പോവാണ്. എന്നിട്ട് ഓടിപ്പോയിട്ട് അവര് ജനാധിപത്യത്തിലുള്ള രാജ്യത്ത് എത്തിയിട്ട് അവിടെ അതാണ് ഞാൻ പറഞ്ഞത്. അതെ, മുസ്ലിങ്ങൾക്കെതിരെ പ്രധാനമായിട്ട് ഈ ഇസ്ലാമിന്റെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നടപടി എടുക്കാതിരുന്നു കഴിഞ്ഞാൽ
നിങ്ങളുടെ ജനാധിപത്യത്തെ, നിങ്ങളുടെ രാജ്യത്തെ ജനാധിപത്യത്തെ അവർ തകർക്കും. അവരവിടെ വന്ന് താമസിച്ചിട്ട് അവിടെ അവരെവിടെ നിന്നാണോ വന്നത് അവിടുത്തെ പ്രശ്നങ്ങൾ അവിടേക്ക് കൊണ്ടുവരികയാണ്. അവര് ചെങ്ങായി യഥാർത്ഥത്തിൽ ഇജ്ജ് ഇതൊക്കെ പറഞ്ഞ് എന്റെ ചാനൽ പൂട്ടിക്കുന്ന തോന്നണേ. അല്ല, ഈ ഇതാ ദ പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്, ഓൺലൈൻ മീഡിയ. ശേഖർ ഗുപ്ത എന്ന് പറഞ്ഞ ആ പുള്ളി അടുത്തൊരു വീഡിയോ ചെയ്തിരുന്നു. അമേരിക്കൻ ക്യാമ്പസുകളിലും യൂറോപ്യൻ ക്യാമ്പസുകളിലൊക്കെ മുസ്ലിങ്ങളായ ആളുകൾ പലസ്തീനു വേണ്ടി സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവരുടെ സ്വന്തം രാജ്യമായിട്ടുള്ള സൗദിയിലും UAE-യിലും അല്ലെങ്കിൽ ബഹ്റൈനിലും ഖത്തറിലും ഇവിടെ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഇവിടെ ഒന്നും അവർക്ക് വോയിസ് ഇല്ല, അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. ഈജിപ്തിലടക്കം അവർക്ക് ഒരിക്കലും പലസ്തീനു വേണ്ടി സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരുടെ പിള്ളേരും അവിടുത്തെ അടുത്ത ജനറേഷനൊക്കെ അല്ലെങ്കിൽ അവരുടെ വംശജര് അമേരിക്കയിലും പാശ്ചാത്യ ലോകത്തുള്ളവര് അവരുടെ ക്യാമ്പസുകളിലുള്ള ആ നാട്ടിലുള്ള ധാർമ്മികത അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ജനാധിപത്യത്തിന്റെ ഫലങ്ങൾ നുകർന്നുകൊണ്ട് അവിടെ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ യഥാർത്ഥ ഫ്രസ്ട്രേഷൻ ഇസ്രായേലിനോടല്ല അത്ര. യഥാർത്ഥ ഫ്രസ്ട്രേഷൻ അവരുടെ സ്വന്തം രാജ്യത്ത് അവർക്ക് വോയിസ് ഇല്ല എന്നുള്ള, അതായത് അവരുടെ ഒറിജിനൽ അവരുടെ നല്ല നിരീക്ഷണമാണല്ലോ. അല്ല, അങ്ങനെയാണ് ആ വീഡിയോയുടെ തീം ശേഖർ ഗുപ്ത പറയാൻ ശ്രമിക്കുന്നതാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസൈറ്റ് ആണ്. ഞാനത് കണ്ടിട്ടില്ല, പക്ഷേ ആ ഒരു സെയിം ഒപ്പീനിയൻ പല സ്ഥലങ്ങളിലും പങ്കുവെക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്, ആ ഒരു സെയിം സംഗതി. യെസ്. അപ്പോൾ എന്തായാലും ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് മാറുന്നു. നമ്മളുടെ ഒരു UAE മിനിസ്റ്ററുടെ ആ ഒരു സംഗതി ഉണ്ടല്ലോ, അതും കൂടി നമുക്കൊന്ന് കാണിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വിശ്വാസികളുടെ അവസരം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. എന്താ സമയമുണ്ടോ? ഓക്കെ, ഒരു സെക്കൻഡ്, ഞാൻ ഇതൊന്ന് കാണിച്ചേക്കട്ടെ. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറയാനുള്ള സംഗതി കാണാൻ പറ്റുന്നുണ്ടോ? എത്തിയിട്ടില്ല. ഓക്കെ, ഇത് നമ്മളെ UAE മിനിസ്റ്റർ പറഞ്ഞ സംഗതിയാണ്. There will come a day that we will see far more radical extremists and terrorists coming out of Europe because lack of decision making or trying to be politically correct or assuming that they know the Middle East and they know Islam far more than we do എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞ് വീഡിയോ പ്ലേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഓരോ ശ്വാസത്തിലും ഇന്ത്യയിലടക്കം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട സാധനമാണ്. ഇത് അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് പോയി എന്നുള്ളത് കൊണ്ടല്ല, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന അവരുടെ വിശ്വാസപരമായിട്ടും അവരുടെ ആശയപരമായിട്ടുള്ള ഒരു വൈകല്യം കൂടിയുണ്ട് ഇതിനൊരു ബേസ് എന്നുള്ളത് തന്നെയാണ് ഞാനിതിനകത്ത് പറയാം. കാരണം അവർക്കെപ്പോഴും ഈ മതേതരത്വം വേഴ്സസ് ഇസ്ലാം, സെക്യുലറിസം വേഴ്സസ് ഇസ്ലാം, പീസ് വേഴ്സസ് ഇസ്ലാം എന്ന് പറയുന്ന സമയങ്ങൾ വരുമ്പോൾ അവരെപ്പോഴും ഇസ്ലാമിനാണ് അവിടെ പ്രാമുഖ്യം കൊടുക്കുക. അവിടെ മതേതരത്വം രണ്ടാമതാണ് വരിക, സെക്യുലറിസം രണ്ടാമതാണ് വരിക, പീസ് സമാധാനം എന്ന് പറയുന്നത് പോലും രണ്ടാമതാണ് വരിക. ആദ്യം മതമാണ്. ആ മതത്തിൻ്റെ പേരിലുള്ള അക്രമം വേഴ്സസ് പീസ് എന്നുള്ളതാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ മതത്തിൻ്റെ പേരിലുള്ള അക്രമമായിരിക്കും അവർ തിരഞ്ഞെടുക്കുക എന്നത് ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അത് സൂക്ഷിക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഇത് സാധാരണ മുസ്ലിങ്ങൾ ഇതിനകത്ത് ബാധകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റനോട്ടത്തിൽ അത് ബാധകമല്ല എന്ന് തന്നെയാണ് ഞാനും പറയുള്ളൂ. പക്ഷേ അത് ബാധകമാകുന്നൊരു സാഹചര്യം, അങ്ങനെ ഒരു ഇഫ് ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ കൈവിട്ട് പോകും എന്നുള്ളതാണ് അതിൻ്റെ കുഴപ്പമായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇത് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇസ്ലാം പഠിച്ച മുസ്ലിങ്ങൾ രണ്ട് കൂട്ടരുണ്ട് നമ്മൾ പറയാറുണ്ട്. ഒന്ന് എക്സ് മുസ്ലിങ്ങളും, രണ്ട് പൊട്ടിത്തെറിച്ചവരും. പൊട്ടിത്തെറിച്ചവരെ നിങ്ങൾക്ക് പേടിക്കേണ്ട, കാരണം അവർ ഓൾറെഡി പൊട്ടിത്തെറിച്ച് പോയി, അല്ലെങ്കിൽ അവർ ഓൾറെഡി ഐഡൻറ്റിഫൈഡ് ആണ് ആരൊക്കെയാണ് എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ
അതല്ലാതെയുള്ള ആളുകൾ, ഈ എക്സ് മുസ്ലിമും അല്ല, ഈ പറയുന്ന ജിഹാദികളും അല്ലാതെ പുറത്ത് മാറി നിൽക്കുന്ന ആളുകൾ, അവരെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അവരിലൂടെ എന്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാനും പറ്റാത്തൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. അവരെയാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പോലും ഈ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരം അവരതിൽ വിജയിക്കുന്നത് നമ്മൾ കാണുന്നത്. ആ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പുറത്തെ രാഷ്ട്രീയം കളിക്കുകയും ചെയ്യും. ഇതേ ആളുകളിൽ നിന്നുള്ള നമ്മളുടെ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ ഇതേ കൂട്ടം മുസ്ലിങ്ങളെ തന്നെ ഉപയോഗിച്ചിട്ടാണ് അവരുടെ അജണ്ടയെ നടപ്പിലാക്കുക. രണ്ടും ഒരേ കൂട്ടം മുസ്ലിങ്ങളെ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതും കൂടി വരുമ്പോഴാണ് ഇപ്പം മമ്മൂട്ടിയൊക്കെ ഇതിൻ്റെ ഇരയായി മാറി എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ കുറച്ച് ഓഡിയൻസിന് ഒരു അവസരം കൊടുക്കാമെന്ന് വിചാരിക്കണം. അധികം വിശ്വാസികൾക്കൊരു പ്രയോറിറ്റി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു, അല്ലേ? യെസ്, ഞാൻ ലിങ്ക് ഇതിൽ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്ത ഞാൻ പറയാണ്. നമ്മളുടെ ചാനൽ സാധാരണ കാണുന്ന ആളുകളുടെ ഒരു ഡെമോഗ്രാഫിക്സ് നമ്മൾ നോക്കാറുണ്ട്. അപ്പം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളായിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് മോർ ദാൻ അല്ലെങ്കിൽ അറൗണ്ട് 25% ആയിട്ട് സ്ത്രീകൾ തന്നെ ചാനൽ കാണുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷ വാർത്ത ഒന്ന് അറിയിക്കുകയാണ്. സാധാരണ അത് ലെസ് ദാൻ ഒരു 15% ആയിരുന്നു ഉണ്ടായിരുന്നത്. 10 to 15% ആണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ ക്ലോസ് ടു 25% ആയിട്ടുണ്ട് ഈ ലാസ്റ്റ് ഒരു 6-7 മാസത്തെ കണക്ക് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ. അത് വലിയൊരു ഇൻക്രീസാണ് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, സ്ത്രീകളുടെ ആ ഒരു കാഴ്ച. അത് എനിക്ക് തോന്നുന്നു ആ വ്യൂ കൂടുതലും വന്നിരിക്കുന്നത് ഷോർട്സിൽ നിന്നാണ്. സ്ത്രീകളുടെ ആ അറ്റൻഷൻ സ്പാൻ അവിടെ ഒരു പ്രശ്നമാണെന്നാണ് മനസ്സിലാവുന്നത്. ലോങ് വീഡിയോസ്, ലൈവും മറ്റുള്ള വീഡിയോ ഇപ്പോഴും സ്ത്രീകൾ 15% താഴെ തന്നെയാണ്. അതിൽ കൂടുതൽ ആണുങ്ങൾ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഷോർട്സിൽ വലിയ തോതിൽ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് മൊത്തത്തിൽ അവരുടെ സബ്സ്ക്രിപ്ഷനും അതിനകത്ത് കൂടിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഒരു നല്ലൊരു മാറ്റമാണ്. ഈ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയേണ്ട ആളുകളാണ്. മാത്രമല്ല ഇപ്പോൾ നമ്മളുടെ ചാറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് സ്ത്രീകൾ, പേരുകൊണ്ട് സ്ത്രീകളാണെന്ന് മനസ്സിലാകുന്നു, ഫേക്ക് ഐ ഡി ആണെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും ചില ആളുകളെ നമുക്കറിയാം, നേരിട്ട് അറിയുന്നവരുണ്ട്. അപ്പോൾ അവരിലൂടെയും ഇതൊക്കെ നമ്മൾ കാണുന്നു. അവർക്ക് ഒരു വലിയ ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറയുകയാണ്. കാരണം പൊതുവേ നമ്മളുടെ ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാമൂഹികമായ വിഷയങ്ങൾ പറയുന്നിടത്ത്, അത്തരം കാര്യങ്ങൾ പറയുന്നിടത്ത് സ്ത്രീകളുടെ പ്രസൻസ് വളരെ കുറവാണ് പലപ്പോഴും. അതെന്തുകൊണ്ട് കുറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. സാമ്പ്രദായികമായിട്ട് അങ്ങനെ ഉള്ള ചില ഒരു കാര്യമുണ്ട് ഇവിടെ. കാരണം സ്ത്രീകൾ അതൊന്നും നോക്കണ്ട, അതൊക്കെ പുരുഷന്മാർ നോക്കി, അങ്ങനെ ഒരു ലൈനിലാണ് പലപ്പോഴും പെൺകുട്ടികളെ വീടുകളിൽ വളർത്തുന്നത് പോലും. അതിൻ്റെ ഒരു ഹാങ് ഓവർ പോലും പലപ്പോഴും സ്ത്രീകൾക്ക് പോലും ഉണ്ടാവാറുണ്ട്. ഇതൊന്നും ഞാൻ നോക്കേണ്ട കാര്യമല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് വെടിഞ്ഞ് പുറത്തേക്ക് വരണം. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നിടത്ത് നിങ്ങൾക്കൊരു സംവരണം വേണ്ടാത്തൊരവസ്ഥ വരണം. അതായത് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ ഈക്വലി അവിടെ ഉണ്ടാകുന്ന ഒരവസ്ഥ നിങ്ങൾ തന്നെ കണ്ടെത്തണം. അതിനുള്ള എല്ലാ സാഹചര്യമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിനാരും നിങ്ങളെ തടയുന്നില്ല. അപ്പോൾ അതിന് നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് പറയുമ്പോൾ പാർലമെൻറ്റിലില്ലല്ലോ, നിയമസഭയിലില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്നതിൽ അർത്ഥമില്ല. ആരും റെസ്ട്രിക്റ്റ് ചെയ്യാനില്ലാഞ്ഞിട്ട് പോലും ഇതുപോലെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ പൊതുവിഷയങ്ങളോ പറയുന്നിടത്ത് പോലും സ്ത്രീകൾ വരുന്നില്ല എന്നിടത്താണ് ഇതിൻ്റെ പ്രാധാന്യം. നമ്മളുടെയൊക്കെ ഡെമോഗ്രാഫിക്സ് കഴിഞ്ഞ ഇപ്പോൾ 2001 മുതൽ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കണക്കെടുത്ത് നോക്കുമ്പോഴും ഞാൻ പറഞ്ഞ കണക്ക് ഈ ഒരു സംഗതിയാണ്. 15% താഴെയാണ് സ്ത്രീകൾ കാണുന്നത്. ബാക്കി മുഴുവൻ പുരുഷന്മാർ തന്നെയാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. സ്ത്രീകൾ കൂടുതൽ ഇതിലേക്ക് മുന്നോട്ട് വരണമെന്നും കൂടി പറയുകയാണ്. മാത്രമല്ല ഇനി നേരെ തിരിച്ച് ഇപ്പോൾ കുക്കറി ഷോ അല്ലെങ്കിൽ മറ്റ് ബ്യൂട്ടി പ്രോഡക്ട്സോ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ തന്നെയായിരിക്കും കൂടുതലുണ്ടാവുക. നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചില സ്ത്രീകളൊക്കെ രാഷ്ട്രീയം പറയുന്ന ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അവരടുത്ത് പോയിട്ട് പുരുഷന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങൾക്ക് വല്ല കുക്കറി ഷോയും നടത്തിയാൽ പോരെ എന്ന് ഒരു അധിക്ഷേപമായിട്ട് അവരോട് പറയുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇത് നിങ്ങൾക്കും ചെയ്യാവുന്ന, ആരും തടയാനില്ലാത്തൊരു മേഖല തന്നെയാണ്. സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കേണ്ട ഒരു മേഖലയാണ്. നിങ്ങളത് കൂടുതൽ മുന്നോട്ട് വരണമെന്ന് ഒരു സ്പെഷ്യൽ അപ്പീലായിട്ട് നിങ്ങൾ കാണുക. ഈ ഒരു മാറ്റം വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി കാണാൻ തയ്യാറായിട്ടുള്ള സ്ത്രീകൾക്ക് വലിയൊരു നന്ദിയും അല്ലെങ്കിൽ അതിനുള്ളൊരു അപ്രീസിയേഷനും ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ജസീം നോക്കിയിട്ടുണ്ടോ ചാനലിൽ ആ ഒരു ഡെമോഗ്രാഫിക്സ്? എന്റെ ചാനലിലോ? എന്റെ ചാനലിൽ മിക്കവാറും പുരുഷന്മാരാണെന്നാണ് മനസ്സിലാവുന്നത്. 88% പുരുഷന്മാരാണ് കാണുന്നത്. യെസ്, അത് തന്നെയാണ്. ആ ഒരു അറൗണ്ട് അത് തന്നെയാണ് നമ്മളെ ചാനൽ നേരത്തെ ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ 12-13% ആയിരുന്നു സ്ത്രീകൾ ഉണ്ടായിരുന്നത്. അത് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്.
ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ആരും ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല, ലിങ്ക് ഞാൻ ഇട്ടിരുന്നു. യെസ്, ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ വല്ലതും ഉണ്ടോ? ചോദ്യമൊന്നും കാണുന്നില്ലല്ലോ. വൈ യു ബോത്ത് ചൂസ് ടു വെയർ ബ്ലാക്ക് എവറി ടൈം? ഇതാണ് ഒരു ചോദ്യം. അത് എന്നെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്. ഞാനാണ് എപ്പോഴും ഇത് ഷർട്ട് ഇടാറ്. അത് എനിക്ക് ഒരുപാട് കറുത്ത ടീഷർട്ടുകൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതെ. ഓക്കെ, യെസ്. അപ്പോൾ അതൊരു ഒന്നുമില്ല, അത് ഞാനത് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷ്വലി കുറേയും കൂടി നിങ്ങൾക്ക് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്, ഡാർക്ക് സ്ക്രീൻ ആയിരിക്കും നല്ലത്. ബ്രൈറ്റായിട്ട് ഞാനിപ്പോൾ നല്ല ഫ്ലൂറസെൻ്റ് കളറൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം നേരം നോക്കിയിരിക്കാൻ പറ്റില്ല. മാത്രമല്ല എൻ്റെ ആദ്യത്തെ വീഡിയോയുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒരു വൈറ്റ് സംഗതിയായിരുന്നു. അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു കമൻ്റായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് ഡാർക്കാക്ക്, ഇങ്ങനെ ഒരുപാട് നേരം നോക്കിയിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു സംഗതി. അത് പൊതുവേ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു എന്താ പറയുക, കുറച്ചൊരു പ്രൊഫഷണൽ ആവുന്നതിൻ്റെ ഭാഗം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം, പച്ച മലയാളത്തിൽ പറഞ്ഞ. ഒന്ന് ശരിയാക്കിയതാണത്. ഓക്കെ. പിന്നെ ഞാൻ ഈ പറയുന്ന ഇതുപോലുള്ള സംഗതികളൊക്കെ ബ്ലാക്ക് നമ്മളുടെ ഒരു വീക്ക്നെസ് ആണ്. ഇവിടെയുള്ള എല്ലാ സാധനവും ബ്ലാക്കാണ്, അങ്ങനെയും പറയണമല്ലോ. ടേബിള് ബ്ലാക്ക്, എല്ലാം ബ്ലാക്കാണ്, ഇവിടെ മൊത്തം ബ്ലാക്കാണ്. ഓക്കെ, അങ്ങനെ ഒരു സംഭവമുണ്ട്. യെസ്, ഒരാൾ വന്നിട്ടുണ്ട്. യെസ്, പറയൂ സുശാന്ത്, പെട്ടെന്ന് പറഞ്ഞോളൂ. സാർ ആരും റെസ്പോണ്ട് ചെയ്യുന്നത് ഞാൻ വന്നാണ്ടാ. പറയൂ, നല്ല കാര്യം. അല്ല, മമ്മൂട്ടി ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ സാറ് പറഞ്ഞ ഒരു തിയറി കറക്റ്റാണ്. അതായത് സുന്നി മൂത്താല് സലഫി മൂത്ത് കഴിഞ്ഞാല് ജിഹാദി മൂത്ത് കഴിഞ്ഞാല് പൊട്ടിത്തെറി. കറക്റ്റല്ലേ സാറേ? അത് ഇത്രയും നാള് പുള്ളിക്കാരന്റെ അകത്ത് വെച്ച സാധനം എന്താണ് മട്ടാഞ്ചേരി മാഫിയയുടെ ബേസിൽ നിന്നാണ് സാർ പുറത്തിറക്കിയത്. ഞാൻ എറണാകുളംകാരനാ ബേസിക്കലി. മട്ടാഞ്ചേരിയാണോ? മട്ടാഞ്ചേരി നമ്മളിവിടെ തന്നെ, നമ്മള് കൊച്ചി, നമ്മുടെ തറവാട് ഇവിടെ തന്നെ. നമ്മുടെ ഷണായിസില്ലേ, നമുക്ക് അമ്മത്താണ് അറിയാല. ഈ ഷണായിസ് എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്ന സംഭവം, മനസ്സിലായി? ഷണായിസ് തിയേറ്റർ, ഷണായിസ് ഇതെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, കൊങ്ങണി കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്, മനസ്സിലായി? അപ്പൊ ഇയാള് ഇങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. ഇയാളുടെ ഇതുവരെ ഒരു സിനിമ പോലും മറ്റേ ഇതൊന്നുമില്ലല്ലോ, മറ്റേ ഈ ഫിലിം മറ്റേ നമ്മുടെ സിനിമയില് തിയേറ്ററിൽ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല 4 വർഷമായിട്ട്. ഇയാള് OTT പ്ലാറ്റ്ഫോമിൽ മാത്രമേ ഉള്ളൂ. ആരുടെ? ഈ മമ്മൂട്ടിയുടെ പടങ്ങള് സാറ് കണ്ടോളൂ. സാറ് നോക്കണോട്ടോ, ഇതൊക്കെ എക്സാമിൻ ചെയ്യണം, ക്രോസ് എക്സാമിൻ ചെയ്യണം സാർ ഇതൊക്കെ. അതായത് ഒരു കഴിഞ്ഞ 4 വർഷമായിട്ട്, അല്ല നമ്മളും ഒരുപാട് ചാനൽ കാണുന്ന ആൾക്കാരാ. അപ്പൊ ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ മമ്മൂട്ടി അവിടെ പോയിട്ട് നിസ്കരിക്കുന്നു, അവിടെ നമുക്ക് യാതൊരു പ്രശ്നമില്ല, ഹിന്ദുക്കൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ നിസ്കരിക്കുക, നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ സംഭവം ഇത് ചെയ്യുക. നിങ്ങളുടെ മാത്രമാണ് സംഭവം ഇത്. മറ്റുള്ളവർ റോങ് ആണ്. ഇപ്പൊ മോഹൻലാല് ആ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ഒരു പൂജ ചെയ്യുന്നു, ജയറാമിന്റെ വെഡിങ്. ശോഭന വന്നിട്ട് ഒരു സംഭവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇവിടെ എന്താണ് ആരാണ് സാറേ കോൺട്ര ചെയ്യണത്? ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ ഒരു അജണ്ട ഉണ്ട് സാറേ. ഇവിടെ അടിച്ചോടിക്കണമെങ്കിലുണ്ടല്ല, ഞാൻ പക്കാ സംഖ്യയാണ്. അടിച്ചോടിക്കണം തന്നെ പഠിപ്പിച്ചേക്കണത് എന്റെ കാരണന്മാരൊക്കെ, മനസ്സിലായോ? ഈ ചൂണ്ടുവരല് അവരെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളും ചൂണ്ടുവരല് കാണിക്കും, മനസ്സിലായോ? ഇത് മറ്റേ അൽ ജഹീറ എന്നൊക്കെ പറഞ്ഞ ഇവര് ചൂണ്ടുവരല് കാണിക്കൂലേ? ആ ചൂണ്ടുവരല് ഹിന്ദുവിനും ഉണ്ട് എന്നുള്ളത് ഇവര് മനസ്സിലാക്കണം. അടിക്കടിയാണ് സാറേ, അടിക്കടി വരും. നല്ല കീറ് കിട്ടാതിന്റെ ബുദ്ധിമുട്ടാണ്, മനസ്സിലായോ? അല്ല സാറേ, ഇതേ ഹിന്ദുക്കള് പ്രതികരിക്കാത്തതിന്റെ ഒരു കാര്യം ഞാൻ പറയാം. ബേസിക് റീസൺ എന്ന് പറയും, ഹിന്ദുക്കള് പ്രൊഫഷണലി ഇവരെല്ലാരും ഒരു നമ്മളെ ഏതായാലും നമ്മള് ഒരു എന്താണ്, നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും നല്ല നല്ല കമ്പനീസിലും മറ്റേ സംഭവത്തിലൊക്കെ നമ്മൾ നല്ല നല്ല റെപ്യൂട്ടേഷനിലും മറ്റേ പോയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വരാൻ പറ്റില്ല. ഇവരെ സംബന്ധിച്ചോടെ ഞാൻ മനസ്സിലാക്കിയെന്നറിയോ,
ഇവർക്ക് സർവത്ത് കട അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓറഞ്ച് കട അല്ലെങ്കിൽ ഇവര് ഈ പറഞ്ഞ പോലെ മറ്റേ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് സാറേ, ഈ പെട്ടി ഓട്ടോയില് മറ്റേ ഐസ്ക്രീം വിൽക്കാൻ നിൽക്കും, പായസം വിൽക്കാൻ നിൽക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹൈക്കോർട്ടിന്റെ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റേ ഫ്രൂട്ട്സ് കച്ചവടം, മറ്റേ ഇവന്മാർക്ക് വാട്സാപ്പ് ഗ്രൂപ്പും ഗ്യാങ്ങുകളും എല്ലാം ഉണ്ട് സാർ. ഇതൊക്കെ അന്വേഷണ പരിധിയിൽ വരേണ്ട സംഭവമാണ്. ഓക്കെ, ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഈ അല്ല നമ്മളൊരു വികാരം പ്രശ്നമാണ്, വികാരം പ്രശ്നമാണെന്ന് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. അത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം. ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞുതരാം. ആ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ഈ ഫിറ്റ് അല്ല. അതന്നെ ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു വർഗീയതയുടെ മറുപടി മറ്റൊരു വർഗീയത അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ പറയുന്നത് ഇപ്പുറത്തെ ഒരു വർഗീയത വളരുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇപ്പുറത്തെ വർഗീയത ഒരെണ്ണം ഉണ്ടായതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ മറ്റേ വർഗീയത ജസ്റ്റിഫൈഡ് ആണെന്നല്ല. പോയിന്റ് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ സംഖ്യയാണ്, നിങ്ങൾ അടിക്കുമെന്നൊക്കെ പറയുമ്പോഴും അത് ശരിയല്ല, അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം. അത് നമ്മൾ അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ്. ഓക്കെ, നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് പ്രശ്നം തന്നെയാണ്. അവിടെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം വെള്ളത്തിലായി പോകുന്നത്. അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തെ വെള്ളത്തിലാക്കുന്ന സാധനമാണ് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ എന്താണ്, ഇന്ത്യയിൽ ജനാധിപത്യം വളർന്നിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഇതുപോലെയുള്ള ഒരു സാമുദായിക അന്തരീക്ഷം വലിയ തോതിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? നമ്മൾ വയലൻസിലൂടെയല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വന്നത്. അതുകൊണ്ടാണ് വയലൻസിലൂടെയാണ് ചെയ്തു വന്നിരുന്നെന്നുണ്ടെങ്കിൽ നമ്മളും പാകിസ്ഥാനൊക്കെ ഒരേപോലെയാണ് ഉണ്ടാവുക. അടിക്കടി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക എന്നാണ് ഈ പറഞ്ഞു വന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഈ ഇമോഷൻസ് കൂടുതൽ കൊണ്ട് കുത്തി നിറച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ നമ്മൾ പണ്ട് ഈ മുസ്ലിങ്ങൾ ആഭ്യന്തര ശത്രുക്കളാണെന്ന് എഴുതി ഇന്ന് നമ്മളത് അങ്ങനെ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും നമ്മളുടെ ഉള്ളിൽ നിന്നും അത് തന്നെ നമ്മൾ തിരിച്ച് വീണ്ടും പറയുമ്പോൾ അത് തള്ളി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും നമ്മൾ കൊണ്ടു കിടക്കുന്നത് അത് തന്നെയാണെന്ന് വരികയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളുടെ മുന്നിൽ ഓപ്ഷൻസ് ഉണ്ട്, പണ്ടത്തെ മാതിരി അല്ല. ഇപ്പോൾ ഓപ്ഷൻസിൽ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാനുള്ളൊരു വഴി കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. മമ്മൂട്ടിയുടെ കേസ് ഞാൻ പറഞ്ഞല്ലോ, അതില് മമ്മൂട്ടി പറയണം. നമ്മുടെ ബ്രോ ജസീം ബ്രോ അത് കേട്ടാ വിഷിംഗ് കേട്ടാ ഒരു സെക്കൻഡ്. മമ്മൂട്ടിയുടെ കാര്യത്തിൽ അതെന്താണെന്നുള്ളത് മമ്മൂട്ടി ആദ്യം പറയണം. അത് ഇതുവരെ മമ്മൂട്ടി പറഞ്ഞിട്ടില്ല. ഒന്ന് ഇനി ഇതില് ഒരു സെക്കൻഡ്. അതുകൂടാതെ ഇതില് ഈ മട്ടാഞ്ചേരി ഗ്യാങ്ങും അതുപോലെയുള്ള ആരോപണങ്ങളും വിഷയങ്ങളും അത് പ്രൂവ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് മീഡിയ പറഞ്ഞില്ലേ, പ്രൂഫ് വരട്ടെ, പുറത്തേക്ക് വരട്ടെ. ശ്രീജിത്ത് പണിക്കർ എല്ലാവരും പറഞ്ഞില്ലേ സാറേ, ഇതിൽ കൂടുതൽ ഈ ഇവരെന്താണ് ലവ് ജിഹാദ് ഇല്ല. അപ്പൊ ഇവര് പറയുന്ന സാറേ അതെന്നറിയോ, സാറിന് ലോജിക്ക് മനസ്സിലായ? ഈ ലോജിക്കൊക്കെ മനസ്സിലായി. എന്തായാലും നമ്മൾ അതിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ. പ്രോട്ടോകോളിൽ ഈ സാധനമില്ല. നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇതിലിപ്പോ കുറെ ഡോട്ട്സ് ഉണ്ട്. ഈ ഡോട്ട്സ് അവിടെ ഇവിടെയും കിടക്കുന്നു. അതിൽ ഒരു ഡോട്ടാണ് ഈ പറയുന്ന. ഇപ്പൊ കുറെ ഡോട്ട്സേ ഉള്ളൂ. ആ ഡോട്ട് കണക്ട് ചെയ്യാനായിട്ടില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഡോട്ട്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കണക്ട് ചെയ്തിട്ട് അതിനകത്ത് എന്ത് തരം തിയറികൾ കൊണ്ടുവരാം. അതിൽ കൺസ്പിറസി തിയറിന്നോ അല്ലെങ്കിൽ ഒറിജിനൽ തിയറിന്നോ എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം. പക്ഷേ അതിന് സമയമായിട്ടില്ല. നമ്മളത് പറഞ്ഞ് അത് ഒരു മമ്മൂട്ടി ജിഹാദിയാണ് എന്നൊക്കെ അങ്ങ് സ്ഥാപിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അത് പ്രശ്നം തന്നെയാണ്. അതിലേക്ക് നമ്മളിപ്പോൾ ഇറങ്ങി തിരിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ വരട്ടെ, സമയമാവട്ടെ, അപ്പോൾ പറയാലോ. സാറേ വിത്ത് ഡ്യൂ റെസ്പെക്ട് സാർ, ആ വീഡിയോ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു, എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്താണല്ലോ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണത്. അല്ലേ? അതെ, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യം. ഭരിക്കണം സാറേ, അത് കോമൺ സെൻസുള്ള ബുദ്ധിയുള്ള എല്ലാവരും ചോറ് കഴിക്കണ ആൾക്കാരല്ലേ?
ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞുതരാം. സ്കാൻ ചെയ്തു അല്ലെങ്കിൽ EVM ഹാക്ക് ചെയ്തു അല്ലെങ്കിൽ ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മളുടെ ഒരു ഡിസ്കഷൻ ടോപ്പിക് ഉണ്ട്. അതിൽ നിന്നിട്ട് വേണമല്ലോ ഇന്ന് നമുക്കൊന്ന് സംസാരിക്കാനും. അതുകൂടാതെ ഈ വിഷയം നമ്മൾ അതിൽ പറയുന്നുണ്ട്, എന്താണ് അതിൽ സംഭവിച്ചതെന്നുള്ളത്. ഹർഷാദ് പറഞ്ഞത് തെറ്റാണ്. ഹർഷാദ് പറഞ്ഞത് തെറ്റായതുകൊണ്ട് മമ്മൂട്ടി അവിടെ എങ്ങനെ ജിഹാദിയാവുന്നത്? നിങ്ങൾ അങ്ങനെ ഡോട്ട് കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതേ സംഗതി തന്നെയല്ലേ? ഞാൻ പറയട്ടെ പ്ലീസ് നിക്കൂ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ ബാക്കിയുള്ള ആളുകൾ മോഹൻലാലിനെതിരെയും മറ്റുള്ള ഈ സംഘികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾക്കെതിരെയും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ പണി തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോണ്ടിരിക്കും. അതാണ് ഉണ്ടാവുക. അപ്പൊ അത് ശരിയല്ല. ഇതൊരു ലോബിയാണ് സാറേ. നമുക്ക് ഇവരുടെ മതം ഇങ്ങനെ ശരി ഒരു കാര്യം ഞാനിത് ഇവിടെ ഒന്ന് കട്ട് ചെയ്യണം. ഈ ഡിസ്കഷൻ ഇവിടെ കട്ട് ചെയ്യണം. കാരണം ഇത് മെറിറ്റ് ഇല്ലാത്തൊരു ഡിസ്കഷനാണ്. അതുകൊണ്ടാണ്. ഓക്കെ, യെസ്. അത് നമുക്ക് ഇതിനെക്കുറിച്ച് ഈ വിഷയങ്ങൾ നമ്മൾ എന്തുകൊണ്ടാണ് ഉന്നയിക്കുന്നത് എന്നുള്ളത് ആ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഹർഷാദ് പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് കൊണ്ട് മമ്മൂട്ടീനെ ജിഹാദി എന്ന് വിളിക്കാൻ കഴിയില്ല. അതാണ് നമ്മളെ പോയിന്റ്. ഹർഷാദ് പറഞ്ഞത് തെറ്റ് തന്നെയാണ്, അതിലൊരു സംശയമില്ല. ഹർഷാദിന് ജിഹാദി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഹർഷാദിന് പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ നമുക്ക് മമ്മൂട്ടിയെ ഇപ്പോൾ ജിഹാദി എന്ന് വിളിച്ച് മാറ്റാൻ കഴിയില്ല. എനിക്കിത് പറയാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ ധാർമ്മികമായ അവകാശമുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇത്തരം ഡോട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരാളെയും സംഘിച്ചാപ്പ അടിക്കാനും പോയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഒരാളെ പിടിച്ച് ജിഹാദി ചാപ്പ അടിക്കാനും നമ്മളില്ല. ഓക്കെ, ഡൺ. ഓക്കെ, ഡൺ. ഞാനിവിടെ നിർത്താണ്. ഇവിടെ ഡൺ. ഈ ഡിസ്കഷൻ നമ്മൾ ഇവിടെ തുടരുന്നില്ല. അടിക്കടി എന്ന് പറയുന്ന പരിപാടിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ്. അല്ല, പുള്ളിക്കാരൻ ജിഹാദിയാന്ന് ഞാൻ പറഞ്ഞില്ല സാറേ. ഞാൻ പറയുന്ന ഒരു കാര്യം സാർ ശ്രദ്ധിച്ചേക്ക്. നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒരു സ്ക്രിപ്റ്റ് എന്തോന്നാലും ഞാനൊരു അഭിനേതാവാണ്. ഇത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ, ഓക്കെ, താങ്ക്സ്. ഓക്കെ സാർ, ഞാൻ കട്ട് ചെയ്യും. ഓക്കെ, അത് ക്ലിയർ ആയി. എന്താണ്? യെസ്, വിഘ്നേഷ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഹലോ. യെസ്. ഒരു സെക്കൻഡ്. അഞ്ജലി ആഡ് ആയിട്ടുണ്ട്, പക്ഷെ ഡിവൈസ് കണക്റ്റഡ് അല്ല. അപ്പോൾ ഓഡിയോ അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ. അത് കണക്റ്റ് ആയാലാണ് നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഓക്കെ. ഹലോ, ഞാൻ ഒരു കാര്യം കേൾക്കാം വിഘ്നേഷ്. പറഞ്ഞു. ഒരു കാര്യം ഞാൻ നേരത്തെ എൻ്റെ ബാക്കിയായിട്ട് പറയാണ്. അതായത് ഈ പറയുന്ന രീതിയിൽ വിദ്വേഷത്തിൻ്റെ മറുമരുന്ന് മറ്റൊരു വിദ്വേഷമോ, ഒരു വർഗീയതയുടെ മരുന്ന് മറ്റൊരു വർഗീയതയാണ് എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മളെപ്പോഴും പറയുന്നത് അതുണ്ടാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ജസ്റ്റിഫൈഡ് ആണെന്നല്ല. ആ ഉണ്ടാകുന്നതിനെ തടയാനാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുള്ള വഴികളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനുള്ള വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് കൃത്യമായ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ട് നമ്മളുടെ റൂൾ ഓഫ് ലോ അത് അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഒരു സംഗതി ഇങ്ങനെ കണ്ടു, ഓക്കെ അന്ന് അടുത്ത ആളെ പിടിച്ച അടുത്ത കത്തിക്ക് കുത്തിക്കയറ്റുക, അതല്ല. അടിക്കടി എന്ന് പറഞ്ഞ് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ പരിപാടി തീരില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വിഷയം കൂടുതൽ കൈവിട്ട് പോവുകയും ചെയ്യും. നമ്മുടെ നാട് കുട്ടിച്ചോറാവും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ ഇവിടെ വന്ന സുഹൃത്തിനോട് കൂടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒന്ന് മാറിയിരുന്ന് ചിന്തിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ആ ചിന്തയും ആ ഒരു വലിയ തോതിലുള്ള ഇമോഷണൽ ഔട്ട്ബേർസ്റ്റുമാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. അപ്പോൾ അത് ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട സാധനമാണെന്നാണ് എനിക്ക് ഒന്ന് ആഡ് ചെയ്യാനുള്ളത്. ഓക്കെ, പറയൂ വിഘ്നേഷ്. എന്താ പറയണ്ടേ? ആഡ് ചെയ്യാട്ടോ. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയിൽ മുഴുവനും വെള്ളം കോരി ഒഴിക്കുന്ന മാതിരിയുള്ള പരിപാടിയാണ് ഇപ്പൊ കാണിച്ചിട്ട് പോയത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ തിരിച്ചടിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് മരിക്കാനാണ് പിന്നെ ഇവിടെ നിന്ന് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് ചെയ്താൽ മതിയല്ലോ. നമ്മളും അങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങാം. കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്ത് ഡീറാഡിക്കലൈസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മള് അതിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ഒട്ടും ശരിയായില്ല. സുശാന്തിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മള് ചാറ്റിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാറുണ്ട്, വിമർശിക്കാറുണ്ട്, എല്ലാം ഉണ്ട്.
പക്ഷെ വയലൻസ് അല്ല ഒന്നിനുള്ള ഒരു സൊല്യൂഷൻ. അബ്സല്യൂട്ട്ലി. എനിക്ക് അത്ര മാത്രമേ. പിന്നെ മമ്മൂട്ടിയുടെ കാര്യത്തിൽ ഞാൻ മമ്മൂട്ടിയുടെ കൂടെ സ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ ഉറച്ച വിശ്വാസം. ഞാനൊരു റാഷണലായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന അതാണ്, അദ്ദേഹത്തിന്റെ മതവിശ്വാസം കൊണ്ടല്ലേ നമ്മൾ അദ്ദേഹം ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പണ്ടത്തെ സിനിമകളിൽ മോഹൻലാലും മമ്മൂട്ടിയും എല്ലാം നമ്പൂരിയായിട്ടും നായരുമായിട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ അവര് ഹിന്ദു RSSകാരായിരുന്നു. അല്ല ഇതില് അല്ല വിഘ്നേഷ്, ഞാൻ ഇതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇവിടെ മോഹൻലാലിനെ കുറിച്ചും അതുപോലെ മറ്റുള്ള ആളുകളെ കുറിച്ചൊക്കെ സംഗീചാപ്പ അടിക്കുന്ന സമയത്ത് നമ്മൾ ആ പണിക്ക് നിന്നിട്ടില്ല. നമ്മൾ അതിനെ എതിർക്കുക തന്നെയാണ് അന്ന് ചെയ്തത്. കാരണം അങ്ങനെയല്ല അതിനെ കാണണ്ടേന്ന് പറയുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ധാർമ്മിക അവകാശമുണ്ട്. എന്താണത്? കാരണം നമ്മളാരെയും സംഗീചാപ്പ ഇവരടിക്കുന്ന പോലെ അടിക്കാൻ നിന്നിട്ടില്ല, അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മളാരെയും അതേ നാണയത്തിൽ ഒരാളെ ജിഹാദി ചാപ്പ അടിക്കുമ്പോൾ നമുക്കതിനെ എതിർക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് നമുക്കത് എതിർക്കാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കണം എന്താണ്? ഇവിടെ എന്താ കാണുന്നതെന്ന് വെച്ചാൽ, സംഗീചാപ്പ ഇഷ്ടം പോലെ കൊടുക്കും, എന്നാൽ ജിഹാദി ചാപ്പ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പുറത്ത്. മറ്റൊരു കൂട്ടം ആളുകൾ ജിഹാദി ചാപ്പ ഇഷ്ടം പോലെ കൊടുക്കും, സംഗീചാപ്പ ആരെ അടിക്കരുത് എന്ന് പറയുന്നൊരു കൂട്ടം ആളുകൾ ഇപ്പുറത്ത്. ഇതെന്താ വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസമില്ല, രണ്ടും ഒരേ സാധനം തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നേ ഉള്ളൂ. നമ്മൾ പറയുന്നത് അതല്ല. നിങ്ങൾ സംഗീചാപ്പ അടിക്കാനാണെങ്കിലും ജിഹാദി ചാപ്പ അടിക്കാനാണെങ്കിലും അതിന് കൃത്യമായ തെളിവും അതിന് ആ കാരണം തന്നെ വരണം. അതല്ല ഇവിടെ കാണുന്നത്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് അതല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് നിലവിൽ മമ്മൂട്ടിയെ ആ രീതിയിലൊരു കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്രെയിം ചെയ്യാൻ, അല്ലെങ്കിൽ മമ്മൂട്ടി അത് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ പെടുന്ന രീതിയിലോ വന്നാൽ നമുക്ക് പറയാമെന്നല്ലാതെ നിലവിൽ ചാപ്പ അടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. അതിനോട് നമുക്ക് യോജിക്കാനും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അല്ല, അത് തന്നെ ആരും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ് ജാസിം ഭായി, ഒരു മിനിറ്റ് പറയണോ? ഞാൻ പറഞ്ഞിട്ട് മതിയോ അതോ ഇല്ലേ പറയണോ? പറഞ്ഞോളൂ. ഇല്ല, എനിക്ക് പറയാനുള്ള അത് തന്നെ. ഞാൻ പറയണ ഈ ഹർഷാദ് എന്ന് പറയുന്ന ആള് ഒരു പക്കാ എക്സ് സിമി ആണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇതിൽ എല്ലാം പറഞ്ഞതാണ്. മമ്മൂട്ടി ഒരു ആക്ടറാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഈ പറയുന്ന ജിഹാദി ആണെന്ന് പറയുന്ന ആൾ എന്തിനാ മറ്റേ ഗുരുവായൂർ അമ്പലത്തിൽ പോയത്? ആരേലും പോവോ? ഇവിടെ ഏറ്റവും വലിയ ജിഹാദിയായ ബാലുശ്ശേരി പറയുന്ന ഒരു സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ വേശ്യാലയത്തിന് കൊടുക്കുന്ന പോലെയാന്ന് പറയുന്നത്. അത്ര വലിയ ജിഹാദിയാണ് ഇങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ എന്തിനാ പോയ? അകത്ത് കയറിയില്ലെങ്കിലും അമ്പലത്തിന്റെ സൈഡിൽ പോയല്ലോ. അങ്ങേര് കാണിച്ചു വെച്ച അങ്ങേരുടെ ജീവിതത്തിലും അങ്ങേര് ഷിർക്ക് മാത്രമേ കാണിച്ചു വെച്ചിട്ടുള്ളൂ അല്ലേ? അള്ളാഹുവിന്റെ ഏറ്റവും വലിയ തെറ്റ് ഷിർക്കാണല്ലോ. അല്ല, ഇതെന്തായാലും ഒരു പോയിന്റ് ഓഫ് ഒരു ഇൻട്രോസ്പെക്ഷൻ ആയിട്ട് എടുക്കുക ഇതുപോലെയുള്ള ആളുകൾ. അതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മള് വെറുതെ ആവശ്യമില്ലാതെ ഈ ചാപ്പയടി നിർത്തുക. യെസ്, അബ്സല്യൂട്ട്ലി. എല്ലാവരോടും പറയാനുള്ള. നമ്മളുടെ ജസീമിന് എന്താ പറയാനുള്ളത്? അല്ല, അപ്പൊ ഞാൻ ഇതിന് രണ്ട് കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഈ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സെലിബ്രിറ്റികൾ എല്ലാവരും അവര് മതത്തിന്റെ സൈഡ് കൂടി അല്ല, മതത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവർ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. പൊതുവിൽ സെലിബ്രിറ്റികൾ കാലത്തിനനുസരിച്ച് ഇപ്പോ എനിക്ക് മനസ്സിലായത് അതാണ്. ചില സിനിമകളൊക്കെ ഇപ്പൊ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചില സെലിബ്രിറ്റികളൊക്കെ പ്രത്യേക തരം ദേശീയത, മതം ഒക്കെ വെച്ചുള്ള സിനിമകൾ, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രണ്ട് വശത്തുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോ ഒരു വശത്ത് അക്ഷയ് കുമാർ ചെയ്യുന്നുണ്ട്, മറ്റൊരു വശത്ത് രൺബീർ കപൂറും ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് പ്രധാനം ആവശ്യം പണമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അത് കഴിഞ്ഞിട്ടേ അവർക്ക് ബാക്കിയുള്ള പിന്നെ വിവാദങ്ങളിലൊന്നും പെടാൻ പൊതുവിൽ സെലിബ്രിറ്റികൾ ആഗ്രഹിക്കാറില്ല. കാരണം അവരുടെ ബിസിനസ്സിന് അത് നല്ലതാണ്. പിന്നെ മറ്റേ മറുവശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ അദ്ദേഹത്തിന് ഒരു സുശാന്തോ, അദ്ദേഹം വികാര തീക്ഷ്ണതയോടെ കുറെ കാര്യം പറഞ്ഞെങ്കിലും ഇപ്പോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഹിന്ദുക്കൾക്ക് കുറച്ച് ബോധം വന്നിട്ടുണ്ട്. അന്ന് ഇപ്പൊ ബാബരി മസ്ജിദിന്റേതാണെങ്കിൽ ആ സമയത്ത് തെക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന കർഷകർ അത് പൊളിച്ചെങ്കിലും ഇന്ന് ഹിന്ദുക്കളും കോടതിയിലാണ് പോകുന്നത്. ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോ കോടതി പോട്ടെ, ഞാൻ പറയുന്നത് ഏതൊക്കെ അമ്പലം വേണോ നിങ്ങൾ കോടതിയിൽ പോവാ. കോടതി പറയുകയാണെങ്കിൽ അത് അമ്പലം നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ. എന്റെ ഒരു അഭിപ്രായത്തിൽ അതാണ്. അപ്പൊ ആ മാർഗം മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു വശത്ത് നിയമപരമായിട്ടുള്ളൊരു
എന്താ പറയാ ലൂപ്പ് ഹോളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങളുടെ മതത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ചെയ്യുന്നതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വർഗീയത നിങ്ങൾ ചാനൽ ചെയ്യേണ്ടത് നിയമപരമായിട്ടാണ്. നിങ്ങൾക്ക് വർഗീയത ഉണ്ടെങ്കിൽ ജനാധിപത്യത്തിൽ വർഗീയതയ്ക്കും അവസരമുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതി ഇങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം ശരിയാണ്, മുസ്ലിങ്ങൾ ഒരു വശത്ത് ഉണ്ടെങ്കിൽ മറുവശത്തുള്ള ആളുകൾക്ക് അത്രയും തീവ്രത വേണ്ടി വരും അവരെ എതിർക്കാൻ. അതൊരു പ്രശ്നമാണ്. അപ്പൊ അത് ഇന്ത്യയിൽ വലിയ പ്രശ്നമല്ല, ഇപ്പോ തൽക്കാലം പ്രശ്നമല്ല. അതിന് ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജനസംഖ്യ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പൊ അത്രയും കാലം നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ പ്രധാനമായിട്ട് പാർലമെന്റിൽ അംഗത്വം ഉണ്ടാവും. നിങ്ങളുടെ അജണ്ടകൾ ഉണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ പറ്റും. ഇനി ഇസ്ലാമിനെ നിയമപരമായിട്ട് എതിർക്കാനും നിങ്ങൾക്ക് അവസരം ഉണ്ടാവും. മറ്റേത് നിങ്ങൾ ബാക്കിയുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എന്താ പറയാ, അടിയിടി. കാരണം അടിയിടിയൊക്കെ താൽക്കാലിക ഗുണങ്ങളെ ഉണ്ടാക്കുള്ളൂ. ഇപ്പൊ നിയമപരമായിട്ടാണെങ്കിൽ ഇപ്പൊ ഭരണഘടനയിൽ നിങ്ങൾ എഴുതി ചേർക്കുക, അല്ലെങ്കിൽ ചില മുത്തലാഖ് നിരോധനം ഒരു എന്താ പറയാ ഒരു കോമഡി ആയിരുന്നു. കാരണം ഡിവോഴ്സിന്റെ നിയമം വേറെ കിടക്കുന്നുണ്ട്, മുത്തലാഖ് വേറെ നിരോധിക്കുന്നു. ശരിക്കും മുസ്ലിങ്ങളുടെ ഇപ്പോ സുപ്രീം കോടതി, ഏത് കോടതിയാണെന്ന് അറിയില്ല, വേറൊരു വിധി പുറപ്പെടുവിച്ചു. അതായത് മുസ്ലിങ്ങൾ ആയ ആളുകളുടെ വ്യക്തി നിയമ പ്രകാരം ലിവ് ഇൻ റിലേഷൻഷിപ്പ് അനുവദനീയമല്ല, അതുകൊണ്ട് ശരീഅത്ത് പ്രകാരം പറ്റില്ല. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യണം. ശരിക്കും ആ നിയമങ്ങളൊക്കെ ഏകീകരിക്കുക, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരിക. ഇതൊക്കെ ശരിക്കും ഹിന്ദുക്കൾ അവരുടെ വർഗീയത കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഹിന്ദു അനുകൂല സർക്കാർ ആയതുകൊണ്ടോ എന്തോ ചെയ്യുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഫലം എന്ന് പറഞ്ഞാൽ ഇസ്ലാമി അവിടെ മയപ്പെടുന്നത് ചെയ്യും, അല്ലെങ്കിൽ ഇസ്ലാം തോൽക്കും പലപ്പോഴായിട്ട്. അപ്പൊ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അമ്പലം വേണോ, നിങ്ങൾ കേസ് കൊടുക്കുക. കേസ് കൊടുത്ത് നിങ്ങൾ അമ്പലം എടുത്താൽ എനിക്കൊരു കുഴപ്പമില്ല, സത്യം പറയാലോ. പക്ഷെ കേസ് കൊടുത്തിട്ടായിരിക്കണം എടുക്കുന്നത് എന്നുള്ളൂ. അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് വേറെ കാര്യം. ഇപ്പൊ വർഗീയത എന്നുള്ളതും അതിന്റെ ഒരു മോഡ് മാറിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ മുസ്ലിങ്ങൾ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ എന്താ പറയാ നിങ്ങൾ ജനാധിപത്യത്തിന്റെ ഒരു വശത്ത് ഇതുപോലെ ഇരുന്ന് ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്തുള്ള ആളുകൾ ഇനി സ്വീകരിക്കും. ഞാൻ പറയുന്നു, ഇനി കുറച്ചു കാലം കഴിഞ്ഞ് ഇപ്പൊ ഇദ്ദേഹം വികാര തീക്ഷണതയിൽ പറഞ്ഞായിരിക്കാം, പൊതുവിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇനി വരാൻ പോകുന്ന വലതുപക്ഷം അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത വലതുപക്ഷങ്ങൾ പൊതുവിൽ യൂറോപ്പിലും ഇപ്പോ മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ള, അതായത് ഒരു വശത്ത് ഇസ്ലാമും മറുവശത്ത് മറ്റുള്ളവരും ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിരീശ്വരവാദികൾ വരെ ഇസ്ലാമിനെ അക്രമത്തിലൂടെ അടിച്ചമർത്താൻ ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ പഠിക്കുന്നത് ഇപ്പുറത്തെ മുസ്ലിങ്ങളുടെ ഇടയിൽ. അപ്പൊ മുസ്ലിങ്ങൾ ഇപ്പൊ ഈ ഇദ്ദേഹം ഇതുപോലെയൊക്കെ പ്രതികരിക്കാൻ ഒരു കാരണം, അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള താല്പര്യം കൊണ്ട് അങ്ങനെ ചെയ്തായിരിക്കാം. എന്നാലും ഒരു കാരണം, അപ്പുറത്തുള്ള ആൾക്കാർ ഇതേപോലെ കൊലവിളിയാണ്, അവരിത് കാണിക്കുമ്പോൾ ബാക്കിയുള്ളത് വെറുതെ ഇരിക്കില്ലല്ലോ. അപ്പൊ അത് ഇങ്ങനെ തിരിച്ചും വരികയാണ് ചെയ്യാം. അതെ, അത് മ്യൂച്വലി അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്യുക ആ സംഗതി വരുമ്പോൾ. ഒരു കാര്യം ഇതിൽ ഒരു സംഗതി, ഒരു കമൻറ്റ് ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ മലയാളം ഫോണ്ട് ആയതുകൊണ്ട് എനിക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ വായിക്കാം. സജീവ് പുതുവത്തോടിയാണ് എഴുതിയിരിക്കുന്നത്. പുതുവത്തോടി: ശത്രുതയും വിരോധവും പകയും കൊണ്ടു നടക്കുന്നവർ നശിക്കുകയേ ഉള്ളൂ. പക്ഷേ 100 വർഷം തികയ്ക്കാൻ പോകുന്ന സംഘപരിവാർ നശിക്കുകയല്ലോ, വളരുകയല്ലേ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നു തന്നെ കാര്യം വ്യക്തമാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഇത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് സംഘപരിവാർ, RSSകാരൊക്കെ, പ്രത്യേകിച്ച് RSS എന്നുള്ള സാധനം തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ വളരുന്നത്? അവർ വളർന്നതിൻ്റെ കാരണം അവർ അക്രമത്തിൽ നിന്ന് പുറത്തേക്ക് പോയതുകൊണ്ടാണ്. ഇതന്നെയാണ് നമ്മളിവിടെ പറഞ്ഞത്. ആ വയലൻസിൻ്റെ മാർഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവർ ആ റൂൾ ഓഫ് ലോയിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അതിൽ വിശ്വസിച്ചുകൊണ്ട് കോടതി വഴിയും നിയമ പോരാട്ടങ്ങൾ വഴിയും അതുപോലെ അത്തരത്തിലുള്ള വഴികളിലൂടെ കാര്യങ്ങൾ, പരിഹാരങ്ങൾ കാണാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഓരോ വിഷയവും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, പണ്ട് കാലത്തുണ്ടായിരുന്ന പണിയല്ല അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്കിവിടെ നിലനിൽക്കാൻ കഴിയുന്നത്. അതേസമയം ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എന്താ ചെയ്തത്? അരി, മലര്, കുന്തിരിക്കൊക്കെ എടുത്തു വെച്ച് ഇപ്പോൾ നമ്മൾ വരുമെന്ന് പറഞ്ഞു നിന്ന ആളുകൾ ഇന്നിപ്പോൾ എവിടെയാണ്? അപ്പോൾ അങ്ങനെ വന്നാൽ നിലനിൽക്കാൻ കഴിയില്ല. നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ വയലൻസ് വെടിയണം. ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യം അതാണ്. ഇനി 2, ഇവിടെ നമ്മൾ കാണുന്നു ഈ ഞാനൊരു പക്കാ സംഖ്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വെക്കുന്നത് വയലൻസിനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നത് അത് ഏതുതരം ആളുകൾ, ഇപ്പോൾ മുസ്ലിം ആയാലും ഏതുതരം കൂട്ടം ആളുകളായാലും, ഇപ്പോൾ ജനാധിപത്യവാദിയാണെന്ന് പറയുന്ന ആളായാലും ശരി, എല്ലാത്തിലും നമുക്ക് 2 കൂട്ടം ആളുകളെ കാണാൻ കഴിയും. ഒന്ന്, അക്കൗണ്ടബിൾ ആകുന്ന ആളുകൾ. 2, അക്കൗണ്ടബിൾ ആകാത്ത ആളുകൾ. ഓക്കെ, അക്കൗണ്ടബിൾ ആകുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ
നമ്മളെ നിയമസഭയിൽ അല്ലെങ്കിൽ ലോക്സഭയിലൊക്കെ മന്ത്രി പദങ്ങൾ അലങ്കരിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മറ്റൊരാളോട് കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ട ഒരു ബാധ്യതയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഉയർത്തിപ്പിടിക്കുന്നത് എപ്പോഴും ഈ നോൺ വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാകുക എന്നത് ഒരു നിർബന്ധമാണ്. അതവിടെ വരും. അപ്പോൾ അവർക്ക് ആ ഒരു വയലൻസ് അല്ലാതെ എന്തിന് താലിബാൻ പോലും അതല്ലേ ചെയ്തു വെക്കുന്നത്. താലിബാൻ പോലും അതിൻ്റെ അക്കൗണ്ടബിൾ ആകുന്ന ഭാഗങ്ങളിലുള്ള ആളുകൾ അവരെന്താ പറയുന്നത്, ഞങ്ങളിപ്പോൾ പഴയ പോലെയല്ല, ഞങ്ങളിപ്പോൾ സ്ത്രീകളോട് ഭയങ്കര മാന്യമായിട്ടാണ് പെരുമാറുന്നത് എന്നാണ് അവർ പോലും പറഞ്ഞു വെക്കുന്നത്. അതേസമയം ഇതേ താലിബാനിലെ അക്കൗണ്ടബിൾ അല്ലാതെയുള്ള ഇതിൻ്റെ കീഴ്ഘടകങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവരൊക്കെ അവരുടെ മുകളിൽ ആരുമില്ല, സൂപ്പർവൈസ് ചെയ്യാൻ ആരും ഇല്ലാത്തൊരവസ്ഥ പോലും ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അവരാണ് പലപ്പോഴും അക്രമങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുക, ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുക. ഇപ്പോൾ കർസേവകരെ ഔട്ട് ഓഫ് കൺട്രോൾ ആയി എന്ന് പണ്ട് അദ്വാനി പോലും ഇരുന്ന് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞങ്ങളത് പൊളിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എല്ലാവരും കൂടി ഒന്ന് പൊളിച്ചപ്പോൾ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അക്കൗണ്ടബിൾ ആകുന്ന സംഖ്യകൾ അവർ ഇത് പൊളിക്കണ്ടെന്ന് ആഗ്രഹിച്ചിരുന്നവരും ഇപ്പോൾ പൊളിച്ചത് മുഴുവൻ അക്കൗണ്ടബിൾ അല്ലാതെ ആകാൻ സാധ്യതയുള്ള ആളുകളാകുന്നു. ഇതേപോലെ പശുവധം അല്ലെങ്കിൽ ഗോവധത്തിൻ്റെ പേരിൽ ആളെ തല്ലിക്കൊല്ലുന്ന ആളുകൾ, ആ തല്ലിക്കൊല്ലുന്ന ആ മോബ് എന്ന് പറയുന്നത് അവർ അക്കൗണ്ടബിൾ അല്ല, അതൊരു ആൾക്കൂട്ടാണ്. അവരാരോട് ഉത്തരം പറയേണ്ടി വരുന്നില്ല. എന്നാൽ അക്കൗണ്ടബിൾ ആകുന്ന ആളുകൾ അതിൻ്റെ പേരിൽ മാപ്പ് പറയേണ്ടി വരുന്നു, അതിനി ആവർത്തിക്കില്ല എന്ന് പറയേണ്ടി വരുന്നു, അതിനുവേണ്ടി നിയമം ഉണ്ടാക്കേണ്ടി വരുന്നു. ഇതാണ് ഒരു വശത്ത് കാണുന്നത്. ഇനി അതേപോലെ ഓരോ മേഖലയിൽ നിൽക്കുകയാണ്. അത് ഏത് രാഷ്ട്രീയം, ഏത് മതം, ഏത് തരം ആളുകളായാലും അവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്, ഇപ്പോൾ ഈ കമൻ്റ് എഴുതിയ ആൾ പോലും അദ്ദേഹം അക്കൗണ്ടബിൾ അല്ലാതെ നിൽക്കുന്ന ഒരാളാവാം, ഒരു പൊതുജനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാകാം, എന്നാൽ പോലും അയാൾ ഒരു ട്രാൻസിഷനിങ് ടുവേർഡ്സ് ഈ പറയുന്ന അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് മേ ബി ഭാവിയിൽ നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ മോഹൻ ഭഗവതിനെ പോലെയുള്ള ആളുകൾ, അതല്ലെങ്കിൽ വേറെ കുറേ ആളുകളെയൊക്കെ നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. അവരൊക്കെ പറയുന്നത് എന്താണ്, ഇത് മാറ്റണം, ഈ പള്ളിയുടെ ഉള്ളിൽ ഈ ശിവലിംഗം തിരയുന്ന പരിപാടി നിർത്തണം എന്നവർ പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് പറയുന്നത്? അതാണ് നമ്മൾ അവിടെ കാണേണ്ടത്. അവർ അക്കൗണ്ടബിൾ ആവുന്ന ആളുകൾ അവർ ചില നിലപാടുകൾ മാറ്റേണ്ടി വരുന്നു. ഈ കിതാബിൽ മുസ്ലിങ്ങൾ ശത്രുക്കളാണെന്ന് പറയുന്ന സാധനം പണ്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ അത് പറയേണ്ട ആവശ്യം വരാറില്ല, അത് അന്നത്തെ കാലഘട്ടത്തിൽ എഴുതിയതാണ്, ഇന്ന് നമ്മൾ എടുക്കുന്നില്ല എന്നവർ പറയുന്നുണ്ടെങ്കിൽ അത് അക്കൗണ്ടബിൾ ആകുന്നതിൻ്റെ ഭാഗമാണത്. അതുകൊണ്ട് അത് മാറ്റിയേ പറ്റുള്ളൂ എന്ന് വരികയാണ്. പക്ഷേ ഇപ്പുറത്ത് വരുമ്പോൾ ഇതുപോലെയുള്ള വ്യക്തികൾ, ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ച പോലെയുള്ള വ്യക്തികൾ, അവർക്ക് അങ്ങനെയുള്ള ഒരു ബാധ്യത ഇല്ലാത്തതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് മാറുകയാണ്. ആ പ്രശ്നം എന്ന് പറയുന്നതാണ് ഈ വയലൻസിലേക്ക് നേരെ ചെന്ന് വിടുക എന്നുള്ളത്. ഇനി ഇസ്ലാമിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം, അതിൻ്റെ യഥാർത്ഥ ചിത്രം. നമ്മൾ ഈ പറയുന്ന ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ അക്കൗണ്ടബിൾ ആകുന്ന ആളുകളായാലും അക്കൗണ്ടബിൾ ആകാത്ത ആളുകളായാലും അവരുടെ മൊത്തത്തിലുള്ള അവരുടെ നിലനിൽപ്പ് തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹൂറികൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ലോകത്തോട് അവർക്ക് ഒരു ബാധ്യതയില്ല എന്നുള്ളിടത്താണ് അക്കൗണ്ടബിൾ ആകുന്ന ആളുകൾക്ക് പോലും ആ അക്കൗണ്ടബിലിറ്റിയിൽ ഒരു സത്യസന്ധത പുലർത്താൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ പലപ്പോഴും നമ്മൾ തക്കിയ എന്ന് പോലും വിളിക്കേണ്ടി വരുന്നത്. കാരണം അവരെടുക്കുന്ന നിലപാടുകൾ പോലും എപ്പോൾ വേണമെങ്കിലും അവർക്ക് അതിൽ നിന്ന് പിൻവലിയാം എന്നൊരു സംഗതി കൂടി അവിടെ വരികയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി നിങ്ങൾക്ക് പിടിയിട്ടുള്ളൂ. അതറിഞ്ഞിട്ട് നമുക്ക് പറയാലോ, അതാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സുഹൃത്തുക്കളായിട്ടുള്ള ഈ തരം ആളുകൾ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നിങ്ങൾ പറഞ്ഞ ആ കമൻറ്റ് കറക്റ്റാണ്. അതായത് അത് വളരുന്നതിൻ്റെ കാരണം നോൺ വയലൻ്റ് ആയി മാറാൻ നിങ്ങൾക്ക് ഇവോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചുകൊണ്ട് തന്നെയാണ്. അത് നിലനിർത്തണം. ആ അക്കൗണ്ടബിലിറ്റി ഫാക്ടർ നിങ്ങൾക്ക് അതിൽ വലിയ വഴി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. ഓക്കെ, എന്താണ് ആഡ് ചെയ്യാനുള്ളത്? ഞാൻ പറയുന്നത് ഈ ഹിന്ദുക്കൾക്ക് ഇപ്പോ തൽക്കാലം ഒരുപാട് ഭീഷണികളില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് കുറച്ചെങ്കിലും അവർക്ക് അസ്ഥിരത തോന്നേണ്ടത്. കാരണം ജനസംഖ്യാപരമായിട്ട് ഹിന്ദുക്കൾ, ഇതെന്ത് പ്രശ്നം അറിയോ? ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വശത്ത് മുസ്ലിങ്ങളൊക്കെ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യും. ഹിന്ദുക്കൾ ശിഥിലമായിട്ടുള്ള ഗ്രൂപ്പുകളായതുകൊണ്ട് തന്നെ അവർ പല പാർട്ടികൾക്ക് വോട്ട് ചെയ്യും. ഇതൊരു ജനാധിപത്യത്തിന്റെ ഒരു ലൂപ്പ് ഹോളാണ് മുസ്ലിങ്ങൾക്കുള്ളത്. അവരെല്ലാ രാജ്യത്തും ഇപ്പൊ ലണ്ടൻ മേയർ ഇലക്ഷൻ അടക്കം നിങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ മേയർ ഇലക്ഷൻ പെടുന്നതാണ് ഇത്. അവിടെ എന്നിട്ട് ജയിക്കുന്ന കൗൺസിലർമാരും അവിടുത്തെ ജയിച്ചു വരുന്ന പദവിയിലുള്ള ആളുകളൊക്കെ മുദ്രാവാക്യം വിളിക്കുന്ന അല്ലാഹു അക്ബർ എന്നാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പോ മുസ്ലിങ്ങൾ പെരുമാറുന്നെങ്കിൽ അപ്പുറത്തുള്ള ആളുകൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ സംഘടിക്കണം. ഇപ്പൊ സെമിറ്റിക് വൽക്കരണം എന്ന് ഹിന്ദു മതത്തെ കുറിച്ച് ഇപ്പൊ RSSുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പറയുന്നത്, അതിന്റെ ഒരു ഗുണഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ഒന്നിക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് തന്നെ ഇതിനെ
നേരിടാം. മറ്റേത് നിങ്ങൾ ശിഥിലമായിട്ടുള്ള ഗ്രൂപ്പായിട്ട് നിങ്ങൾ പല പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നു. അങ്ങനെ ആവുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യായിരിക്കും. കേരളത്തിലടക്കം സംഭവിക്കുന്ന ഒരു പ്രശ്നം കോൺഗ്രസിന് വോട്ട് ചെയ്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്താലും അവർ പ്രീണിപ്പിക്കുന്നത് മുസ്ലിങ്ങളെ പോയിട്ടാണ്. അപ്പൊ ഇങ്ങനെ കുറെ അസ്ഥിരത ഈ ജനസംഖ്യ കേരളത്തിൽ കുറയുന്നതോടുകൂടി അല്ലെങ്കിൽ ബംഗാളിലൊക്കെ ഒരുപക്ഷെ ഇനി ഭാവിയിൽ വരും. ഇനി ഞാനും ഇന്ത്യയിൽ മൊത്തം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യയിൽ പ്രധാനമായിട്ടുള്ള ജനസംഖ്യ പെരുപ്പം കൂടിയ സംസ്ഥാനങ്ങളിലൊക്കെ ഹിന്ദുക്കൾ കൂടുതലാണ്, മുസ്ലിങ്ങളുടെ ജനപ്പെരുപ്പം കൂടുതലാണ്. ഐ മീൻ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലാണെങ്കിലും അവരുടെ എണ്ണം 80%, 70-75 മുകളിലേക്കാണ്. അപ്പൊ അങ്ങനെ ഒരു അത് പെട്ടെന്നൊന്നും താഴ്ന്നു പോകില്ല. ഈ ജനസംഖ്യ ഇങ്ങനെ പെട്ടെന്നൊന്നും കുറയില്ല, അത് കുറച്ച് കൂടി വരുള്ളൂ. പക്ഷെ എന്താ പറയാ, കേരളവും ബംഗാളൊക്കെ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയൊരു പ്രശ്നം വരികയും ഇനി ഈ നിങ്ങൾ അതായത് അപ്പുറത്തുള്ള മതഗ്രൂപ്പ് സംഘടിച്ച് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ മത പാർട്ടിക്ക് ഇപ്പോ AIM, മുസ്ലിം ലീഗ് ഇതുപോലത്തെ ഒരു പാർട്ടി ഒന്നാലോചിക്കുക. കേരളത്തില് ഏറ്റവും മതേതരമായിട്ട് ചിന്തിക്കുന്ന പ്രബുദ്ധ മലയാളികളുള്ള സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് എന്ന പാർട്ടി എങ്ങനെ വന്നു? ഇവിടെ ഹിന്ദു ലീഗ് ഇല്ലല്ലോ. കേരളത്തിൽ എവിടെയാണ് ഹിന്ദു ലീഗ് ഉള്ളത്? ഉണ്ട്, ശരിയാണ്. കേരള കോൺഗ്രസ് എന്നൊരു ക്രിസ്ത്യൻ പാർട്ടി ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യനെയും നായന്മാരും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കോൺഗ്രസ് എന്നൊരു പാർട്ടി, അല്ലെങ്കിൽ നായന്മാരുടെ ബാക്കിയുള്ളവരൊക്കെ കൂടിയ ഹിന്ദുക്കളുടെ തന്നെ ഒരു പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ അവരൊക്കെ പ്രീണിപ്പിക്കുന്നത് ഒരു ഗ്രൂപ്പിനെയാണ്. അതിന്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു മത പാർട്ടിയായിട്ട് മുസ്ലിം ലീഗും ഉണ്ട്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് ഈ സ്പർദ്ധയൊക്കെ വിടാം. എന്താ പറയാ, സ്പർദ്ധ നിങ്ങൾ ചാനൽ ചെയ്യേണ്ടത് എന്താ പറയാ ഇതുപോലത്തെ കാര്യങ്ങൾക്കാണ്. നിങ്ങൾ കേരളത്തില് സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഹിന്ദുക്കള് സംഘടിച്ചുകൊണ്ട് അവരോട് നിങ്ങൾ നിങ്ങളുടെ ആ സാന്നിധ്യം അറിയിക്കണം. അപ്പുറത്തുള്ള ഗ്രൂപ്പിനോട് പറയണം, നിങ്ങൾ അധികം കളിക്കണ്ട, നമുക്കും ഇതേ പരിപാടി സംഘടിച്ചുകൊണ്ട് വോട്ട് ചെയ്തിട്ട് ഒരു പാർട്ടിയെ മാത്രം, അതായത് മത പാർട്ടി ഉണ്ടാക്കാൻ നമുക്കും കഴിയും എന്നുള്ളതിന് നിങ്ങളും അങ്ങനെ ഒരു എന്താ പറയുക നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കണം. ഇപ്പൊ BJPക്ക് നമ്മൾ പറയാറുണ്ട്, ഒരു മൂന്നാം ബദൽ അവിടെ വരേണ്ടത് ഒരുപക്ഷെ കേരളത്തിൽ ആവശ്യമാണ്. കാരണം ഇത്രയ്ക്കും മതേതരമായി ചിന്തിക്കുന്നു, കലാപങ്ങളില്ല, സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സംസ്ഥാനമായിട്ട് കൂടി അപ്പുറത്ത് ഉള്ള ന്യൂനപക്ഷം അവരും അവരുടെ വർഗീയത വളരെ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ബംഗാളിലൊക്കെ. അപ്പോ ഇപ്പുറത്ത് നിന്ന് എന്നിട്ട് ഹിന്ദുക്കൾ വോട്ട് ചെയ്ത പാർട്ടികൾ തന്നെ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാതെ ഹിന്ദുക്കളെ പിണക്കിയിട്ടും ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു അസ്ഥിരതയിൽ തീർച്ചയായും നിങ്ങൾ സംഘടിക്കണം. അത് അപ്പൊ നേരത്തെ പറഞ്ഞ ആ പുള്ളി എന്താണോ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും അതൊരു ആവശ്യമാണ്. നിങ്ങൾ സംഘടിക്കാതെ ഇപ്പോ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന പോലെ, അല്ലെങ്കിൽ UPയിലൊക്കെ അധികാരത്തിൽ വന്ന പോലെ ഹിന്ദുക്കളുടെ ഒരു വലിയ വോട്ട് ബാങ്ക് അവർ പിടിച്ചെടുത്തു കോൺഗ്രസിൽ നിന്ന്. അങ്ങനെ ഒരു മാറ്റം തീർച്ചയായും വരണം. അത് വരാതെ ഒരു പക്ഷെ ഇതിനെ എതിർക്കാൻ ഹിന്ദുക്കൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ ഈ നമ്മള് അയാളെ അടിക്കും ഇടിക്കും എന്നൊക്കെ പറയാം, പക്ഷെ അത് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അതിപ്പോ നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റും, പക്ഷെ നേരിട്ട് ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടിന്റെ അല്ല, ബുദ്ധിമുട്ടിന്റെ ആണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോ ഞാൻ ഈ ഒരു വിഷയം ഉണ്ടല്ലോ, നമ്മളുടെ ബീഫ് കൊലപാതകം, നമ്മളുടെ ഇറച്ചി കൈവച്ചു എന്നും പറഞ്ഞിട്ട് തല്ലിക്കൊന്നു എന്ന് പറയുന്ന വിഷയം. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് സംഘപരിവാർ മേഖലയിലുള്ള ആളുകളോട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇവരാദ്യം പറയുന്ന കാര്യം, ഒന്നാമത് ഔദ്യോഗികമായിട്ട് അതങ്ങനെ കൊല്ലണമെന്നോ കൊല്ലപ്പെടണമെന്നോ ഉള്ള ഒരു തരത്തിലുള്ള ഇൻസ്ട്രക്ഷനോ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം ഉണ്ടായിട്ടില്ല. സംഘികൾ ആരും ചെന്നിട്ട് അവനെ പിടിച്ച് കൊല്ല് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ അൺഅക്കൗണ്ടബിൾ ആയിട്ട് നിലനിൽക്കുന്ന ആളുകൾ, അക്കൗണ്ടബിലിറ്റി ഫാക്ടർ ഇല്ലാതെയുള്ള ഇതുപോലെയുള്ള അണികൾ, ഈ അണികൾക്കാണ് ഈ പറയുന്ന സാധനം അവിടെ പെട്ടെന്ന് ഇറച്ചി കയറുന്നതും അവരുടനെ കാര്യം എടുത്ത് ഇറങ്ങുന്നതാണ്. ഒരു വിജിലാൻറ്റിസമാണ് അവിടെ വരുന്നത്. ഈ വിജിലാൻറ്റിസത്തിന് വഴിവെക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ വിജിലാൻറ്റിസത്തിലേക്ക് വഴിവെക്കാൻ തുടങ്ങിയാൽ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാണല്ലോ ഈ നമ്മളിപ്പോൾ ഈ ഹൂളിഗാനിസം എന്നൊക്കെ പറയുന്ന ഈ കാക്കാമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഹമാസിൻ്റെ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ ഈ ക്യാമ്പസുകളിൽ ചെയ്യുന്നതായാലും ഏത് സംഭവം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ പോപ്പുലർ ഫ്രണ്ട് SDP-യുടെ ഒക്കെ സമ്മേളനം നടക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോഴൊക്കെ കാണുന്നത് ഒരു കോമൺ സാധനമാണിത്. അതൊരു വളരെയധികം ചാർജ്ഡ് ആയിട്ടുള്ളൊരു മോബായിട്ട് വരുമ്പോൾ അതിനകത്ത് ഒരാൾ തുടങ്ങി വെച്ചാൽ മതി. ഞാനത് ഓർക്കുന്നത്, നമ്മളുടെ ആൾക്കൂട്ടം നമുക്ക് തരുന്നൊരു ബലമുണ്ട്, ഒരു എനർജി. ഇത് പണ്ട് കോളേജിലൊരു സമരം നമ്മൾ നയിച്ച സമയത്ത് നമ്മളെ സെക്കൻഡ് ലൈൻ നേതാക്കന്മാരാണ്
സമരത്തിൽ പങ്കെടുക്കുന്നത്. നമ്മളൊരു ഫ്രണ്ട് ലൈനിൽ ഒരു കൂട്ടം ആളുകളുണ്ട്, ഒരു വലിയ നേതാക്കൾ, ഞങ്ങൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇവർ വലിയ സംഭവമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അവരുടെ തൊട്ട് പിന്നിൽ നമ്മളിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആ സമയത്ത് കോളേജിൽ സമരമാണ്. നമ്മുടെ മാനേജ്മെൻ്റ് ഉണ്ട്, പ്രിൻസിപ്പാൾ, ഇവരെയൊക്കെ ഒരു മുറിയിലൊക്കെ നമ്മൾ പൂട്ടിയിട്ടിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഈ സംഭാഷണമായിട്ട് വരുന്ന സമയത്ത്, അപ്പോൾ ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൻ്റെ ആ ഭാഗത്ത് ഒരു ഷട്ടറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ, അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ 250 കുട്ടികൾ 300 കുട്ടികളാണ് ഉള്ളത്. എല്ലാവരും പുറത്ത് ഭയങ്കര ജൈവിളിയൊക്കെ ആയിട്ട് SFIയുടെ കീഴിൽ ഞങ്ങളെല്ലാവരും പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ നേതാക്കന്മാരുടെ മുന്നിൽ ഈ മാനേജ്മെൻറ്റും ആളുകളൊക്കെ അകത്തും. അപ്പോൾ ഇവരുടെ അടുത്ത് നമ്മളൊരു സന്ധി സംഭാഷണത്തിന് ചെല്ലുകയാണ്. സംഭാഷണത്തിന് ചെന്നിട്ട് അവർ എഗ്രി ചെയ്യാമെന്ന് പറഞ്ഞ സാധനത്തിനകത്ത് എഗ്രി ചെയ്യാതെ അവർ പിൻവലിയുന്നൊരു സംഗതി ഉണ്ടായി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ മീറ്റിംഗ് അവസാനിപ്പിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പുറത്ത് വന്നിട്ട് ഇവരോട് കാര്യം പറയുന്നു. എന്നിട്ട് നമ്മൾ ചോദിക്കണത്, ഇവരെ നമ്മൾ പൂട്ടിയിടല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നും പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനാണ് അന്ന് ചാടിയിട്ട്, ഈ വലിയ ഉയരത്തിലുള്ള ഷട്ടറാണ്, ഞാനിപ്പോൾ ആലോചിക്കില്ല എങ്ങനെയാണ് ആ ഷട്ടർമേലേക്ക് ഇതുപോലെ ചാടി എനിക്ക് കൈയെത്തിയെന്ന് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട്. ഒരൊറ്റ ചാട്ടത്തിൽ അതിൻ്റെ പിടിയിലേക്ക് കൈ കിട്ടുന്നു, അത് പിടിച്ച് താഴേക്ക് വലിക്കുന്നു, ഷട്ടറങ്ങ് ഇടുന്നു. ഇത് ഇടുന്നത് ഞാനാണ്. പിന്നെ അവിടെ ആകെ ഒച്ചയും ബഹളവും ആകെ ജഗമൊക്കെ ആവാണ്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു എനർജി, ആ ഒരു മോബ് അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന ആ ഒരു നീക്കങ്ങളെന്ന് പറയുന്നത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാത്ത സംഗതികളാണ്. ഇപ്പോഴും നമുക്കറിയില്ല. പിന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത്, അകുലട്ട എനിക്കെന്താ സംഭവിച്ചത്, ആ കട്ടിലൊക്കെ പിടിച്ച് പൊന്തിച്ച ആ ഒരു എഫക്റ്റാണ്. ഇതെങ്ങനെ സംഭവിച്ചതെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ പിന്നെ അവിടെ എന്തോ ഭാഗ്യത്തിന് പോലീസുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി വന്ന് സംഗതി എന്തോ സോൾവ് ആയിപ്പോയി. പക്ഷെ ഭയങ്കര കുറേ നേരത്തേക്ക്, ഒരു 1.5-3 മണിക്കൂർ നേരത്തേക്ക് ഒച്ചയും ബഹളമാവും. അപ്പോൾ ഈ ഒരു ബഹളത്തിൻ്റെ ഇടയിൽ എന്തും സംഭവിക്കാം. മോബ് അറ്റാക്ക് ഉണ്ടാകാം, ആളെ തല്ലിക്കൊല്ലാം, അതല്ലെങ്കിൽ എന്തും ആവാം. ഇതാണ് നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഈ ഒരു മോബ് വയലൻസ് അത് വന്നു കഴിയുമ്പോൾ അതിനകത്ത് അവിടെ പിന്നെ ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നൊരു സാധനം വരാനില്ല. അതാണ് നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അതിനകത്തൊരു സെൽഫ് കൺട്രോൾ വരണമെന്നുണ്ടെങ്കിൽ ആ മോബിൽ ഓരോ വ്യക്തിയും തീരുമാനിക്കണം, ഞാൻ ഇതിനകത്ത് പങ്കെടുക്കില്ല എന്ന്. അത് വളരെ അവിടെയാണ് ബുദ്ധിമുട്ട്, അതിനാണ് ബുദ്ധിമുട്ടെന്നാണ് ഞാൻ പറയാം. ഓക്കെ, യെസ്. അത് നമ്മള് ഈ അരാജകത്വത്തിലേക്ക് പോയി കഴിഞ്ഞാല് അത് നിയമപാലനത്തിനൊക്കെ പ്രശ്നമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ആ ഒരു ആവേശത്തിൽ പറഞ്ഞാണ്. അദ്ദേഹത്തിന് വേറെ ഉദ്ദേശം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നേരത്തെ നമ്മൾ സംസാരിച്ച ആൾക്ക് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പുറത്തെ അടിയാണെങ്കിൽ ഞങ്ങളും അടി എന്നുള്ള, അതിന് വേറൊരു മീനിങ് ഉണ്ട്. പക്ഷെ അദ്ദേഹം ശരിക്കും പോയിട്ട് ഒരാളെ തല്ലണം എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കില്ല എന്തായാലും. പക്ഷെ അതൊരു ഡോഗ് വിസിലിംഗ് ആണത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. അത് നോർമലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അതെ, ഇപ്പൊ എനിക്കിപ്പോ എന്നോടിപ്പോ ഒരു ജിഹാദി വന്നിട്ട് ഹിന്ദുവിനെ തല്ലിക്കൊള്ളണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല, കാരണം എന്റെ ആശയം വ്യത്യാസമാണ്. പക്ഷെ അത് ചിലപ്പോ ഒരു സാധാരണ മുസ്ലിമാണ് ചിലപ്പോ അതിന് തോന്നിയെന്ന് വരും. അങ്ങനെ കരുതുന്ന ആളുകൾ, നിങ്ങൾ പറയുന്ന അതേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചിലപ്പോൾ സ്വീകരിക്കാം സാധ്യത. പക്ഷെ അങ്ങനെ വേണമെങ്കിൽ പറയാം, അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് അത് വിശദീകരിക്കാം. അതുണ്ടാവുമല്ലോ, അതാണ് പ്രശ്നം. അതായത് നമ്മളൊരു മോബ് എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് 100 പേരാണെന്നുണ്ടെങ്കിൽ ആ 100 പേർക്കും അതെടുക്കണം എന്നില്ല. അതിനകത്തൊരു 10 പേരെടുത്താൽ മതി. ആ ഒരു സാധനം കൊള്ളാം, അപ്പോൾ അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അത് ഒരാൾ ശരി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ശരി വെച്ച്, ഇപ്പം നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു. ഞാൻ ഏതോ ഒരു ഹദീസ് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഖദീജ ബീവിനെയൊക്കെ വേശ്യയാണ് എന്ന് ഞാൻ വിളിച്ചു. നമ്മളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവനെ തല്ലാൻ ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഉസ്താദ്, നവാസ് മന്നാനി. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉസ്താദ് തല്ലില്ല, ഓക്കെ, പക്ഷെ തല്ലാൻ ആരും ഇല്ലെന്നാണ് ചോദിക്കുന്നത്. ഇവനൊക്കെ തല്ലുകയല്ലേ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ചോദിച്ചു വെക്കുമ്പോൾ ആ കൂട്ടത്തിൽ 10-100 ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് തോന്നിയാൽ മതി, അവൻ്റെ മനസ്സിൽ അത് ശരിയൊക്കെയാണ് ചെയ്യുന്നത് ഈ ഉസ്താദ്. ഈ റീഇൻഫോഴ്സ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം അത് വളരുക. ഒരാൾ റീഇൻഫോഴ്സ് ചെയ്യപ്പെടാതെ ഉള്ളൊരു ചിന്തയാണെന്നുണ്ടെങ്കിൽ അത് വളരാൻ സമയം എടുക്കും, ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരാൾ ശരി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ഇത് നമ്മൾ സൂക്ഷിക്കണം. ഈ ഡോഗ് വിസിലിങ്ങിൻ്റെ എഫക്റ്റ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയും. ഡോഗ് വിസിലിംഗ് അതാണ് അതിൻ്റെ കാര്യം. ആ ഡോഗ് വിസിലിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കേൾക്കില്ല, ഡോഗ്സിന് മാത്രമേ കേൾക്കുള്ളൂ എന്നുള്ളതാണ് ഈ ഡോഗ് വിസിലിങ്ങിൻ്റെ പ്രശ്നം. ഈ ഡോഗ്സ് ആരാണ്? ഈ ഡോഗ്സ് എന്ന് പറയുന്നത് ഓൾറെഡി ഈ ചിന്ത കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അവരാണ് അത് കേൾക്കുക, ഇത് കൊള്ളാം, അതാണ് ഈ ഐസിസ് ലോൺ വോൾഫ് അറ്റാക്സിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും എടുക്കുന്നില്ല. പക്ഷേ തല്ലണം കൊല്ലണം
സൽമാൻ റുഷീദിയുടെ പള്ളയ്ക്ക് ഒരു കത്തി കയറ്റണം, അല്ലെങ്കിൽ ജോസഫ് മാരുടെ കൈ വെട്ടണം, ആരിഫിൻ്റെ തല വെട്ടണം എന്നൊക്കെ ഏതെങ്കിലും ചങ്ങാതി പോക്കിരി സല്ലല്ലാഹു അലൈഹി വസല്ലമേനെ ഒന്ന് തട്ടണം എന്നൊക്കെ ആരെങ്കിലും വിചാരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവനത് എടുക്കാൻ പറ്റും, അവനത് ശരിവെക്കാൻ പറ്റും. അപ്പോഴാണ് അത് പ്രശ്നമാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം. അത് പ്രോത്സാഹിപ്പിക്കാനേ പറ്റില്ല. നമ്മളത് പറയുമല്ലോ, ഇപ്പം നമ്മൾ ഈ വയലൻസിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ സെക്സിസം നമ്മൾ പറയാറുണ്ട്, സ്ത്രീ വിരുദ്ധതയൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അതിൽ പറയാറുണ്ട്, സ്ത്രീകൾ പെണ്ണുങ്ങളല്ലെങ്കിലും അങ്ങനെയാണ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. സംഗതി നമ്മൾ നിരുപദ്രവകരമാണെന്ന് നമുക്ക് തോന്നാം. ഓക്കെ, നമ്മൾ പറയും ഞാൻ അങ്ങനെയൊന്നും അല്ല, പക്ഷെ എന്നാലും ഒരു തമാശയ്ക്ക് പറഞ്ഞു, അപ്പോഴത്തെ ഒരു ജസ്റ്റ് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് നമുക്ക് പറയും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ ഇത് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇൻ്റർണലൈസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുക ചെയ്യുക ഈ സെക്സിസം. അതാണ് അതിൽ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ വയലൻസും ഇൻ്റർണലൈസ് ചെയ്ത് അത് റീഇൻഫോഴ്സ് ചെയ്യാനുള്ളൊരു വഴിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും തെറ്റാണെന്ന് നമുക്ക് ബോധ്യമുള്ളൊരു സാധനം അതിനെ ഒരു തരത്തിലും നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ചെയ്താൽ അത് പ്രശ്നമാണ്. അത് നമ്മളുടെ സംഘി സുഹൃത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അത് നമ്മൾ സൂക്ഷിക്കേണ്ട സാധനം. ഇവിടെ പറയുന്ന ഇൻ്റർണലൈസ്ഡ് മിസോജിനി എന്ന് പറയുന്ന ആ വാക്ക് തന്നെ അതാണ് ഇവിടെ സൂചിപ്പിച്ചത് സിത്താര. അതൊരു വലിയ പ്രശ്നമാവുന്ന അങ്ങനെയാണ്. അത് എല്ലാത്തിലും നമുക്കത് കാണാൻ കഴിയും. ഇതുപോലെയുള്ള നെഗറ്റീവ് റിഗ്രസീവായിട്ടുള്ള സാധനങ്ങൾ അതിൻ്റെ ഇരകളുടെ അല്ലെങ്കിൽ അത് നേരിടുന്ന ആളുകളുടെ ഉള്ളിൽ പോലും അത് ഇൻ്റർണലൈസ് ചെയ്യുന്ന ഒരു ഒരു സംഭവമായിട്ട് മാറി അത് പ്രശ്നമാവുന്നത് അങ്ങനെയാണ്. സൂക്ഷിക്കണം. ഓക്കെ, യെസ്. വിഘ്നേഷ്, ഒച്ചയൊന്നും കേൾക്കുന്നില്ല. ഹലോ, ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഉണ്ട്. അല്ല, അത് തന്നെ ഞാൻ പറയണത്. എനിക്ക് ഒറ്റ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെന്റിന്റെ എന്താ പറയുന്ന ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വയലൻസ് ഇല്ലാതെ നമ്മൾ ഈ പറയുന്ന എല്ലാം നോർമലൈസ് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പൊ അതില് നമുക്കൊരു വിജാതമായിട്ടുള്ള രീതിയിലൊരു ടോക്കായിരുന്നു സുശാന്ത്. ഞാനത് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും സുശാന്ത് ഇങ്ങനെ ഇത്ര ഇതായിട്ട് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും എല്ലാം നോർമൽ ആവട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. വയലൻസ് ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. വയലൻസ് ആക്ട് മാത്രമല്ല, അതിന്റെ തിയറിയും അതിന്റെ എക്സ്പ്രഷൻ പോലും പാടില്ല. എക്സ്പ്രഷൻ പോലും കാര്യം ഇത് മനസ്സിൽ ഉള്ളതുകൊണ്ടാണല്ലോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ സോറി, ജസ്റ്റ് ഫോർ ഹൊറർ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഒരു ACDXYS ഹോമിയോപ്പതി BHMS പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. BHMS കഴിഞ്ഞെന്നൊക്കെയാണ്, മലപ്പുറത്താണെന്ന് തോന്നുന്നു. സയൻറ്റിഫിക് ആയിട്ടുള്ള കോഴ്സ് പറഞ്ഞു തരുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ BHMS ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ആണെന്നുണ്ടെങ്കിൽ BHMS വിടുക, എന്നിട്ട് വല്ല BSCക്കും പോയിട്ട് ചേരുക. ഒന്നാമത്തെ ഓപ്ഷൻ അതാണ്. ഇനി അതല്ല തേർഡ് ഇയർ ആണ് എന്നാലും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വിട്ടോ, എന്നിട്ട് വേറെ കോഴ്സിന് പോയി ചേരുന്നതാണ് ഏറ്റവും നല്ലത്. പ്രൈവറ്റ് ആയിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് BSCയോ BTechോ അല്ലെങ്കിൽ വേറെ ഏത് കോഴ്സ് സയൻസ് ഫീൽഡിലുള്ള ഈ കപടശാസ്ത്രമല്ലാത്തുള്ള ഏത് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് പോയി പഠിക്കാം. ഒരു 2-3 വർഷം പോയാലും വേണ്ടില്ല, നിങ്ങൾ റിപ്പീറ്റ് ചെയ്തെന്ന് വിചാരിച്ചാൽ മതി. എന്നാലും വേണ്ടില്ല. 3-4 തവണയൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഓരോരുത്തർ MBBSനൊക്കെ പോണത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ 2-3 വർഷം പോയാലും വേണ്ടില്ല, BHMS വിടുക, എന്നിട്ട് പോയി വേറെ വല്ലതും പഠിക്കുക. ഒന്നാമത്തെ എൻ്റെ ആത്മാർത്ഥമായ ഒരു ഒപ്പീനിയൻ അതാണ്. എൻ്റെ കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജൂനിയേഴ്സായിട്ടുണ്ടായിരുന്ന ഒരു 3 പേരെങ്കിലും എൻ്റെ ഓർമ്മയിൽ ഞാൻ ഓർത്തെടുക്കുന്നത്, അവർ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറൊക്കെ വെച്ച് കോഴ്സ് നടത്തിപ്പോയി. അവരിന്നിപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും അതുപോലെ മറ്റു പല ഫീൽഡിൽ, ഒരാൾ പോലീസാണ്. ഇപ്പം അന്ന് SI ആയിരുന്നു. ഞങ്ങൾ ഫൈനൽ ഇയർ ഞാൻ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ പുള്ളി സീനിയറായിട്ട് പോയി അവസാനം SI ആയിട്ട് സെലക്ഷൻ കിട്ടി കയറിയതൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ ഒരാളുണ്ട്. അതുപോലെ മറ്റു പല മേഖലയിലേക്കും പോയിട്ടുള്ള ഇത് വിട്ടു പോയ ആളുകളുണ്ട്. അപ്പോൾ കോഴ്സ് വിട്ടു പോകാൻ പറ്റുമെങ്കിൽ അത് തന്നെ ചെയ്യാം. കാരണം ഈ BHMSൻ്റെ പ്രശ്നം, ഇപ്പം MBBS കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ചുകൊണ്ട് ഒരുപാട് കോഴ്സസ് നിങ്ങൾക്ക് ചെയ്യാം, പല സംഗതികൾ. അത് പലതും BHMSന് പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ഒരു ബേസിക് മെഡിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് അത് കൗണ്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ വേറെ ചില കോഴ്സസ് ഇത് വെച്ചുകൊണ്ട് ചെയ്യാം. ഇപ്പോൾ MBA അതല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഒരുപാട് MSc വെച്ചത് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ബയോകെമിസ്ട്രി, ഫിസിയോളജി, അനാറ്റമി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാം. പക്ഷേ അതിനൊക്കെ എത്രമാത്രം ജോബ് പ്രോസ്പെക്ട്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. അതൊക്കെ കൂടുതലും
കോളേജിൽ പഠിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ്. പക്ഷേ അപ്പോഴും സാലറി ഒക്കെ പ്രശ്നമാണ്. ഒറ്റവാക്കി പറഞ്ഞാൽ ഇപ്പോൾ MBBS കഴിഞ്ഞിട്ട് നിങ്ങളൊരു ജോലിക്ക് കയറുമ്പോൾ വെറും MBBS മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മിനിമം ഒരു 50,000 രൂപ സാലറി കിട്ടും. ഈ സെയിം സാധനം BHMS പഠിച്ചിട്ടാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ പോലും കയ്യിൽ കിട്ടില്ല. ഇതാണ് അവസ്ഥ. 5,000 രൂപയ്ക്കും 8,000 രൂപയ്ക്കൊക്കെയാണ് പല ക്ലിനിക്കുകളിലും ഹോമിയോ ഡോക്ടർമാർ ഉണ്ടായിരുന്നത്. അതൊരു പ്രശ്നം തന്നെയാണ് BHMS പഠിച്ചു കഴിയുമ്പോൾ. അപ്പോൾ ആ ഒരു പാരിറ്റി ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കാതിരിക്കാൻ തന്നെയാണ് നല്ലത്. അത് പിന്നെ സ്വന്തം ക്ലിനിക്ക്, അത് പിന്നെ ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ ആളുകളുടെ ജീവൻ അപകടത്തിലാക്കുന്ന വിഷയമാണ്. നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. അത് ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു നാക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രോഗികളെയൊക്കെ പിടിച്ചു നിർത്തി അതൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഉള്ളിലൊരു കുത്ത് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരു സംഘർഷമൊക്കെ നമുക്ക് വരും. ഈ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു തോന്നൽ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ അത് എനിക്കൊക്കെ ഉള്ള പ്രശ്നം അതായിരുന്നു. സംഗതി കാശുണ്ടാക്കാനൊക്കെ നമുക്ക് പറ്റും, പക്ഷേ ഇത് വലിയൊരു പ്രോബ്ലം ആയിരുന്നു. ഇത് ചെയ്യുന്നത് ശരിയല്ല, നമ്മൾ ഇവരെ പറ്റിക്കണ പോലെയല്ലേ എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അത്. രണ്ട്, നമുക്കെല്ലാം മനസ്സിലാവും ഇവർക്ക് കൊടുക്കേണ്ടത് ആറ്റം ബോംബാണ്, അതല്ലെങ്കിൽ മറ്റേ വെടിക്കോപ്പ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മുടെ കയ്യിൽ അമ്പും ബില്ലുമാണ്. ഇതേ കൊടുക്കാനേ നമുക്ക് യോഗമുള്ളൂ. തോക്കൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്, അതെടുത്ത് വെടിവെക്കാൻ നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല. ഇതാണ് അവസ്ഥ ഹോമിയോ ഡോക്ടറുടെ. പാരസെറ്റമോൾ കൊടുത്താൽ അരമണിക്കൂർ കൊണ്ട് മാറുന്ന പനി, പക്ഷെ നിങ്ങൾക്ക് അത് കൊടുക്കാനുള്ള അവകാശമില്ല. നിങ്ങൾ മറ്റേ ബലഡോണയും ആഴ്സനിക് ആൽബമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇതാണ് അവസ്ഥ. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഈ MBA റിലേറ്റഡ് ആയിട്ടുള്ളത്, അതിപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ പ്രൊജക്ട് മാനേജ്മെൻറ്റ്, അങ്ങനെ പലതും ഉണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇത്. പിന്നെ MSc മറ്റേ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഫിസിയോളജി, ബയോകെമിസ്ട്രി, അങ്ങനെയുള്ള കോഴ്സസ്, അതുപോലുള്ള ചില സാധനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ സൈക്കോളജിയൊക്കെ പല ആളുകൾ പറയാറുണ്ട്, പക്ഷെ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം പ്രോപ്പറായിട്ട് സൈക്കോളജി ഒക്കെ പഠിച്ച് ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ലെവലിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു BA മുതൽ തന്നെ പഠിച്ച് മുകളിൽ BSc ലെവലിലൊക്കെ പഠിച്ച് മുകളിലേക്ക് പോകുന്നത് തന്നെയാണ് സൈക്കോളജിയിലൊക്കെ കുറേയും കൂടിയും എഫക്റ്റീവായിട്ട് വരാറുള്ളൂ. മറ്റേതൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളാണ്. അതൊന്നും ഒരു അക്കാഡമിക്കലി അതിന് അത്ര വലിയ വാലിഡിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. പിന്നെ അല്ലാതെയുള്ള അപൂർവമായിട്ടുള്ള ചില കോഴ്സസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ആൾ ചെയ്തത് ബയോ എത്തിക്സ്, അതാണ് അത് ചെയ്തത്, MSc. അത് കഴിഞ്ഞിട്ട് ആളിപ്പോൾ പുറത്തൊക്കെ പോയി അവിടെ ജോലിയൊക്കെ നോക്കുന്ന സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ വളരെ സീറ്റ് വളരെ കുറവാണ്. അതൊന്നും അങ്ങനെ വ്യാപകമായിട്ടൊന്നും ആർക്കും ഓടിച്ചെന്ന് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോഴും അതൊക്കെ അപൂർവമായിട്ട് ആളുകൾക്ക് കിട്ടുന്ന ഓപ്ഷൻസ് മാത്രമാണ്. അത് കുറേ കൂടി റിസർച്ച് ഓറിയൻറ്റഡ്, റിസർച്ച് ഏരിയയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എടുക്കാം, അത് ക്ലിനിക്കൽ റിസർച്ചിൽ എടുക്കാം. പിന്നെ അങ്ങനെയുള്ള ചില സംഗതികളുണ്ട്, അത് എടുത്താലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. പക്ഷേ 3rd ഇയർ വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, കോഴ്സ് വിട്ടേക്കുക. BScക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും BAക്കോ വല്ലതും പോയിട്ട് ചേരുന്ന തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയാം. ഓക്കെ, ജസീമിന് ഉറക്കം വരുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആണ്. ഓക്കെ, നാളെ ഇപ്പോൾ സാറ്റർഡേ ആയത് കാരണം ഞാൻ പിന്നെ അങ്ങ് ഇരുന്നതാണ്. വേറെ ആരും ഒന്നും. യെസ്, വരാന്ന് പറഞ്ഞിട്ട് ചേച്ചി വരാതിരുന്നാലോ. ചേച്ചി വരാതിരിക്കോ? കാണുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും കാത്തു നിൽക്കണോ? വരുമോ? സമയമുണ്ടെങ്കിൽ ഓക്കെ. 1 മണിയായി. 1 മണിയായി. ചാറ്റിലൊക്കെ കുറെ വിശ്വാസികൾ ഉണ്ടായിരുന്നു, അവരാരും ഇല്ലേ? വിശ്വാസികളൊന്നും ഇപ്പൊ കാണുന്നില്ലെന്ന്. അല്ല, വിശ്വാസികൾക്ക് സംശയമൊന്നും ഇല്ലേ? ഇവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ഈ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസം വരുന്നില്ലല്ലോ. അതാണ്. ഇവിടെ ഒരു കാര്യം ചെയ്യും, ഒരു സൂറ എന്തായാലും എടുത്ത് ഒന്ന് വിമർശിച്ചു നോക്ക്, അപ്പൊ ചിലപ്പോ കേറി വരും. അത് പറഞ്ഞപ്പോഴാ ഇന്ന് എന്നെ ഒരു കുരുപൊട്ടിയ ഒരു വിശ്വാസി വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കോൾ റെക്കോർഡ് ഉണ്ട്, അപ്പോൾ അത് നാളെ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. പുള്ളി എന്നോട് വേറെ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താ മുഹമ്മദ് നബിയുടെ പണി, അതിങ്ങ് പറഞ്ഞു, ആ പണി ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ജമ്മം ചെയ്താൽ അത് പറയില്ല. അങ്ങനെ അത് തന്നെ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം പുള്ളി എന്തൊക്കെയോ ഖുർആനൊക്കെ ഓതി കുറേ പോയി. അപ്പോൾ അങ്ങനെ ഒരു കീറിപ്പറഞ്ഞ ഒരു വിശ്വാസി ഇന്ന് വന്നിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് നാളെ നമുക്ക് പബ്ലിഷ് ചെയ്യാം.
എല്ലാവരും രണ്ടും ഭയങ്കര തയ്യാറായിട്ടിരുന്നോ? ചെവി അടിച്ചു പോകാതിരുന്ന ഭേദം. യുകെയിൽ നിന്നാണ് ഒരു കാര്യം പറയാനുണ്ട്. ജെയിംസ് ആന്റണി. ജെയിംസ് ആന്റണി കയറി ഒരു ലിങ്ക് അവിടെ ഉണ്ടല്ലോ, പിൻ ചെയ്തിട്ടില്ല അല്ലേ? നമ്മൾ ലിങ്ക് പിൻ ചെയ്യാം. ജെയിംസ് ആന്റണി കയറി വരൂ. എന്താണ് ആ കാര്യം എന്ന് പറയൂ. യുകെയിൽ നിന്നുള്ള ഷെരിയ ഫോർ യുകെ ഞങ്ങളിവിടെ നിരന്തരം റിലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മുഖതാവിൽ നിന്നും കേൾക്കാനൊരാഗ്രഹം. ഓക്കെ, ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജെയിംസ് ആന്റണി. ഓക്കെ, പ്രൊഫൈൽ പിക്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, നോ പ്രോബ്ലം അഞ്ജലി. നമുക്ക് അടുത്ത തവണ കാണാം. അത് 24 hours എടുക്കും പ്രൊഫൈൽ പിക്ചർ മാറി വരാൻ. പ്രൊഫൈൽ പിക്ചർ ഇല്ലാതെ കയറാൻ പറ്റില്ല. അത് ഇപ്പോ ഇനിയിപ്പോ മാറ്റാൻ കഴിയില്ല. അത് മാറ്റാം. അത് വേറെ അക്കൗണ്ട് അരുബായി, അത് ലേഔട്ട് മാറ്റിയാൽ മതി. അവരെ സ്ക്രീനിൽ കൊണ്ടുവരാതെ സംസാരിപ്പിക്കാൻ പറ്റും. ജോയിൻ ചെയ്തിട്ട് സ്ട്രീം യാർഡിൽ ലേഔട്ടിന്റെ ഓപ്ഷൻ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അതിപ്പോ അവരെ കൊണ്ടുവരാതെ സ്ക്രീൻ ഒന്ന് മാറ്റിയാൽ മതി, ആ ലേഔട്ട് ഒന്ന് മാറ്റിയാൽ മതി. മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ ചില കീഴ്വഴക്കങ്ങളാവുമ്പോ. അഞ്ജലി ചേച്ചിയുടെ അത് കുട്ടികളുടെ ഫോട്ടോ ആണ് തോന്നിട്ടേക്കുന്നത്, അതുകൊണ്ടാണ്. നോക്കട്ടെ വഴി ഉണ്ടാക്കാം. ഇങ്ങനെ കാണും അല്ലേ? ജെയിംസ് പറയൂ, വെൽക്കം. കേൾക്കാം. സൗണ്ട് ലേശം കുറവാണ്, പക്ഷെ എന്നാലും ഓഡിബിൾ ആണ്. ഞാനിവിടെ യുകെയിലാണ്, ലണ്ടനിലാണ്. കേൾക്കാം. ഓക്കെ, അപ്പോ ഇപ്പൊ ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഒത്തിരി എക്കോ വരുവാണല്ലോ. അത് നിങ്ങൾ രണ്ടും ഓണാക്കി വെച്ചിട്ടുണ്ടാവും. യൂട്യൂബ് അവിടെ ഒന്ന് മ്യൂട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ യൂട്യൂബ് ഓഫ് ആക്കിയാൽ മതി. നമ്മളുടെ അഞ്ജലി വന്നിട്ടുണ്ട്. അഞ്ജലിയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോവാം. അഞ്ജലി കേൾക്കാവോ? യെസ്, പറയൂ. ആ ശബ്ദം ഒന്ന് കേട്ടു, കുറെ നാളായി കാണുന്നു. ഹലോ. ഒത്തിരി സന്തോഷം സംസാരിക്കാൻ സാധിച്ചതില്. യെസ്, ലേഔട്ട് മാറ്റി, ആളെ മുഖം കാണൂല, ധൈര്യമായിട്ട് പറഞ്ഞു. എനിക്ക് ആദ്യം ഈ ജാമിദ ടീച്ചറുടെ അതുപോലെ അങ്ങയുടെ ഒക്കെ വീഡിയോസ് കാണുമ്പോൾ ശരിക്കും ഇങ്ങനെ തോന്നിയിരുന്നത്, എന്തിനാ ഇതൊക്കെ സംസാരിക്കുന്നേ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നൊക്കെ. പക്ഷെ പിന്നീട് നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായപ്പോ മനസ്സിലായി, ശരിക്കും തുറന്നു പറയാനും അതിനോട് പ്രതികരിക്കാനും കുറച്ച് ആൾക്കാരുള്ളത് നല്ലത് തന്നെയാണ്. ഇവരെ മാറി ചിന്തിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ ഈ രംഗത്തേക്ക് കടന്നു വന്നതിൽ വലിയൊരു അഭിനന്ദനമുണ്ട്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. അല്ല, വരാൻ നമ്മള് എന്താ പറയാ, നമുക്ക് വരേണ്ടി വന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ അനുഭവങ്ങൾ വരുമ്പോ വന്നു പോകുന്നതാണ്. ഓക്കെ, മനസ്സിലായി. എന്തായാലും വന്നല്ലോ, അതുകൊണ്ട് തന്നെയാണ് അത് എടുത്തു പറഞ്ഞത്. നല്ല കാര്യം. കൂടുതൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കൂ, നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെയുള്ള ആളുകളെ. അവരും വരട്ടെ, ഇതുപോലെ കൂടുതൽ ആളുകൾ വരണം. ഈ ദുരനുഭവം തുറന്നു പറയാൻ പറ്റുന്നതാണോ? പല സ്ഥലത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതിപ്പോ എന്റെ പേരിൽ വരുന്നോണ്ട് പ്രശ്നമാണ്. ശരി, ഓക്കെ. എന്നാ വേണ്ട, നമുക്ക് പേരില്ലാതെ എഴുതി തന്നാ മതി, ഞാൻ വായിച്ചോളാം ഒരു ദിവസം. അതായിരിക്കും നല്ലത്. സത്യം പറഞ്ഞ ആരിഫ് സാറിനെ പോലെ ഒത്തിരി പേര് ഇങ്ങനെ ഈ ഇസ്ലാം മതവിമർശനം, ആദ്യമൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനൊരു മതത്തിനെ, ഒത്തിരി മതങ്ങളുണ്ട് നമ്മുടെ ലോകത്ത്, അതെങ്ങനെ എതിർത്ത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു.
പിന്നീട് ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് പേര് അതിനെ എതിർത്ത് സംസാരിച്ചാലാണ് കുറച്ച് ഈ മതത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്കൊന്ന് മാറി ചിന്തിക്കാൻ, ഇത് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് മാറി ചിന്തിക്കാൻ ഒരു ഘടകമാവുന്നുണ്ട്. വളരെ സന്തോഷം. അവര് മാറട്ടെ. എന്തായാലും ഒറ്റയടിക്ക് മാറില്ല. പിന്നെ ഇങ്ങനെ ഇവരെ എതിർക്കുന്നവര് കൂടുതൽ സൂക്ഷിക്കുകയും വേണം. അഞ്ജലി ഒരു ഫേക്ക് ഐഡി ആണെന്ന് പല ആളുകളും ഇവിടെ പറയാറുണ്ടായിരുന്നു. അവർക്ക് സമാധാനമായിട്ടുണ്ടാവും അല്ല, വിചാരിക്കും. ഫേക്ക് ഐഡി അല്ല. അല്ല, ഏതോ ഫേക്ക് പുരുഷൻ ഐഡി ഫേക്ക് അല്ല. ഐഡിയിൽ നടക്കണാണെന്ന് പല ആളുകൾ പറയണത് ഞാൻ കാണാറുണ്ട് കമന്റ് സെക്ഷനിൽ. ഏതോ ഒരു ജിഹാദിയുടെ ഫേക്ക് ഐഡി ആണെന്നൊക്കെ. അപ്പൊ അത് ആളുകൾക്ക് സമാധാനമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, അവര് ഫേക്ക് ഐഡിയിൽ വന്നിട്ട് കുറെ തെറി പറയുന്നതുകൊണ്ട് അവർക്ക് തോന്നുന്നതായിരിക്കും. അതായത് അത് നമ്മൾ പറയാറുണ്ടല്ലോ, അവർ ചെയ്യുന്നതാണ് ബാക്കിയുള്ള ആളുകളും ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നുന്നതാണ്. അതൊരു വേറൊരു വാക്ക് നമ്മൾ അതിന് പറയും, ഒരു റിലേയിങ് എഫക്റ്റ് ആണത്. നമ്മൾ ചെയ്യുന്ന തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നതെന്നുള്ളൊരു തോന്നൽ. ഓക്കെ, അപ്പം എന്തായാലും സന്തോഷം ജോയിൻ ചെയ്തതിന്. ഇടയ്ക്ക് വരൂ സമയം പോലെ. പ്രൊഫൈൽ പിക്ചറൊക്കെ മാറുന്ന ഒരു ഘട്ടമെത്തുമ്പോൾ ധൈര്യമായിട്ട് കയറിക്കോളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ? യെസ് പോക്കരി, കേട്ടോ? ഞാൻ എനിക്ക് ശബ്ദം അത്ര ഒച്ചത്തിൽ കേൾക്കുന്നില്ല എന്നറിയില്ല. വളരെ പതുക്കെയാണ് പറയുന്നത്. കേൾക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു അവിടെ ലൗഡ് സ്പീക്കറിലായിരിക്കും ചിലപ്പോൾ. അതെ, ഞാൻ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല. യെസ്, അതെ, കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ വളരെ നന്ദി. നമുക്ക് വീണ്ടും കാണാം. പോക്കരിയെ പോലെ ഇനി ആൾക്കാരുണ്ടാവട്ടെ. തീർച്ചയായിട്ടും വരുന്നായി. ഇപ്പൊ രണ്ട് കട്ടയല്ലേ ഇപ്പൊ ഇവിടെ വന്നിരിക്കണം. ഇനി ഇതേപോലെ 4 കട്ടയാക്കാനാണ് എന്റെ പദ്ധതി. 3 ആളെയും കൂടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. വിഘ്നേഷ് പിന്നെ ചാനലും നന്നായിട്ട് വരട്ടെ. പുതിയ കാര്യങ്ങൾ ഇട്ടാൽ മതി. അതെ, ഇൻഷാ അല്ലാ. അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് അള്ളാഹുവിനെ വിളിക്കാന്നാണ് പറയുന്നത്. അതെ, ഇൻഷാ അല്ലാ. അതെ, ശരി. അപ്പൊ ഞാനും കൂട്ടുകാരുടെ കൂടെ പറയായിരുന്നു. എന്താണ്? അങ്ങനെ പറയായിരുന്നു. ശരി, മനസ്സിലായി. ഞാൻ ഊഹിച്ചോളാം ബാക്കി. ഒരു ലവ് ജിഹാദ് മണക്കുന്നുണ്ട്. ഇല്ല. അതെ, ഓക്കെ, ശരി, താങ്ക് യു. യെസ്, ഓക്കെ, അപ്പൊ നടക്കട്ടെ. ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, അഞ്ജലി കുറെ നേരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് ഒന്ന് കയറാൻ പറ്റിയത്. ജെയിംസ്, ക്ലിയർ ആയോ? കേൾക്കുന്നുണ്ടോ ജെയിംസ്? ജെയിംസ്, ഹലോ. കേൾക്കുന്നുണ്ടോ? എനിക്ക് നമുക്ക് കേൾക്കാം. നേരത്തെയും കേൾക്കാമായിരുന്നു. അതെ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. അപ്പം ഞാനിവിടെ UK ലണ്ടനിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നാളായിട്ട് ഇറാനിൽ നിന്ന് ഒത്തിരി ആൾക്കാർ വന്ന് അടിഞ്ഞോണ്ടിരിക്കുക. കുറച്ച് നാളായി. അപ്പം ഒത്തിരി ആൾക്കാർ നമ്മളിവിടെ കാണുന്നുണ്ട്. അവര് ഈ സൈക്കിളുമായിട്ട് ഡെലിവറി ജോബിന് ഇറങ്ങുവാണ്. അവര് അഭയാർത്ഥികളാണ്. അവർക്ക് ഹോട്ടലിലൊക്കെയാണ് താമസം. അവർക്ക് ക്യാഷിനൊന്നും ഒരു പ്രശ്നമില്ല. ആഴ്ചയിൽ പൈസ കയ്യിൽ വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഒരുത്തനെ ഞാനിങ്ങനെ പരിചയപ്പെട്ടു. ഇവന്മാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ആക്ച്വലി ഇവന്മാർക്ക് അമ്മയുടെ പാഴ്സി ഭാഷ മാത്രം അറിയാവുള്ളൂ. അപ്പം ഫോണില് അവൻ സംസാരിക്കും. അത് ട്രാൻസ്ലേറ്റ് ആയിട്ട് നമ്മളത് ഇംഗ്ലീഷിലോട്ട് വായിച്ചെടുക്കും. നമുക്ക് പറയാനുള്ളത് അതുപോലെ അങ്ങോട്ട് എടുക്കും. അപ്പം ഞാനോർത്ത് ഇവര് മതവിശ്വാസികൾ, തീവ്ര മതവിശ്വാസികളാണ് എന്നൊക്കെയാണ് ഞാൻ ഓർത്തത്. പക്ഷേ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും സംസാരിച്ചില്ല. അപ്പൊ ഇവൻ ഇങ്ങനെ എന്നോട് പറഞ്ഞ് ഇവിടെ ചർച്ച എവിടെയാന്ന്. അപ്പൊ ഞാൻ ചർച്ച എവിടെയാന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ആദ്യം ഇവന്റെ പേര് മുസ്ലിം പേരാണ്. അപ്പോൾ ഞാൻ ഓർത്തത് ഇനിയിപ്പോ നമ്മളെന്തിനാ വെറുതെ കൂടുതൽ സംസാരിക്കണം ഓർത്തിട്ട് ഇങ്ങനെ മാറിയെന്ന്. ഇവന്മാരെങ്ങനെയുള്ളമാരൊന്നും അറിയില്ല. ഇനി വല്ല തട്ടിപ്പോ വെട്ടിപ്പോ അറിയില്ലോ. അപ്പൊ ഇവനോട് ചർച്ച ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു നീ മുസ്ലിം അല്ലെന്ന് ചോദിച്ചു. ഞാൻ മുസ്ലിം ആയിരുന്നു. ഇറാനിൽ വെച്ച് ഞാൻ മുസ്ലിം ആയിരുന്നു. പക്ഷെ അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ഞങ്ങള് പണ്ടേ മതം വിട്ടതാണ്. അപ്പൊ കാരണം എന്റെ
ഞാൻ എല്ലാം സ്ക്രീൻഷോട്ട് ഫോട്ടോ എടുക്കണ്ടായിരുന്നു. അവന്റെ മൊബൈലിൽ അവൻ എനിക്ക് സമയമൊക്കെ ഞാൻ അപ്പൊ തന്നെ ഫോട്ടോ എടുക്കും. അവന്റെ ഫോട്ടോ ഞാൻ അവനെ അറിയാണ്ട് എടുത്തു. അപ്പോ അതിനകത്ത് അവൻ പറയുന്നതെന്ന് വെച്ചാല് അവൻ പബ്ലിക് സ്പേസ് ആണ് ഡെലിവറി, ഒരു മാക്ഡൊണാൾഡിന്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ അവൻ സംസാരിക്കുക. അവൻ ആ പബ്ലിക് സ്പേസിൽ നിന്നിട്ട് മുഹമ്മദിനെ മറ്റേ എഫ് കൂട്ടി തെറി, അന്യായ തെറി. അതിന്റെ അടുത്ത് ഈ പാകിസ്ഥാനികളില്ല, അവര് വേറെ എന്തൊക്കെയാണ് സംസാരിച്ചോണ്ടിരിക്കുക. ഇവൻ കാരണം ഞങ്ങളുടെ രാജ്യം ഇങ്ങനെ ആയത്, മറ്റതാണ് മറിച്ചതാണ്, എന്റെ പൊന്നോ. എന്നിട്ട് എന്തൊക്കെയാണ് പറയണെന്ന് അറിയാവോ? നിനക്കറിയാവോ ആ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കണൊക്കെ? അവൻ എന്നോട് ഇങ്ങനെ പറയാം, നമുക്കിതൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കണ? പറഞ്ഞു ഇതൊക്കെയാണ് മറ്റേ ഇൻഫിഡൽസ്, അങ്ങനെ മറ്റൊന്ന് മറിച്ച് കുറെ സാധനങ്ങളൊക്കെ അവൻ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. അതിനുശേഷം ആശാനോട് പറഞ്ഞു, ഞാൻ ഒരു കണക്കിന് ആ മഹ്സാമിനിയുടെ വിഷയത്തില് എന്നെ 7 ദിവസം ഒരു ജയിലിൽ പിടിച്ചിട്ടു. അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് എന്റെ പുറകെയായിരുന്നു. പിന്നെ ഞാൻ എന്റെ അങ്കിളിനെ വിളിച്ചു. അങ്കിള് വഴി ഞാൻ സിറിയൻ മരുഭൂമി മലനിരകളിലൂടെ നടന്ന് ഇറാഖിലെത്തി. അവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് തുർക്കിയിലോട്ട് കടന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, അവിടെ എങ്ങനെയാണ്, മതവിശ്വാസികളാണ്? അവിടെ ഒറ്റ ഒരുത്തിനും മതമില്ല. മതം ഉള്ളത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ അതായത് പള്ളിയിൽ പോകാത്ത കാരണം ഇവരുടെ പോലീസ് വന്നിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ അത്രയ്ക്ക് പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മിക്ക ആൾക്കാർ അവിടെ മതം വിട്ട് കഴിഞ്ഞു. അവിടെ ഏറ്റവും ഞാൻ ഇത് വിടാനായിട്ട് കാരണം എന്തെന്ന് പുള്ളി പറഞ്ഞത്, ഈ നമ്മുടെ കണ്ണിന് കുത്തേറ്റ ഒരാളില്ലേ, സൽമാൻ റുഷ്ദിയുടെ പുസ്തകം. അത് അവിടെ ആ സാധനം ഞാൻ വായിച്ച പിന്നെയാണ് ഞാൻ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അപ്പം പുള്ളി അതൊക്കെ എനിക്ക് എഴുതി തന്ന സംഭവമാണ്. ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചത്, എനിക്കറിയില്ല ഏത് നമ്പറിലോട്ട് കേൾക്കണമെന്ന് എനിക്കറിയില്ല. അപ്പൊ പുള്ളിയുടെ ഫോൺ നമ്പറൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഇങ്ങനെ ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ പോലെ തരുമെന്നും അറിയില്ല, കാരണം ഇവനൊക്കെ രക്ഷപ്പെട്ട് പോന്നേക്കണ. ഇവിടെ ഉണ്ടാവും ചാരന്മാരൊക്കെ ഉണ്ടാവുന്നേ, അപ്പോ ഇങ്ങനെയുള്ളവർ തരുമെന്നും അറിയില്ല. അപ്പം ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. മൊബൈൽ നമ്പർ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ സമയം പോലെ ഞാൻ കിട്ടുവാണെങ്കിൽ ഞാൻ അയച്ചെന്നൊക്കെ. എനിക്കറിയില്ല എങ്ങോട്ട് അയക്കണമെന്നുള്ളത്, അത് സംഭവം. പക്ഷെ അവിടെ ഈ സൽമാൻ റുഷ്ദിയുടെ പുസ്തകം ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അതുപോലെ പുള്ളി പറഞ്ഞത് ഈ നമ്മള് 5000 മോസ്ക് അടച്ചെന്നുള്ള കാര്യമൊക്കെ സത്യം തന്നെയാണ്. അത് അവിടുത്തെ ന്യൂസിൽ വന്ന കാര്യം സത്യം തന്നെയാണ്. ഞാൻ അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ്. അവിടെ മതവിശ്വാസികൾ പറഞ്ഞ സംഭവം ഇല്ല. കുറച്ച് തീവ്രന്മാരുണ്ട് ഗവൺമെന്റുമായിട്ട് അടുത്ത് നിൽക്കണവര്. പിന്നെ പുള്ളി പറഞ്ഞത് ഷായുടെ ഒരു മകനുണ്ട്, പണ്ട് അവിടുത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഷാ എന്ന് പറഞ്ഞ ഒരു മകനുണ്ട്. ഇൻ കേസ് ഇങ്ങനെ തിരിച്ച് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹമായിരിക്കും രണ്ടാമത് രാജ്യത്തിന്റെ ഇതാവുക. പക്ഷെ പുള്ളി പറഞ്ഞത് ഇവർക്ക് ചാൻസ് ഉണ്ട്, ഞങ്ങള് എന്തിനും തയ്യാറാ, ഞങ്ങൾ എപ്പോഴും അങ്ങോട്ട് പോകാൻ തയ്യാറാ. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും ഒരിക്കലും ഞങ്ങൾക്ക് ആ രാജ്യം തിരിച്ചു കിട്ടും എന്നുള്ളത് ഒരു ഇതുണ്ട്. പിന്നെ ഇവിടെ ഒത്തിരി ഇറാൻ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പം അവിടെയൊക്കെ ഈ അവിടുത്തെ ഭരണകൂടത്തിനെതിരായിട്ടുള്ളത് പബ്ലിക്കായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഇറാൻ ഷോപ്പുകൾ വലിയ ഷോപ്പുകൾ, പച്ചക്കറി ഷോപ്പുകൾ, പിന്നെ സൂപ്പർ മാർക്കറ്റ് പോലത്തെ, അവിടെയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ മഹ്സാമിനി, അങ്ങനെ സപ്പോർട്ട്. ഇവര് മുസ്ലിംസ്, ഇവര് മതവിശ്വാസം പിന്തുടരുന്നുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നിൽക്കുവാണ്, മനസ്സിലായോ? ഇവൻ ഇവിടെ പിന്നെ ആ ഒരു കാര്യം പഠിച്ചു, അവിടെ ക്രിസ്ത്യൻ ചർച്ചുകള് ഹിഡൻ ആയിട്ട്, അതായത് അണ്ടർഗ്രൗണ്ടില് ഇവര് ഒത്തിരി ആൾക്കാർ കൺവെർട്ട് ആയിക്കൊണ്ടിരിക്കുവാന്ന്. അപ്പൊ എനിക്ക് അറിയാൻ പാടില്ല അവിടെ എങ്ങനെയാണ് കൺവെർട്ട് ആവണമെന്നുള്ളത്. കാരണം അവിടെ ക്രിസ്ത്യാനികള് വളരെ കുറവാണല്ലോ, കൺവെർട്ട് ആവാനും വലിയ ചാൻസ് കുറവാണ്. പക്ഷെ അപ്പൊ ഇവൻ ഇപ്പൊ പള്ളിയിൽ പോകുന്നുണ്ട് എന്നാണ് ഇവൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിന് മുന്നും വേറെ ഒരുത്തനെ ഞാൻ കണ്ടു. ഞാൻ ഇവിടെ കാണുന്നവരൊക്കെ മുസ്ലിംസ് അല്ല എന്തായാലും. പക്ഷെ എന്തായാലും അവൻ ഒരു എന്തായാലും അവൻ നുണ പറയുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാല് ഈ മുഹമ്മദ് നബീനൊക്കെ പബ്ലിക്കായിട്ട് ഞാൻ ഞെട്ടിപ്പോയി. മീൻസ് അതൊരു അങ്ങനത്തെ ഒരു ഏരിയ ആണ്, അവിടെ അങ്ങനെ പറയില്ല. പക്ഷെ അവൻ പബ്ലിക്കായിട്ട് അങ്ങ് പറയുവാണ്. ഞാൻ എന്നിട്ട് ചുറ്റും നോക്കി, ഇനി ചിലപ്പോ അടി എനിക്ക് കൊണ്ടാണ് ഓർത്തിട്ട് ഞാൻ ചുറ്റും നോക്കുവാണ്. പക്ഷെ എന്തായാലും തക്കിയ പറയാനായിട്ട് എനിക്കൊരു ചാൻസ് ഇല്ല എന്തായാലും. ഞാൻ നമ്മളുടെ ഇതിൻ്റെ ഈ സ്ട്രീം യാർഡ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രൈവറ്റ് ചാറ്റ് ഉണ്ട്. അതിനകത്തൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഒരു ബയോ ലിങ്ക്.
അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വഴികൾ അതിനകത്ത് കിട്ടും. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണത്തിൽ ടെലഗ്രാം ആയിരിക്കും സൗകര്യം, അതിലൊന്ന് അയച്ചിട്ടാൽ മതി. മതി മതി. യാ അപ്പോൾ അതിനകത്ത് കിട്ടും. പിന്നെ അതുകൂടാതെ നമ്മൾ ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട് ടെലഗ്രാമിൻ്റെ, അതിലൊന്ന് ജോയിൻ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് അവിടെ ഇടികൂടാം. അവിടെ എല്ലാ തരം ആളുകളെയും നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ. ആ ടെലഗ്രാമിൽ ഞാൻ ആ ഫോട്ടോസ് അയച്ചേക്കാം. പറ്റുമെങ്കിൽ ഞാൻ അവനായിട്ടൊരു എന്താ പറയാ ഒരു ഇന്റർവ്യൂ, പക്ഷെ ഇംഗ്ലീഷ് അറിയില്ല, പക്ഷെ ആ പാഴ്സി അങ്ങനെയുള്ള ഒരു മാത്രം നടക്കുള്ളൂ. മീൻസ് ആണല്ലേ, വഴി ഉണ്ടാക്കാം, നോക്കാം എന്തായാലും വഴി ഉണ്ടോ സംസാരിച്ച് നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ പാഴ്സി പഠിച്ചാലും മതിയല്ലോ, അത് നമുക്ക് ചെയ്യാം. അതൊക്കെ ഇനി എന്നാ എന്തായാലും അച്ഛൻ നമ്പറുണ്ട് കയ്യില്. പുള്ളി അതെ അതെ, വേണമെങ്കിൽ ചക്ക വേരെല്ലാം കഴിക്കുന്നതാണ്. ഇനി ആളെ മുട്ടിയാൽ നമ്മൾ പാഴ്സിയും പഠിച്ചിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കാണാം. എന്തായാലും ഇറാൻ ഒരു മാറ്റത്തിന്റെ പാതയിലാണ് എന്നാണ് തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും എന്താണ് UK-യിൽ നിന്നും വിവരങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് ചേർന്നത് ക്യാമറമാനോടൊപ്പം റിപ്പോർട്ടർ ജെയിംസ് ആന്റണിയാണ്. വളരെ നന്ദി ജെയിംസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. കാണാം, ബൈ, കാണാം. എന്തായാലും ഇറാനിലെ വാർത്ത രസമായിരിക്കാം, നമുക്കത് വെയിറ്റ് ചെയ്യാം. ജെയിംസ് അത് കൊണ്ടുവരുമെന്ന് വിചാരിക്കാം ആളെ. നമുക്കത് എന്തായാലും കേൾക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, ഇനി വേറെ ആരും വന്നിട്ടില്ല. വേറെന്താ, നമുക്ക് മെല്ലെ ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ? വേറെ ഒന്നും കാണുന്നില്ല. നമുക്ക് ഇങ്ങനെ ചെയ്യാം, അതായത് ഈ ഒരു സ്മിത ഹ്യൂമനിസ്റ്റ് കുറെ നാൾക്ക് ശേഷം വീണ്ടും കണ്ടിട്ടുണ്ട്. വണക്കം, തിരുമ്പി വந்தாച്ച്. കുറെ നാളെയല്ലേ കണ്ടിട്ട്. അതെ, തിരുമ്പി വந்தாച്ച്. അമ്മാച്ചി തിരുമ്പി വந்தாച്ച്. മമ്മി റിട്ടേൺസ്. ഓക്കെ, അല്ല ഞാൻ പറയാൻ വന്നത്, മനോഷ് ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡിവൈസ് കണക്ട് ചെയ്യണേ. ഞാൻ പറയാൻ വന്നത്, നമ്മളുടെ ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് നമുക്ക് ഈ ദിവസങ്ങളിൽ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഇൻറ്ററാക്ഷൻ ഇതിനകത്തേക്ക് കൊണ്ടുവരാം, മറ്റുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അപ്പോൾ നമുക്കത് ഒരാഴ്ചയിലൊരു ദിവസം നമുക്കത് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ. അപ്പോൾ മനോഷ് ഡിവൈസ് കണക്റ്റഡ് അല്ല, കണക്റ്റ് ആയാൽ നമുക്ക് സംസാരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പാടാണ്. DNA 23 എന്താണ് കേറാൻ? വരൂ, വെൽക്കം. കേറട്ടെ, അതെ, കേറട്ടെ എന്നൊക്കെ ചോദിക്കണതിന് അങ്ങോട്ട് കയറി വരില്ല, ഇടിച്ച് കയറിയല്ലേ വേണ്ടേ? യെസ്. ഓക്കെ, വിഘ്നേഷ് കേൾക്കാവോ? കൂടുതലൊന്നും എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളുടെ കുറേ എക്സ് മുസ്ലിം ചാനൽസ് അതൊക്കെ ആളുകൾ ഒരു ലിങ്കായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഒരുപാട് ചാനൽസ് പറ്റുമെങ്കിൽ അത് ഒന്നും എല്ലാവരും കാണുന്നത് നന്നായിരിക്കും. നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മെസ്സേജ്. അപ്പോൾ നിങ്ങൾക്ക് ആ പിൻഡ് മെസ്സേജസിൽ നോക്കിയാൽ കാണാൻ കഴിയും. അത് ആ ചാനൽസൊക്കെ ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അതിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന ഒരു ചാനൽ നമ്മളുടെ അപ്പോസ്റ്റേറ്റ് പ്രോഫറ്റ് പുള്ളിയുടെ ചാനലാണ്. അപ്പോൾ എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ വഴി വെച്ചിട്ടുള്ളൊരു ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നല്ലൊരു റിസോഴ്സാണ് എന്തൊക്കെ പറഞ്ഞാലും. പാകിസ്ഥാനി എക്സ് മുസ്ലിംസൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു സാധനമാണെന്നാണ് പറയാറ്. മീൻസ് എക്സ് മുസ്ലിം ആകാൻ വേണ്ടിയിട്ട് അവിടുത്തെ വിശ്വാസികൾ ഇപ്പോഴും റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചാനലും കൂടിയാണ് അപ്പോസ്റ്റേറ്റ് പ്രോഫറ്റ്. നല്ല രസമാണ് പുള്ളിയുടെ വീഡിയോ സംഗതികളൊക്കെ. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, ഹിന്ദി, ഉറുദു, പാകിസ്ഥാനി ആയിട്ടുള്ള ഒരു ഡോക്ടർ, ഒരു സ്ത്രീ ചെയ്യുന്നൊരു എന്താണ് മദിയ, അങ്ങനെ ഒരു മദിയ ടോക്സ്. ഒരുപാട് ചാനലുണ്ട്. ഞാനിപ്പോ നോക്കുമ്പോ എന്താണ് പാകിസ്ഥാനി എന്താണ് വിമൻ അല്ലല്ല വിമൻ പാകിസ്ഥാനി വിമൻ എക്സ് മുസ്ലിംസ് അങ്ങനെ പറഞ്ഞിട്ടൊരു ചാനൽ. അതിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. സ്ത്രീകൾ മാത്രം, അതിനകത്ത് പുരുഷന്മാർക്ക് നോ എൻട്രി. അങ്ങനെ അപ്പോൾ നമ്മളത് കാണേണ്ട ഒരു സംഗതിയാണ്. ആളുകൾ വരുന്നത് ആ രീതിയിലൊക്കെയാണ്. പിന്നെ ഒരുപാട് പേര് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്, ഈ സ്ത്രീകളായിട്ടുള്ള ആളുകൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ആളെ പുതിയതൊന്നും കാണുന്നില്ല, നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, അല്ലേ? അപ്പോൾ
യെസ്, മല്ലു ബോയ്, മനോഷ് ഡിവൈസ് കണക്റ്റ് ആവുന്നില്ല എന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഡിവൈസൊക്കെ കണക്ട് ചെയ്ത് സെറ്റായിരുന്നു. നെക്സ്റ്റ് മന്ത് മുതൽ സ്ട്രീം യാർഡിന് പകരം വേറൊരു സോഫ്റ്റ്വെയർ നമ്മൾ ടെസ്റ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. വേറെ ഒരെണ്ണം ചീപ്പറായിട്ടുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ അത് നമ്മളൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളുടെ സ്ട്രീം യാർഡ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഈ ലൈവ് സ്ട്രീമിങ്ങിനേക്കാൾ ഒപ്പം നമ്മളുടെ സബ് ടൈറ്റിൽ എടുക്കാൻ കൂടി വേണ്ടിയായിരുന്നു. ഇപ്പോൾ സബ് ടൈറ്റിൽ നമുക്ക് യൂട്യൂബ് തന്നെ ജാനുവരി 24 മുതലുള്ള എല്ലാ വീഡിയോസിലും നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ വലിയ ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. പുതിയൊരു ഒരു സോഫ്റ്റ്വെയർ, മീൻസ് ഒരു പ്ലാറ്റ്ഫോം. അത് മിക്കവാറും ഇമക്സ് ലൈം അങ്ങനെ എന്താണ് അതിൻ്റെ പേര്. ഞാൻ ലിങ്ക് നമുക്ക് അടുത്ത ലൈവിൽ ജോയിൻ ചെയ്യാം. ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടല്ലോ, വിൻ്റർ ബെയർ. ഹിമക്കരടി, കേൾക്കാവോ? കേൾക്കാവോ? പറയൂ. സ്ത്രീ ശബ്ദം. വിന്റർ ബെയറിന് പ്രതീക്ഷിച്ചതൊരാണ് ശബ്ദം. കുറച്ച് നേരമായിട്ട് കേറാൻ നോക്കാം. പറയൂ. എന്തൊക്കെയോ ഞാൻ ചോദിക്കാൻ വേണ്ടി വെച്ചിരുന്നു, എല്ലാം ബ്ലാങ്ക് ആയി. എന്തായാലും കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താ പറയാ, ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് പഠിക്കാൻ പറ്റി. എനിക്ക് പേഴ്സണലി കുറച്ച് വിരുദ്ധത ഉണ്ട് ഇസ്ലാമിനോട്. അപ്പോ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റി. അത് പിന്നെന്തായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ചാൽ, ഇപ്പോ പോയി, ശബ്ദം പോയി. ഹലോ 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 വേറെ വന്നു. അതെ, വന്നു. കേൾക്കാം. പറയൂ. ഇപ്പോ ഞാൻ ഹിന്ദുയിസം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അതിന്റെ കുറച്ച് സ്പിരിച്വൽ സൈഡ് ഉണ്ടല്ലോ, ഇപ്പൊ യോഗ അങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ ഫോളോ ചെയ്തിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. അപ്പോ ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ട്. എക്സ് മുസ്ലിം ആയതിനു ശേഷം പിന്നെയും ഇസ്ലാമിലേക്ക് തിരിച്ചു വരുന്ന ആൾക്കാർ, ഈ പേഴ്സണലി കുറച്ച് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം. അപ്പൊ അങ്ങനെ ഇപ്പൊ ജിഹാദിസം ഇല്ലാതെ അതില് സ്പിരിച്വൽ എലമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോന്നൊരു ഡൗട്ട്. നമ്മൾ ഇസ്ലാമിനെ ഫുള്ളായിട്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും നല്ല എലമെന്റ്സ് ഉണ്ടോ എന്ന് ഒരു ചോദ്യം. ഇസ്ലാമില് നല്ലതുണ്ടോന്നല്ലേ ചോദിച്ചേ? ഹലോ, ഞാൻ പറഞ്ഞു കേട്ടോ? കേൾക്കുന്നുണ്ടോ? വിന്റർ ബെയർ ഡിസ്കണക്ട് ആയി പോകുന്നുണ്ട് കേട്ടോ. അല്ല, അതാണ് അവര് ചോദിച്ചത്. ഞാൻ ചെറുതായിട്ട് കേട്ടു. അതായത് ഇപ്പോൾ ഹിന്ദു മതത്തിൽ നിന്നും വിട്ടുപോകുന്ന ആളാണെങ്കിലും അതിനകത്ത് അതിൻ്റെ സ്പിരിച്വൽ എലമെന്റ് കൊണ്ട് നടക്കാറുണ്ട്. ഹിന്ദു മതം ഒന്നും വലിയ തോതിൽ കൊണ്ടു നടന്നില്ലെങ്കിലും എന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ വലിയ ജിഹാദിയൊന്നും അല്ലെങ്കിലും ഈ ഇസ്ലാമിനകത്ത് അതുപോലെ ഒരു സ്പിരിച്വലി നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ സാധനങ്ങൾ, അല്ലെങ്കിൽ നല്ല സാധനങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു ജിഹാദി ആകാതെ കൊണ്ടു നടക്കാൻ പറ്റുന്നതുണ്ടോ എന്നാണ് ചോദിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അത് ഇസ്ലാം വേണമെങ്കിൽ കുറെ ചെറിയിപ്പിക്കാൻ പറ്റും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സാഹിത്യം ഇവർ എഴുതി വെച്ചിട്ടുള്ളത്, ഞാൻ വീണ്ടും മുമ്പ് ഞാനൊരു ലൈവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ സാഹിത്യവും ഈ ഇവരുടെ വീരപുരുഷനും ഇത് ചരിത്രവുമായി ബന്ധമൊന്നുമില്ല. ചരിത്രത്തിലുള്ള ഇസ്ലാമും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഇപ്പൊ പാടിക്കൊണ്ട് നടക്കുന്ന ഇസ്ലാമും തമ്മിൽ ബന്ധം കുറവാണ് എന്നുള്ളതാണ്. പക്ഷെ മുസ്ലിങ്ങളുടെ സാഹിത്യം വായിച്ചു കഴിഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ അത് പ്രധാനമായിട്ട് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനും അങ്ങനത്തെ ലക്ഷ്യത്തോടെ നടക്കുന്ന കുറെ ജനങ്ങളെ മെരുക്കി ഒരു പ്രത്യയശാസ്ത്രത്തിൽ ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. സ്ത്രീകളെ ആവട്ടെ കുട്ടികളാവട്ടെ അവർ മെരുക്കിയെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിപ്പിക്കാം. അപ്പൊ ഖുറാനിലൊരു വചനം കൊണ്ടുവന്നിട്ട് ലക്കും ദീനുക്കും വലിയ ദീൻ, നിനക്ക് നിന്റെ മതം അവന് അവന്റെ മതം, നിങ്ങൾക്ക് അങ്ങനെ ചെറിപ്പിക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അത് എല്ലാ മതങ്ങളിലും അങ്ങനെ സംഭവങ്ങളുണ്ട്. അദ്ദേഹം തിരിച്ചു വന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു. വിഘ്നേഷ്. ഇത് വിഘ്നേഷാണ്, സോറി. അത് കേൾക്കുന്നുണ്ടാവും, യൂട്യൂബിൽ കേൾക്കുന്നുണ്ടാവും.
നമുക്ക് ആൻസർ പറയാം. അപ്പൊ ഇസ്ലാമിനകത്ത് ചെറിപ്പിക്കുകയാണെങ്കിൽ ഒരു വചനത്തിന്റെ കഷ്ണം മുറിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാത്രം സ്വീകരിക്കാം. നിങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആക്കാം. ഇപ്പോ അത് എല്ലാ മതങ്ങളിലും അങ്ങനെ നിങ്ങൾക്ക് പറ്റും, ഇസ്ലാമിനകത്തും പറ്റും. പക്ഷെ ഇസ്ലാമിനകത്ത് രണ്ടിനും വേർതിരിവില്ല. ഇപ്പൊ സ്പിരിച്വൽ എലമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും പറയാറുള്ളത് സൂഫിസമാണ്. ഈ സൂഫിസം എന്നുള്ളത് ജിഹാദിന്റെ തുടക്കമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ജിഹാദിലേക്ക് പോകാനുള്ളതിന്റെ ഒരു വശമാണ്. അത് എന്താ പറയാ, ഈ സൂഫിസം എന്നുള്ളത്. അത് സൂഫികളോടൊക്കെ നിങ്ങൾ ഈ മുഹമ്മദിനെ അപമാനിക്കുന്നവരെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും. ശരിക്കും അവരുടെ ഐഡിയോളജി ശരിക്കും തീവ്രമായിട്ടുള്ള ഐഡിയോളജി. അവരിങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്ന ചിത്രങ്ങൾ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. പലപ്പോഴും സൂഫി ധാരയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള തീവ്രവാദ സംഘടനകളൊക്കെ ഉണ്ട്. നമ്മളുടെ തെഹരീക്കെ പാകിസ്ഥാനൊക്കെ ആ ഒരു ഇതുണ്ടെന്നാണ് പറയാറ്. അപ്പൊ അതാണ് പൊതുവിൽ പറയാറുള്ളത്. വളരെ ശാന്തമായിട്ടുള്ള ആളുകളാണ് സൂഫികൾ, ബാക്കിയുള്ള ഈ സലഫികളൊക്കെയാണ് മോശം എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ അത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. ഇസ്ലാം ഒന്നാമത് താരതമ്യേന ആധുനിക മതമായതുകൊണ്ട് തന്നെ മറ്റ് മതങ്ങളോടുള്ള വർഗീയത പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് വളരെ കൂടുതലാണ്. അപ്പൊ അതിനെ നമുക്ക് പെട്ടെന്ന് തിരസ്കരിക്കാൻ പറ്റില്ല. അത് ഇസ്ലാമിനകത്ത് നിങ്ങൾ നിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തിരസ്കരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കണം. ഹിന്ദുമതം അങ്ങനെയല്ല. ഹിന്ദുമതം ഒരുപാട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതുകൊണ്ട് അദ്വൈതമുണ്ട്, കുറെ കാര്യമുണ്ട് അതിനകത്ത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പോയെടുക്കാം. പക്ഷെ ഇസ്ലാമിന്റെ സ്ക്രിപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയാ, സ്ക്രിപ്ചർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മുസ്ലിങ്ങൾ അതിന്റെ മുകളിൽ എഴുതിയ ഹദീസുകളും മറ്റ് സാഹിത്യങ്ങളും ഒക്കെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഐഡിയോളജി അത് സ്ഥാപിക്കാനും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളും ആ രാജ്യത്തുള്ള ജനങ്ങളും അല്ലെങ്കിൽ ആ മതം പേറുന്ന ഒരു രാജ്യം ഉണ്ടാക്കുകയും അതിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയോളജിയാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എലമെന്റ് മാത്രമായിട്ട് പെറുക്കിയെടുക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ശ്രമിക്കാം. ഒരു വചനത്തിന്റെ ഒരു ഭാഗം എടുത്തിട്ട് പറയാം, എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ മതം, മറ്റുള്ള ആള് അപ്പൊ നിർബന്ധിച്ച് മതം മാറ്റുന്നതിനെ കുറിച്ച് ലാ ഇക്റാ ഫിദ്ദീൻ, അതായത് മതത്തിൽ നിർബന്ധമില്ല. അല്ലെങ്കിൽ ഇപ്പൊ മുഹമ്മദിന്റെ ഒരു ഹദീസ് എടുത്തിട്ട് വേണമെങ്കിൽ മുഹമ്മദ് അടിമയെ മോചിപ്പിച്ചു എന്നുള്ള കുറച്ച് വാക്കുകൾ മാത്രം എടുക്കാം. പക്ഷെ വേറെ ഹദീസുകളിൽ അതിനെ കടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ചെറിപ്പിക്കാനേ പറ്റും. അങ്ങനെ നോക്കി അങ്ങനെ നിങ്ങൾക്ക് എന്തെടുക്കാം. അപ്പൊ അത് നിങ്ങൾ ഏത് മതത്തിൽ നിന്ന് എടുത്താലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ എടുത്തോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ നിങ്ങൾ ഏത് മതത്തിൽ നിന്ന് ഏതൊക്കെ ഭാഗങ്ങൾ എടുക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഇതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവുന്നുള്ളതാണ്. അതാണല്ലോ വിഷയം. ഇനിയിപ്പോ നിങ്ങൾക്ക് ആൽക്കഹോൾ, കള്ള് ഇസ്ലാമിൽ നിരോധിച്ചത് അതിന്റെ സാഹചര്യമൊക്കെ വ്യത്യാസമാണ്. കള്ള് നിരോധിച്ചതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇനി കള്ള് കുടിക്കുന്നില്ല, ഇസ്ലാമിന്റെ സ്പിരിച്വൽ എലമെന്റ് ആണ്, ഞാനത് കുടിക്കുന്നില്ല എന്ന് ചെയ്യുമ്പോൾ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് മദ്യം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന എഫക്റ്റുകൾ ഉണ്ടാവില്ല. ലഹരി പാടില്ല എന്ന് വേണമെങ്കിൽ ഉള്ള അതും ലഹരി ഇസ്ലാമിലുണ്ട്. ഇസ്ലാമില് മദ്യവും ഉണ്ട്, ലഹരിയൊക്കെ വേറൊരു വശത്തുണ്ട്. അത് വേറെ രീതിയിലാണോ. അപ്പൊ അതിനെ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പൊ മദ്യം ഞാൻ ഒഴിവാക്കുന്നു, ഇസ്ലാമിനുള്ളത് കൊണ്ട് അത് ഇസ്ലാമിന്റെ സ്പിരിച്വൽ എലമെന്റ് ആണ്, ബാക്കി ജിഹാദ് ഒന്നും ഞാൻ എടുക്കുന്നില്ല നിങ്ങൾക്ക് പറയാം. പക്ഷെ അത് ചെറിപ്പിക്കുകയാണ്, എന്നാലും നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങൾക്ക് ഏത് മതത്തിനും എടുക്കാം. എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാം, എടുക്കാമല്ലോ. ക്രിസ്തു മതത്തിൽ ഒരുപാട് ഇതിനേക്കാൾ കൂടുതൽ സംഭവങ്ങൾ ക്രിസ്തു മതത്തിൽ. അപ്പൊ ഏത് മതത്തിലായാലും നിങ്ങൾക്ക് തോന്നുകയാണ് നല്ലതാണ് സ്പിരിച്വലി എന്ന് തോന്നുകയാണെങ്കിൽ എടുക്കാം, ഹിന്ദു മതത്തിനും എടുക്കാം. അങ്ങനെ ഒരു പക്ഷെ എന്നാലും എന്റെ അഭിപ്രായത്തിൽ മറ്റു മതങ്ങളെ അപേക്ഷിച്ച് എന്തുകൊണ്ടോ ഇസ്ലാമിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവാണ്. ഇതിന്റെ എണ്ണം കുറവാണ്. കാരണം അതൊരു എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ കോഴിക്കോട് കടപ്പുറത്തൂടെ ഇങ്ങനെ നടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കപ്പലണ്ടി തിന്നാൻ തോന്നി. അപ്പോൾ നമ്മൾ എങ്ങനെയാ കപ്പലണ്ടി തിന്നുക? ആ കടപ്പുറത്തെ ആളുകൾ ഇതേപോലെ കപ്പലണ്ടി തിന്നുകൊണ്ട് നടക്കുമ്പോൾ ആ തിന്നുന്നതിൻ്റെ ഇടയിൽ അവരുടെ കയ്യിൽ നിന്ന് താഴെ വീണ കപ്പലണ്ടി മണലിൽ കിടക്കുന്നത് അതിൽ നിന്ന് പെറുക്കിയെടുത്തിട്ട് തിന്നാനല്ലല്ലോ നമ്മൾ നോക്കുക. നമ്മളപ്പുറത്ത് ഇപ്പോൾ കപ്പലണ്ടി വെക്കുന്ന ആളുണ്ട്, അവിടെ പോയിട്ട് ചേട്ടാ 10 റുപ്യക്ക് കപ്പലണ്ടി തരൂ എന്ന് പറയുന്നു, അവിടുന്ന് വാങ്ങുന്നു, തിന്നുന്നു. ഇതല്ലേ നമ്മൾ ചെയ്യുക. അതല്ലാതെ കപ്പലണ്ടി താഴെ മണ്ണിൽ കിടപ്പുണ്ട്. അപ്പോൾ കപ്പലണ്ടി തിന്നാൻ വേണ്ടിയിട്ട് ആ കടപ്പുറം മുഴുവൻ എടുത്ത് ഊറ്റി അതിൽ നിന്ന് നമ്മൾ നല്ല കപ്പലണ്ടി നോക്കി എടുക്കേണ്ട ഒരാവശ്യമില്ല. ഇന്ന് നമുക്ക് കപ്പലണ്ടി കിട്ടാനുള്ള വഴികൾ വേറെ ഉണ്ട്. അത് നല്ല രീതിയിൽ, അതായത് നല്ല മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ മതത്തിൽ നിന്നും ഇതുപോലെ ചെകഞ്ഞ് നോക്കാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ടൈം വേസ്റ്റ് ആണെന്നാണ് ഈ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആ നല്ലത് തിരഞ്ഞെടുക്കുന്നത് ഒരു ബഞ്ച് ഓഫ് തെറ്റായ കാര്യങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അമാനവികമായ കാര്യങ്ങളിൽ നിന്നൊക്കെ കൂടി ഇങ്ങനെ പിച്ചി പാന്തിയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കപ്പലണ്ടി നിങ്ങൾക്ക് കിട്ടണത്. എന്തിനാണ് ഈ പണിക്ക് നിൽക്കണമെന്ന് നമ്മൾ ചോദിക്കണം. അതിന് പകരം നിങ്ങളിപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം
ഇപ്പോൾ സംഹിത എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്കെടുക്കാം. അതുപോലെ പല മേഖലയിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വഴികളുണ്ട് ഇന്ന്. അപ്പോൾ അതിൻ്റെ ഒരു അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് നമ്മൾ മതത്തിൽ നിന്ന് സാധനങ്ങൾ തപ്പിയെടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതൊരു ടൈം വേസ്റ്റാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പിന്നെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം അതൊരു ഗേറ്റ് വേ ടു റിലീജിയൻ തന്നെയാണ്. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഹോൾ പോലെയാണ് ഈ റിലീജിയൻ. എപ്പോൾ വേണമെങ്കിലും അതിനകത്തേക്ക് പിടിച്ച് വലിച്ചിടാം. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ സൂഫിസം ഇപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി സൂഫിസം നമ്പർ 1 തീവ്രവാദത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബ്രെഡ് ക്രംബ് തന്നെയാണത്. എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. അത് പൊട്ടി അത് നിങ്ങൾ അതിനകത്തേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ആ ഒരു എക്ഷലിൽ കൂടെ നടക്കണ ഒരു ഫീൽ തന്നെയാണത്. അതൊന്ന് ആഞ്ഞ് ചവിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കാണ് വീഴുക. അത് തീവ്രവാദം തന്നെയാണ്. അതാണ് പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ പേര് കേട്ട ഒരു തീവ്രവാദ സംഘടന. അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് സൂഫിസം തന്നെയാണ്. സൂഫിസം വളരെ മൈൽഡായിട്ടുള്ള പാട്ടും ഡാൻസും മാത്രമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു സാധനമാണ്. അതല്ല, അതിനകത്തും വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് എന്നാണ്. ഇവിടെ സിത്താര എന്ന് പറഞ്ഞൊരാള് വന്നിട്ടുണ്ട്, എക്സ് മുസ്ലിം എന്ന് പറയുന്നത്. അവര് ആണോ? ജസ്റ്റ് ഇന്റർപ്റ്റ് ചെയ്തോളൂ, തുടർന്നോളൂ, ഞാൻ പറഞ്ഞു. സിത്താര പർവീൻ, ഓക്കെ, എക്സ് മുസ്ലിം ആണ് അല്ലേ? എന്നാ പറയൂ, ഫാത്തിഹയിൽ എത്ര റക്കാത്തുണ്ട് പറയൂ. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും എപ്പോഴെങ്കിലും ഒരു ദിവസം സംസാരിക്കാൻ പറ്റുമ്പോൾ വരും. അപ്പോൾ അനുഭവങ്ങൾ പങ്കുവെക്കാമല്ലോ. എന്തായാലും ഒരുപാട് പറയാനുണ്ടാവും നമുക്കറിയാം. അത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ 13.8 ചാനലിൽ ഒരു പുതിയ വീഡിയോ ഉണ്ട്, പുതിയൊരു എക്സ് മുസ്ലിം. അതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് എപ്പോഴെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. ആളുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ചാനൽ 13.8 ഒരു ലേഡിയാണ്. കണ്ടിരുന്നു ആളുകളത്? ഞാൻ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യാം. ഞാൻ എന്തുകൊണ്ട് KM നൂർജഹാൻ എന്നാണ് ആളുടെ പേര്, KM നൂർജഹാൻ. അപ്പോൾ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. ഞാനിവിടെ ലിങ്ക് ഇടാം. ഇവിടെ എന്താ പറയാ, ഈ അവരുടെ പേര് സിത്താര പർവീൻ എന്നുള്ളത് മുസ്ലിം പേരാണല്ലേ? അതെ സിത്താര. ചില ആളുകൾക്കൊക്കെ സംശയം ഇത് ഫേക്ക് ആണോ, ഫേക്ക് എക്സ് മുസ്ലിം ആണെന്ന്. ഓ, അങ്ങനെയുണ്ടോ? യെസ്, ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ എന്തുകൊണ്ട് മതം വിട്ടു. ഷെയർ. ഇതാണ് ആള്. ഞാൻ എന്തുകൊണ്ട് മതം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്. എൻ്റെ അമ്മയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അതിൻ്റെ പേരിൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നോ ആ ഭാവത്തിന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ട് മെൻ്റലി വളരെ ഷോക്ക്ഡാണ്. കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ കൂടെയായിരുന്നു എൻ്റെ അമ്മ. എൻ്റെ വീട് വിട്ടുപോയി. വിട്ടുപോയിട്ട് ഇങ്ങനെ ബന്ധുക്കളുടെയൊക്കെ കൂടെ അവരുടെയും കൂടെ സപ്പോർട്ടുണ്ട്. ഇങ്ങനെ എന്നെ ഒറ്റപ്പെടുത്തിയാൽ, ഇങ്ങനെ മതത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് സംസാരിക്കാൻ പ്രവർത്തിക്കാൻ ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തിയാൽ അതിനും കൂടെ പോയിൻറ്റ്സ് കൊടുക്കും. സ്വർഗത്തിലേക്ക് പോകാനുള്ള പോയിൻറ്റ്സുകൾ കൂടും. അപ്പോൾ അത് ചെറിയതുപോലും നഷ്ടപ്പെടുത്താതെ എവിടെയൊക്കെ നമ്മൾക്ക് സഹകരിക്കാൻ പറ്റാവുന്നിടത്തു നിന്നെല്ലാം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾക്ക് ചെറിയ വെള്ളം വീട്ടിൽ കിട്ടുന്ന കുടിവെള്ളം, ഡ്രിങ്കിങ് വാട്ടർ കൊണ്ടുവരുന്ന ആൾ പോലും അത് വീട്ടിൽ തരത്തില്ല. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ പറയുന്ന പോലത്തെ വലിയ ജീവിക്കാൻ മേലാത്ത ഒരു പ്രശ്നങ്ങളോ വെല്ലുവിളികളോ ഒന്നും എനിക്കില്ല. എന്നാലും ചെറിയ ക്ഷുദ്രജീവി പ്രയോഗങ്ങളൊക്കെ ഒരുപാടുണ്ടാകുന്നുണ്ട്. പിന്നെ മിണ്ടാതിരിക്കുക, വഴിയൊക്കെ വെച്ച് കണ്ടാൽ പോലും അത്ര നാളും ചിരപരിചിതരായിരുന്നു, സംസാരിച്ച് നല്ല ആയിട്ട് സൗഹൃദപരമായിട്ട് നടന്നവരെല്ലാം തന്നെ ഇപ്പം അത്രത്തോളം ഒന്നും നമ്മളോട് താല്പര്യം കാണിക്കുന്നില്ല. അതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെയൊക്കെ അവർക്ക് പറ്റുള്ളൂ, അതിൽ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ മതവിശ്വാസം ഇത്രയും പാവനതയുള്ളതും പരിപൂർണമാണെങ്കിലും നമ്മൾ എന്തുകൊണ്ട് അത് ഒഴിവാക്കുന്നു എന്നുള്ളത് അവരാലോചിക്കുന്നില്ല. അല്ല, നമ്മൾ പറയുന്ന അതിൻ്റെ കാരണങ്ങൾ അതിന് ചെവി തരാൻ അവർക്ക് താല്പര്യവും ഇല്ല, അവരത് ഒട്ട് കേൾക്കാറുമില്ല. പിന്നെ ഇങ്ങനെയുള്ള വേദികളിൽ വന്ന് ഞാൻ 5-6 പേര് നിങ്ങളെപ്പോലുള്ളവരോട് പറയുമ്പം എന്താ ഇവൾ വന്ന് പറഞ്ഞെന്നുള്ള കൗതുകം കൊണ്ട് വല്ല യൂട്യൂബിലും കിട്ടുമ്പോൾ എല്ലാം കേട്ടാലായി. അത് അന്നേരമെങ്കിലും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് മാനവികതയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെതായ ഭാഗത്ത്. ഇന്ന് നമുക്കറിയാം
മതങ്ങൾ എത്രത്തോളം കലുഷിതമാക്കുന്നുണ്ട് മനുഷ്യ ജീവിതത്തിനും നമ്മുടെ പൊതുവായ ധാരകൾക്കും എല്ലാം എത്രത്തോളം മതം കലുഷിതമാകുന്നുണ്ട്, നമ്മൾ എത്രത്തോളം പരസ്പരം ശത്രുക്കളാകുന്നുണ്ട്. നമ്മൾക്ക് ഒരു പരിചയം പോലും ഇല്ലെങ്കിലും എത്ര മതവിഭാഗക്കാരാണെന്ന് കേൾക്കുമ്പോൾ, അല്ല അവനൊരു അപകടം പറ്റിയെന്ന് കേൾക്കുമ്പോൾ, അവർക്കൊരു പിന്നെ ആക്സിഡൻറ്റ് അല്ല ഒരു ദുരന്തം ഒക്കെ ഉണ്ടാകുന്ന കേൾക്കുമ്പോൾ നമുക്ക് പേര് നോക്കി കഴിയുമ്പം ആ ടീംസാണോ എന്നാൽ കുഴപ്പമില്ല, അർഹതയുള്ളതാണ്. അങ്ങനെ അല്ലെ ഒരു കുറ്റവാളിയുടെ കാണുമ്പോൾ പേര് അതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലായി. അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന നിത്യ സംഭവങ്ങളാണ്. ഇവർ മതത്തിലാണ് ഏറ്റവും കൂടുതൽ എന്താണ് മനുഷ്യനെ സ്നേഹിക്കുന്നതും ധാർമ്മികതയുള്ളതും എന്നും പറയുന്നിടത്താണ് ഇവർ ഇത്തരം രീതികൾ അപര മതവിശ്വാസത്തിൻ്റെ വെറും കേവല വിശ്വാസത്തിൻ്റെ പുറത്ത് പരസ്പരം കൊടിയ ശത്രുക്കളായിട്ട് എന്ത് ചെയ്യാനും മടിക്കുകയില്ല. അവർക്ക് മനുഷ്യരെ പച്ചയ്ക്ക് കത്തിക്കുന്നതിന് മടിയില്ല, തല്ലി കൊല്ലുന്നതിന് മടിയില്ല, തെരുവോരങ്ങളിൽ പോയി ബോംബ് പൊട്ടിക്കുന്നതിന് മടിയില്ല. എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾക്കാണ് മാനവികത, ഞങ്ങൾക്കാണ് ധാർമ്മികത, ഞങ്ങളാണ് നന്മയുടെ വക്താക്കൾ. ഈശ്വരവിശ്വാസിയാണോ പിന്നെ നോക്കണ്ട, ഫുൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു, അവർ നല്ല ആൾക്കാർ, അവന് വിശ്വാസമുണ്ട്, 5 നേരം നമസ്കരിക്കും, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നവരാണ്. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും ധാരണ പിന്നെ അവർക്ക് വേറെ ഒന്നിൻ്റെ അവരെങ്ങനെയൊക്കെ പോയാലും അവരെന്തെല്ലാം ചെയ്താലും അതെല്ലാം ഇതുകൊണ്ടങ്ങ് ബാലൻസ് ചെയ്യും, അല്ല ഇതുകൊണ്ടങ്ങ് എറേസ് ചെയ്യപ്പെടും അവരുടെ കുറ്റകൃത്യങ്ങളൊക്കെ. ആ രീതിയിലുള്ള മാനവികതയും ധാർമ്മികതയുമാണ് ഈ മതവിശ്വാസികൾ കൊണ്ടു നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫയർ ബ്രാൻഡ്, പുതിയ ഒരു എക്സ് മുസ്ലിം, പുതിയ ഒരു ഭടൻ ആണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് കാണാം. 13.8 ചാനലിൽ കഴിഞ്ഞ ദിവസമാണ് 1 മാസമായി അത് അപ്ലോഡ് ചെയ്തിട്ട്, ഞാനത് കണ്ടിരുന്നു. അപ്പോൾ നന്നായിരിക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്, വിശ്വാസികൾ പ്രത്യേകിച്ചും. അപ്പോൾ അത് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്താലോ? ആള് പുതിയതാരും കാണുന്നില്ല, നിർത്താം. മറ്റാള് പോയോ? വേറൊരാള് കണക്ട് ആയി സംസാരിച്ചോണ്ടിരുന്ന അത് എനിക്ക് തോന്നുന്നു കമന്റ് സെക്ഷനിൽ ഉണ്ടെന്ന് തോന്നുന്നു. ആളുടെ പേര് അവിടെ ഇവിടെയും വ്യത്യാസമുള്ളതുകൊണ്ട് ശരിയായില്ല. അപ്പോൾ അതുകൊണ്ട് ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ രാത്രി 2 മണിയാവുന്നു, ഇപ്പോഴും 126 പേര്. എന്തായാലും നിങ്ങൾക്ക് വലിയൊരു നമോഭാഗം. ഓക്കെ, അത് നമ്മൾ ഈ ഡിസ്കഷൻ മോഡിലേക്ക് പോണോണ്ടാണ് ഞാനതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2 മണിക്കൂർ മുന്നേ തീരേണ്ടതല്ലേ ഇത്, അത് അല്ലാത്തതുകൊണ്ടാണല്ലോ ഇത് വൈകിയ. നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ആഴ്ചയിലൊരിക്കൽ ചെയ്യാം. ആഴ്ചയിലൊരിക്കൽ 2 മണി വരെ നമ്മൾ ലൈവ് ഉണ്ട്. അപ്പോൾ പുറത്തുള്ള ആളുകൾക്കും ജോയിൻ ചെയ്യാം. അതാണ്. ഹലോ, ആഴ്ച ഒരിക്കൽ പോരാ, 2 ദിവസം വേണം. 2 ദിവസം വേണം. ഞാൻ ജോലി രാജിവെച്ചാലോ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഫുൾ ടൈം ഇതാക്കിയാലോ? നമുക്ക് 1 മില്യൺ ആയിട്ട് രാജിവെക്കാം. 1 മില്യൺ ആവുന്നവരെ ഒന്ന് കടിച്ചു പിടിക്കണം അല്ലേ? ശരി, എന്നാവട്ടെ. നിങ്ങൾ എല്ലാവരും ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ മതി. ഈ ഇതുപോലെ ബില്ലടക്കാനൊക്കെ നിങ്ങൾ പറയുന്നത്. അല്ല, വിഘ്നേഷിന്റെ കാര്യമല്ല, മൊത്തത്തിൽ ആളുകളുടെ അടുത്ത് പറഞ്ഞാണ്. അനൂപ് നായർ, ലാസ്റ്റ് മൊമെന്റ് ഒരു അഡ്മിഷൻ ഉണ്ട്. അനൂപ്, കേൾക്കാമോ? കേൾക്കാമോ? യെസ്, പറയൂ. ഇല്ല, ഞാൻ സംസാരിക്കാൻ വേണ്ടത് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ സംസാരിക്കാനുള്ളൊരു ഇതില്ല. പക്ഷെ ഞാൻ ജർമ്മനിയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് ആക്ച്വലി. അപ്പൊ അവിടെ ശരീകരണം തുടങ്ങിയോ? ഇല്ല, അങ്ങനെ തുടങ്ങിയിട്ടില്ല ഇതുവരെ. എനിക്ക് അബൂക്ക ഹുക്കും എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയോ? അതപ്പോ ഞാൻ ആക്ച്വലി ഒരു ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയായിട്ട് ഒരു സംഘചായ്വുള്ള വ്യക്തിയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു ഹിന്ദുത്വ ഫോളോ ചെയ്യുന്ന ആളല്ല, ബട്ട് ഒരു നാഷണലിസ്റ്റ് ആണ്. ആ ലെവലാണ് ഞാൻ സംസാരിക്കുന്നത്. കാക്കാമാരെ തല്ലിക്കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണോ? അല്ലല്ല, ഒരിക്കലല്ല. എനിക്ക് എന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ഇവിടെ ഒരു മുസ്ലിമാണ്. എനിക്ക് ആ ലെവലാണ്. അതായത് ഒരു സോഷ്യലിസ്റ്റ് സംഘി എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു വകതിരി ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, പറയൂ. നാസി എന്നൊക്കെ പറയും ഇവിടെ ജർമ്മനിയില്. നിയോ നാസി, കറക്റ്റ്. അപ്പൊ എനിക്ക് ഞാൻ നിങ്ങളുടെ ചാനൽ ഒത്തിരി നാളായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അപ്പൊ ഞാനിപ്പോ കുറച്ച് നേരമായിട്ട് കുക്കിംഗ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഫുൾ ടൈം ഈവൻ കറക്റ്റ് ടൈമിലാണ് നിങ്ങളുടെ എപ്പോഴും വീഡിയോസ് ഇടുന്നത്.
അപ്പൊ ഞാൻ ഇവിടെ വീട്ടിലെ കുക്കിംഗ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേരം ആ സമയത്ത് എൻ്റെ ഒരു കാതില് ഹെഡ്ഫോൺ വെച്ചിട്ട് നിങ്ങളുടെ ഇത് ലൈവ് അതൊക്കെ കേൾക്കുന്ന ഒരാളാണ്. അപ്പൊ അത് ഫുള്ളി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഞാൻ അങ്ങനെ സംഖ്യയല്ല, ഹാർഡ് കോർ സംഖ്യയല്ല, ബട്ട് നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഫുൾ സംഖ്യയാണ് കേട്ടോ. നിങ്ങൾ ഹാഫോ മുക്കാലൊക്കെ ആയിരിക്കും. ഇതിവിടെ വേറൊരാളുണ്ടാവും 1.5 സംഖ്യയാണ്. അതിപ്പോ എല്ലാരും ഒരു സംഖ്യ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, അത് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ആരിഫിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അത് ഇറ്റ്സ് ഇൻ മൈ ബ്രെയിൻ, പക്ഷെ എനിക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ കൈൻഡ് ഓഫ് ഒരു ഇൻട്രോവേർട്ട് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് അറിയാതെ ഞാൻ ജോയിൻ ചെയ്ത് പോയതാണ്. ക്ഷമിച്ചിരിക്കുന്നു. ആ വാക്കുകൾ പറഞ്ഞാൽ മതി, കഥ നമ്മൾ ഉണ്ടാക്കാം. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള, ഞാൻ ഇപ്പൊ ജർമ്മനിലായതുകൊണ്ട് ഞാൻ പറയാണ്. അപ്പൊ ഞാൻ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മളിപ്പം ന്യൂസിലെല്ലാത്തിലും ഇങ്ങനെ ഒരു യൂറോപ്പ് എല്ലാം ഇപ്പം ആരിഫ് നേരെ ചോദിച്ചത് തന്നെ ഒരു ഷറിയ ലോ രീതിയിലൊക്കെ, അതായത് ഇവരെല്ലാരും ഒരു ഇസ്ലാമിസ്റ്റ് ഐഡിയോളജിയിലോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഐഡിയോളജി എന്നല്ല പറയല്ല, അത് ഇത്രയും ആൾക്കാരിലോട്ട് വീണുകൊണ്ടിരിക്കുകയാണെന്ന രീതിയിൽ ഒരു ഇത് പോകുന്നുണ്ട്. ബട്ട് ഐ ക്യാൻ സീ ദാറ്റ്, അതായത് ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി ജർമ്മനിൽ എനിക്കറിയാൻ പറ്റുന്ന പറഞ്ഞാൽ, ഇവര് ഓൾറെഡി ആ World War II ഒരു ആഫ്റ്റർ എഫക്ട്സ് പ്രകാരം ഇവര് ആരും അത്ര ഒരു എന്താണ് ഫോർ ഫ്രണ്ട് ആയിട്ട് ഇങ്ങനെ അതാണ് ഇതിനെ എതിർക്കുന്ന ടീമുകളല്ല. ബട്ട് അതിന്റെ ഇടയിൽ കൂടെ സൈഡിൽ കൂടെ ഇവര് ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ ഈയിടെയല്ല, ഒരു വർഷം മുമ്പേ മറ്റേ ഹാംബുർഗിലൊക്കെ വന്നിട്ട് ഒരു പള്ളിയിൽ ഇങ്ങനെ വാങ്ക് കൊടുക്കാൻ ഒരു പെർമിഷൻ ഉണ്ടായി. അവിടെ നിന്ന് ഇപ്പം ഒരു പബ്ലിക്കായിട്ട് നമാസ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടായി. അപ്പൊ കാരണം ഇവർക്ക് അതിനെ എതിർക്കാൻ പറ്റുന്നില്ല ആക്ച്വലി. അപ്പൊ എനിക്ക് ഇവരുടെ അടുത്ത് പറയണമെന്നാണ്. കാരണം മീൻസ് നമ്മളെ നാട്ടിൽ നിന്നാണ്, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. അപ്പൊ എനിക്ക് ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്, ഓക്കെ ഇവർക്ക് മറ്റേ ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇതെന്ന് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്കത് പറയാൻ പറ്റുന്നില്ല. അത് പറയുമ്പോൾ തന്നെ ഞാൻ ഇൻട്രോവേർട്ട് ആയത് നന്നായി, തല എവിടെ ഇരിക്കും. പറഞ്ഞതേ ഓർമ്മ കാണും. അത് വളരെ കറക്റ്റ്. അപ്പൊ ഞാനത് പറയുമ്പോഴത്തേക്ക് എന്നെ അപ്പോഴേ തന്നെ എന്നെ നെഗറ്റീവ് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാണ്. അപ്പൊ എനിക്കത് പറയണമെന്നുണ്ട്. മീൻസ് ഇത് അപ്പൊ എങ്ങനെയാണ് ആരിഫിന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? അപ്പൊ ഹൗ ക്യാൻ ഐ ടാക്കിൾ ദിസ് ഗൈസ്? അതായത് ഇവിടുത്തെ ഒരു വോക്ക് ടീംസ് ഉണ്ട് ഇവിടെ. അതായത് അവരൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ വെച്ചിട്ട് ഓക്കെ ലെറ്റ് ദം ഡു വാട്ട് ദേ വാണ്ട്. പക്ഷെ അവർ നോക്കുമ്പോഴത്തേക്കും ജർമ്മനിലെ ഓക്കെ ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമുക്കറിയാം നമ്മൾ വരുന്നിടത്ത് എങ്ങനെയാണ് ഒരു സൂചി കയറ്റാൻ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അടിച്ചു കയറുന്ന ടീമുകളാണെന്ന് പറയാൻ പറ്റും. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഇതിന് എങ്ങനെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമെന്നാണോ അതോ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണോ ഉദ്ദേശിക്കുന്നത്? സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഐ ജസ്റ്റ് വാണ്ട് ടു സോൾവ് ചെയ്യാൻ അല്ല സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് പറ്റൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറഞ്ഞു വന്നത് അതല്ല, നമ്മൾ പറയുന്നത് സോൾവ് ചെയ്യാൻ പറ്റും. പോയിന്റ് നമ്പർ 1. ഓക്കെ, സോൾവ് ചെയ്യുന്നത് എങ്ങനെ, ഏത് ലെവലിൽ, ഇതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പണി നടത്തിക്കൊണ്ട് അവിടെ അത് സോൾവ് ചെയ്യാൻ കഴിയില്ല. അതാണ് ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ആ സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പ് ഈസ് ഡൂംഡ്. ഓക്കെ, അതിലിനി ഒരു നോ ഹോം കമ്മിങ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. വെരി ലൈറ്റ്, വെരി ലൈറ്റ്. അതിൽ ആരാണ് അതിന് ഏറ്റവും കൂടുതൽ അവർക്ക് സഹായകമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടുത്തെ ഈ വോക്കുകളാണ്. ഓക്കെ, അതുകൂടെ അതോടൊപ്പം അവരുടെ രണ്ടാമത്തെ അതിലെ ആലി എന്ന് പറയുന്നത് സാധാരണ മുസ്ലിങ്ങളുമാണ്. ഇവർ രണ്ടുപേരുമാണ് ഈ എക്സ്ട്രീമിസ്റ്റുകൾക്ക് അവിടുത്തെ അവരുടെ അജണ്ട നടപ്പിലാക്കാനുള്ള ചവിട്ടുപടികൾ. അതവിടെ അവർ വെൽ ലെയ്ഡാണ്. അതിൽ ഇനി ഒരു തിരിച്ചുപോക്കില്ല. ഓക്കെ, ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് വഴി എന്ന് പറയുന്നത് അയൺ ഫിസ്റ്റ് റൂൾ അത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. ഫാസിസം ഒന്നുമല്ല. അതായത്
ഡെമോക്രസിയുടെ വഴികളും അതല്ലെങ്കിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുള്ള മൂല്യങ്ങൾ അത് എന്താണോ അത് നിലനിർത്താൻ ഉള്ള ബാധ്യത അത് ഗവൺമെൻറ് ഏറ്റെടുത്ത് അത് റദ്ദാക്കുന്ന ആളുകളെ മുളയിൽ നുള്ളാൻ അവർ മുന്നോട്ട് വരണം. അതായത് ജനാധിപത്യ രീതി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇപ്പം നമ്മൾ കണ്ട പോലെയുള്ള ഈ കോളേജ് കേന്ദ്രീകരിച്ചിട്ടുള്ള റോങ് ആയിട്ടുള്ള അജിറ്റേഷൻസും കാര്യങ്ങൾ അതവിടെ നിർത്തിയേ പറ്റുള്ളൂ. അതിനെ അനുവദിക്കാതിരിക്കുക. അങ്ങനെ തന്നെയാണ് അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവർ സപ്പോർട്ട് ചെയ്യുന്നത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെ ജനാധിപത്യ രീതിയിലുള്ള പ്രക്ഷോഭമാണെന്ന് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യുന്നത് എക്സ്ട്രീമിസ്റ്റ് ഐഡിയ ആണ് എന്നുണ്ടെങ്കിൽ അത് പിന്നെ ജനാധിപത്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിർത്തിയേ പറ്റുള്ളൂ. അതാണ് അതിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ആ രീതിയിൽ പോവുക. പിന്നെ ഇമിഗ്രേഷൻ ലോസ് നിർബന്ധമാക്കുക, ബോർഡർ സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു നെക്സ്റ്റ് 20 years മെനക്കെട്ടാലല്ലാതെ യൂറോപ്പിന് തിരിച്ചേറാൻ കഴിയില്ല. ഒന്നുകിൽ നിങ്ങൾ അവിടെ സൈലൻ്റായിട്ട് നിയമം അനുസരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കാം. വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലും പറയാനാണ് നിങ്ങൾ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ തലയുണ്ടാവില്ല. അല്ലെങ്കിൽ നേരെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിക്കോ. അത് ജർമ്മനിയിൽ അധികം നിന്ന് കറങ്ങണ്ട. എൻ്റെ ഒരു അഭിപ്രായമാണ്. പോക്കരിക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറയാട്ടോ. ആരിഫ് നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ആരിഫ് എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു സൈഡിൽ എക്സ്ട്രീമിസം വളരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാല് മറ്റു സൈഡിൽ വരുന്നത് കൊണ്ടാണ് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ. അതായത് ഞാനിപ്പോ ഒരു 13 വർഷമായി ഇപ്പം ജർമ്മനിൽ താമസിക്കുന്നു. ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കും ഞാൻ റിലീജിയസ് അല്ല, ഞാൻ അഗ്നോസ്റ്റിക് ആണ്. ബട്ട് ഞാൻ പള്ളിയിലോ മുസ്ലിം പള്ളിയിലോ ഹിന്ദു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിലോ എവിടെ വേണമെങ്കിലും പോയാലും ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഐ എം ഗെറ്റിംഗ് എ പീസ് ഓഫ് മൈൻഡ്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുന്നു, ആ ഒരു എൻവയോൺമെന്റ് കിട്ടുന്നു. അപ്പൊ ഞാൻ സ്ഥിരം വന്ന സമയത്ത് ഞാൻ സ്ഥിരം പള്ളിയിൽ പോകുന്നത്, അതായത് ക്രിസ്ത്യൻ പള്ളിയിൽ പോയി ഇരിക്കുമായിരുന്നു. ഐ എം ഗെറ്റിംഗ് എ പീസ് ഓഫ് മൈൻഡ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പീസ് ഓഫ് മൈൻഡ് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റ മനുഷ്യരുണ്ടാവാറില്ല. അതാണ് ഇവിടുത്തെ ഒരു കാര്യം. അതായത് ഇവിടെ ഞാൻ ടു ബി ഫെയർ, ഞാൻ ഇങ്ങോട്ട് വരാൻ സമയത്ത് എന്റെ ഫ്ലൈറ്റിൽ എന്റെ അടുത്തിരുന്ന ഒരു പള്ളിയിലച്ഛനാണ്. അപ്പൊ പുള്ളി ഒരു മലയാളിയാണ്, കണ്ണൂരിൽ നിന്നുള്ളൊരു മലയാളിയാണ്. പുള്ളി പറയുന്നത് പറഞ്ഞാല് ജർമ്മനിയില് പള്ളിയിൽ വരാൻ പോലും ആളെ കിട്ടുന്നില്ല. അപ്പോഴാണ് പള്ളിയിൽ അച്ഛനെ കിട്ടാണ്ട്. അതുകൊണ്ട് ഇവര് ഏഷ്യന്നൊക്കെ ഇങ്ങനെ പള്ളിയിൽ അച്ഛന്മാരെ അല്ലെങ്കിൽ ഈ മറ്റേ അമ്മമാരെ അല്ലെങ്കിൽ ഈ സിസ്റ്റർമാരെയൊക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. പക്ഷെ അവിടെ നിന്നിട്ട് ലാസ്റ്റ് ഒരു 2-3 years ആയിട്ട് ഞാൻ കാണുന്ന പറഞ്ഞാല് ഇവർ പള്ളിയിൽ പോകുന്ന ആൾക്കാർ കൂടിക്കൊണ്ട് വരിക. അത് അതിന്റെ ഒരു ട്രിഗർ. അത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റൈറ്റ് വിങ് ഒരു, അതായത് നമ്മളെ നാട്ടിലെ ഇപ്പൊ BJP ഞാൻ റൈറ്റ് വിങ്ങിൽ നിന്ന് BJP വിളിക്കില്ല. കാരണം ഞാൻ ഐ എം സീയിങ് വാട്ട് റൈറ്റ് വിങ് ഈസ് ഹിയർ. അപ്പൊ ആ റൈറ്റ് വിങ്ങിൽ നിന്ന് BJP കമ്പയർ ഒന്നും ചെയ്യുന്നില്ല. അതായത് ഒരു ബജ്രംഗി ദൾ അല്ലെങ്കിൽ ഹനുമാൻ സേന ആ ലെവൽ ടീംസാണ് ഇവിടുത്തെ സനാതൻ സംസ്ഥ. അതെ, ആ ലെവൽ, അതൊരു അക്രമമാണ് ഇവിടുത്തെ ഒരു റൈറ്റ് വിങ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ആക്ച്വലി ദേ ആർ ഗെറ്റിംഗ് സീറ്റ്സ് ഇനഫ് ടു, അതായത് ഒരു പാർലമെന്റിൽ പോകാൻ ആ ലെവലിൽ ജർമ്മനിയിൽ കിട്ടാന്ന് പറഞ്ഞാല് അതിന് കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, എനിക്ക് സമയം എടുക്കാന്നറിയില്ല, പക്ഷെ ഞാൻ ഇവിടെ ഒരു റേഡിയോയില് ഇപ്പം ഒരു എക്സാമ്പിൾ വന്നപ്പോൾ ഇവിടെ AFD എന്നൊരു പാർട്ടി ഉണ്ട്. അതാണ് ഹാർഡ് റൈറ്റ് പാർട്ടി കൊടുത്തത്. അപ്പൊ അവിടുത്തെ ഒരു നിയോ നാസീസ്. അപ്പൊ ഒരു പെണ്ണുപിള്ള, അപ്പൊ അവരുടെ മേ ബി അവർ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് 45-50 വയസ്സെന്ന് തോന്നിയാണ്. അപ്പൊ അവരുടെ അടുത്ത് റേഡിയോയിൽ ഇന്റർവ്യൂ ചെയ്ത് നിങ്ങൾ എന്തുകൊണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന നോക്കുമ്പോ അവര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് അവരുടെ കുട്ടി പോകുന്ന കിൻഡർ ഗാർട്ടനില് അവരുടെ കുട്ടി ചെന്നപ്പോഴത്തേക്കും അവർ കാണുന്നത് അവിടെ മുഴുവൻ പോസ്റ്റേഴ്സ് വെച്ചിരിക്കുകയാണ് അറബിക്കില്. അപ്പൊ ഇവർ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇവരുടെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഇവര് അപ്പൊ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മറ്റേ ബിസ്മില്ല എന്താണ് അള്ളയാണ് ഏറ്റവും വലിയ ദൈവം, ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന്റെ പോസ്റ്റേഴ്സ് അവിടെ വെച്ചിരിക്കുക. അല്ലാഹു അക്ബർ അല്ല, അത് വേറെന്തോ ആണ് അവർ പറഞ്ഞത്, സംതിങ് ഒന്നിലേക്ക്. അപ്പോ പക്ഷെ അത് ജർമ്മൻകാർ ചെയ്യും, ജർമ്മൻ കിൻഡർ ഗാർട്ടനിലാണ് സംഭവം നടക്കുന്നത്. അപ്പൊ അതിൽ അവർ ചെയ്യുന്നത് ഈ ഒരു എന്താണ് ഈ ഒരു റംസാൻ സമയത്ത് ഇൻക്ലൂസീവ്നെസ്സിന് വേണ്ടി ഇവർ ചെയ്യുന്ന പരിപാടി. പക്ഷെ ഇവർ ചെല്ലുമ്പോഴത്തേക്കും കാണുന്നത് ഇതാണ്. അത് ഇവരുടെ ഒരു കുട്ടി മാത്രമല്ല അവിടുത്തെ ഒരേ ഒരു ജർമ്മൻ, ബാക്കി ഫുള്ള് ആൾക്കാർ സിറിയ അല്ലെങ്കിൽ ഇന്ത്യനും ആയിരിക്കാം കേട്ടോ. പക്ഷെ അത് പറഞ്ഞില്ല അന്ന് റേഡിയോയിൽ. അപ്പോ
അപ്പൊ അത് കാരണമാണ് ഇവർ കൂടുതൽ ഇതിൽ റൈറ്റ് വിങ്ങിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് അപ്പൊ ശരിക്കും വരുമ്പോഴത്തേക്കും ഇങ്ങനെ റൈറ്റ് വിങ് കയറി വരുമ്പോഴത്തേക്കും ഇവര് എന്താണ്, ഇവര് മുസ്ലിം ആണോ അല്ലെങ്കിൽ ഹിന്ദു ആണോ എന്ന് നോക്കില്ല. ഇവൻ ബ്രൗൺ സ്കിൻ ആണ്, ഇവൻ മനസ്സിലായി. ജസ്റ്റ് നേരത്തെ ജസീം എന്തോ പറയാൻ വന്നിരുന്നു. ജസീം ഇല്ല, ഞാൻ വേറെ കുറെ കാര്യം ചെയ്തോണ്ടിരിക്കുന്നു, സോറി. അല്ല, നേരത്തെ എന്തോന്ന് പറയാൻ വന്നിരുന്നു, പറയാൻ ഓർക്കുന്നുണ്ടോ? അത് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് ചോദിക്കാനാണ് ഉള്ളത്. ഇപ്പോ നമ്മൾ ഈ പറയുന്നത്ര പ്രശ്നങ്ങൾ അവിടെ ഉണ്ടോ എന്നറിയാനായിട്ട്. ഇല്ല, ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ അതായത് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആക്ച്വലി ആന്റി റൈറ്റ് വിങ് ആണ്. ബട്ട് സ്റ്റിൽ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സ്കാൻഡിനേവിയൻ അല്ലെങ്കിൽ ഒരു UK സൈഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട്. യു കെ ഒക്കെ ഡെഫിനറ്റ്ലി ഗോൺ കേസാണ്. UK അതായത് സ്കാൻഡിനേവിയനിലൊക്കെ. ജർമ്മനി എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക് ആക്ച്വലി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവര് കൂടുതൽ ഈ വോക്കേഷൻ കളിച്ച് ഒരു ഇൻക്ലൂസീവ്നെസ് കളിക്കുമ്പോഴത്തേക്ക് ഒരു പ്രശ്നമാണ് അതിന്റെ പ്രശ്നം. അങ്ങനെ ഇവരത് മനസ്സിലാക്കുന്നില്ല അത് എന്താണ് അതിലോട്ട്. ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് UK, ബെൽജിയം, ഡെൻമാർക്ക് അങ്ങനെയുള്ള രാജ്യങ്ങൾക്കാണ്. ആരിഫ് ഭായി, ഞാൻ ബെൽജിയത്തിൽ ഒരു ട്രിപ്പ് പോയി. ആരിഫ് ഭായി, ഗൂഗിൾ മാപ്സ് എന്നെ വഴി തെറ്റിച്ച ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ഞാൻ ഇത് എവിടെയാണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് ഫുഡ് പർദ ക്ലാഡഡ് വുമൺ. പച്ചാള മാർക്കറ്റിൽ വന്ന പോലെ തോന്നിയോ? ലിറ്ററലി നിങ്ങളെ ഭീമാപ്പള്ളി സൈഡിലൊക്കെ പോയ പോലെ. എന്നിട്ട് ഞാൻ ആ സ്ഥലത്തിന്റെ പേര് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും അതിനൊരു നിക് നെയിം ബെൽജിയം ടീമിനെ കൊടുത്തിരിക്കുന്നത് സിറിയ ഓഫ് ബെൽജിയം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഇങ്ങനത്തെ ആൾക്കാർ. അപ്പൊ ബെൽജിയം ഒക്കെ ഗോൺ കേസാണ്. ബെൽജിയം അതുപോലെ തന്നെ വിയന്ന, വിയന്നയിലെ കുറെ പ്രശ്നം പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഒരു ഞാനിപ്പോ ജർമ്മനിലാണെങ്കിലും ഇവര് എല്ലാവരും ഭയങ്കര പ്രോഗ്രസീവ് ആണെങ്കിലും ഇവരുടെ എല്ലാം മനസ്സിൽ പഴയ ഒരു ഇത് കിടപ്പുണ്ട്. പഴയ നാസിസത്തിന്റെ ഒക്കെ ഇത് കിടപ്പുണ്ട്. അത് പക്ഷെ അവർക്ക് പഴയൊരു ഹിസ്റ്ററി ഓർമ്മയുള്ളതുകൊണ്ട് അവര് പുറത്ത് കളയാതിരിക്കുകയാണ്. ബട്ട് ഇങ്ങനൊരു പ്രശ്നം കാരണം ഇവർ അതൊരു ട്രിഗർ ആയി കഴിഞ്ഞാല് അത് അതെ ബാക്കിയുള്ളവർക്കും കൂടെ ഡേഞ്ചറസ് ആണ്. അപ്പൊ അതിനൊരു ട്രിഗർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഈ അടുത്ത് മറ്റേ AFD എന്ന പാർട്ടിയുടെ അവരേതൊരു ഈ എന്താ പറയാ ഒരു പ്രൊട്ടസ്റ്റിൽ പോയിട്ട് ആക്രമിച്ച ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നു. ആ സംഘടനയെ പറ്റി എന്താ അഭിപ്രായം? ഈ AFD എന്ന് പറഞ്ഞ AFDയെ പറ്റി വളരെ എനിക്ക് മോശം അഭിപ്രായമാണ് ആക്ച്വലി. അതായത് ഇവിടെയുള്ള ഇവിടെയും കമ്മ്യൂണിസ്റ്റിന്റെ ലോക്കൽ കമ്മിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരെല്ലാരും AFDക്ക് ഒരു സംഘം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കിലും പക്ഷെ AFD എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് കോർ ആണ്. അത് ഭയങ്കര ബാലൻസ് ആണ്. അതായത് ചുമ പോയി കത്തിക്കുക, ഇവർ എല്ലാവർക്കും എതിരാണ്. അതായത് ഇവർ ഹാർഡ് കോർ ജർമ്മൻ നാഷണലിസം ആ ഒരു ലെവലാണ്. അത് ഡെമോക്രസിക്ക് എതിരാണ്. അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. അപ്പം AFD ഒന്നും ഒരിക്കലും വരാൻ പാടില്ല. ഇവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. ബട്ട് ഈ ഒരു പ്രശ്നം കയറുന്നുണ്ട് നന്നായിട്ട് ആരിഫ്. കാരണം അതിന് ആ അപ്പർ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഇത് കിട്ടുന്നുണ്ട്. അത് ഞാനുള്ള സ്ഥലത്തൊക്കെ ഈ 2014 ഒരു സംശയമുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മളിങ്ങനെ സംഗീ എന്ന് ചാപ്പ അടിക്കണവരെ അവിടെ നീ ഒരു നാസി അല്ലടാ എന്ന് ചാപ്പ അടിക്കാറുണ്ട്. ഇല്ല അങ്ങനെ ഞാനത് കണ്ടിട്ടില്ല. അതൊന്ന് തപ്പണം, ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ മൈക്ക് പോയിന്റിൽ ഒന്ന് അറിയിക്കണം. ഗുഡ് ഐഡിയ ആണ്. കാരണം ഞാൻ ഇന്നും കൂടെ എന്റെ ഓഫീസിൽ നമ്മുടെ CEO ഉണ്ടായിരുന്നു. അപ്പൊ സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളി സംസാരിച്ച കാര്യങ്ങള് ആക്ച്വലി നമ്മളെ നാട്ടിൽ സംസാരിച്ച ഡെഫിനറ്റ്ലി ബ്രാൻഡഡ് സംഗീ. അപ്പൊ ഇവിടെയാണ് പുള്ളി സംസാരിക്കുന്നത് നാസിയെ ബ്രാൻഡ് ചെയ്യുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ബ്രാൻഡിങ് ഇവിടെ ഇല്ല. അപ്പം ഞാൻ താങ്കൾക്ക് 2 ചുമതല വെച്ചായിരുന്നു. ഒന്ന് ഇതാണ്. രണ്ടാമത്തെ ചുമതല എന്ന് പറയുന്നത് ഈ ജർമ്മനിയിലെ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മളുടെ ആളുകൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ഈ ഹലോ ഫ്രീ തിങ്കർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്.
അപ്പോൾ അതിൽ ആ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്താൽ അതിനകത്ത് നിങ്ങൾക്ക് ഈ വാർത്തകൾ കിട്ടുമ്പോൾ അവിടുത്തെ വാർത്തകൾ അത് ഇംഗ്ലീഷിലുണ്ടെങ്കിൽ നല്ലത്, അതല്ലെങ്കിൽ ജർമ്മൻ ആണെങ്കിലും കുഴപ്പമില്ല, അതൊന്ന് ജസ്റ്റ് ഒരു 2 വരി എന്താണെന്നൊന്ന് എഴുതിയിട്ടാൽ നമുക്കത് നോക്കാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാം. അപ്പോൾ നമുക്കത് ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ, കുറേ കൂടി ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് കിട്ടുന്ന രീതിയിലേ. ഓക്കെ, അപ്പോൾ ആ ഗ്രൂപ്പ് ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കിടപ്പുണ്ട് അതിൻ്റെ. പിന്നെ ഈ പ്രൈവറ്റ് ചാറ്റിലും ഉണ്ട്, ആ ലിങ്ക് അവിടെ ഉണ്ട്, ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ കാണാം. ഹലോ ഫ്രീ തിങ്ക് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, നമുക്ക് കാണാമല്ലോ. ആളുകൾ എന്തായാലും ആളുകൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങളുടെ ഭയങ്കര വലിയ ഫാനാണ്. ഞാൻ നിങ്ങളെ ക്ലബ് ഹൗസിൽ വരുമ്പോൾ എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് കറക്റ്റ് ടൈമിങ് ഭയങ്കര പെർഫെക്റ്റ് ആണ്. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് പണ്ട് ക്ലബ് ഹൗസിലൊക്കെ കണ്ടില്ലേ വീഡിയോ വരുന്നത്. ഞാൻ എപ്പോഴും വൈകിയാണ് വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കുക. ലിറ്ററലി ഒരു 2 weeks മുന്നേ ഞാൻ ഓഫീസിൽ നേരത്തെ വീട്ടിൽ എത്തിയിട്ട് ഐ ലിറ്ററലി വെയിറ്റഡ് ഫോർ യു ഫോർ ഹാഫ് ആൻ അവർ. ഓഹോ, അത് ശരി, സന്തോഷമായി, ജീവിതം ധന്യമായി. ഡെയിലി കേൾക്കുന്നു. അതായത് എനിക്ക് ഒരു ഞാൻ ആക്ച്വലി ഞാൻ നാട്ടിൽ വോട്ടുണ്ടെന്ന് ഞാൻ BJPക്ക് വോട്ട് ചെയ്യുമെങ്കിലും ഐ വോണ്ട് കോൾ മൈസെൽഫ് എ സംഘി. പക്ഷേ ഒരു ഫ്രീ തിങ്കർ അല്ല, ഒരു നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആ ലെവലാണ്. ഐ റിയലി അപ്രീഷിയേറ്റ് വാട്ട് യു ഡു. നാഷണലിസം ടോക്സിക് ആവാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല, ഈ AFD പോലെയൊന്നും ആവാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ആവാനുള്ള സാധ്യത ഉണ്ട്, അത് സൂക്ഷിക്കണം. ഞാൻ ഭയങ്കര ഇന്ദിരാഗാന്ധി കരുണാകരൻ ഫാന്, ആ ലെവൽ ഇതായിരുന്നു. അത് നാഷണലിസം, അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് പാർട്ടി നാഷണലിസം വിട്ടപ്പോഴത്തേക്ക് പോയതാണ്. ലീഡർ ഫോളോവർ. അവരൊക്കെ സംഖ്യകളാണെന്നാണ് ഇവിടുത്തെ ഇടതുപക്ഷം പറഞ്ഞത്. അപ്പൊ കാര്യം ഏതാണ്ട് പിടികിട്ടി. എനിവേ, എന്തായാലും സന്തോഷം. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് സൗകര്യം പോലെ ചെയ്താൽ നല്ലതാ. സോ ഹാപ്പി ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത് ഞാൻ ചുമ്മാ ഞാൻ അറിയാതെ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ജോയിൻ ചെയ്ത് പോയതാണ്. ഇങ്ങനെയാണെന്നേ, ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയാണ് ഈ ലോകത്തിന് ഓരോന്ന് സംഭവിക്കുന്നത്. സൂപ്പർ ആയിരുന്നു. ഒന്നും കൂടെ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് സൂപ്പർ വർക്കാണ്. സൂപ്പർ വർക്കാണ്. താങ്ക് യു. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കൊന്നല്ല, ഇവിടെ ആൾക്കാർ ആളുകൾ കുറെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന റിസ്ക് ഒക്കെ ഉണ്ടല്ലോ, അത് ഇപ്പൊ ഞാനിപ്പോ ഇന്ന് റിസ്ക് എടുക്കും പോലെ ഒന്നല്ല നിങ്ങൾ എടുക്കുന്ന റിസ്ക്. നിങ്ങൾ എടുക്കുന്ന റിസ്ക് വേറെ ലെവലാണ്. ആ റിസ്ക് ഒന്നും എനിക്കറിയില്ല. ഐ വിൽ നെവർ ടേക്ക് ദ റിസ്ക്. ബട്ട് അല്ല, ഇതിപ്പോ കേരളത്തിൽ ഇന്ത്യയിലിരുന്ന് ആയതുകൊണ്ടാണ് കേട്ടോ ഈ റിസ്ക് ഒക്കെ എടുക്കേണ്ടത്. ജർമ്മനിയിലാണെങ്കിൽ നമ്മൾ ഈ റിസ്ക് ഒന്നും എടുക്കൂല. ഇവിടെ ആരും വെട്ടിക്കൊല്ലാൻ പോകുന്നില്ല എന്നാണ് ഒരു വിശ്വാസം. ശരി, പ്രോത്സാഹനം തരുന്നുണ്ടല്ലോ. ശരി, ഞാൻ കേറുന്നുണ്ട്, ഞാൻ ഇടുന്നതാണ്. ഇനി നിങ്ങൾ സംസാരിക്കാൻ പറ്റിയാൽ സൂപ്പർ ആയിട്ടാണ്. നാട്ടിൽ വരുമ്പോൾ പറ്റിയ ഞാൻ വിളിക്കാം. ഷുവർ. താങ്ക് യു. ബൈ. താങ്ക് യു. ബൈ. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് നമ്മൾ കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഇനി നമ്മൾ വൈൻഡപ്പ് ചെയ്താലോ? ഇവിടെ ഒരു കോഴി കൂവുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നു. പാതിരക്കോഴി. വിഘ്നേഷ് അവിടെ യുദ്ധത്തിലാണ്, കമ്പ യുദ്ധത്തില്. ഞാൻ വെളിയിലാ, ഞാൻ ചപ്പാത്തിയും ബീഫ് ഫ്രൈയും കഴിച്ചോണ്ടിരിക്കുക. ഓ, അത് ശരി. നമ്മുടെ നാണം കെടുത്തല്ലേ. അതെ, നമ്മൾ സംഖ്യകൾക്ക് ഉള്ളിക്കറിയാണ്, അങ്ങനെ പറയാൻ പാടില്ല. നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ആണ്. അപ്പോ ഇത് വിഘ്നേഷ് ഒരു സംഖ്യയല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള സൈക്കോളജിക്കൽ ആ മൂവ് കണ്ടല്ലോ. ഗ്രൂപ്പില് പിക്ചർ എടുത്തിട്ടേക്കാം. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ നന്ദി. എന്താ ജസീം പറയാനുള്ളത്? ഞാൻ 2 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, എന്തായാലും തീരാൻ പോകണല്ലോ. ഇപ്പൊ മുസ്ലിം കൂട്ടുകാരനുണ്ട്, ഞാൻ സംഖ്യ അല്ലാന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. സംഖ്യ ആണ് പൂർണ്ണ, എനിക്ക് ഹിന്ദു കൂട്ടുകാർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലൊന്നും പ്രശ്നമില്ലല്ലോ. ഇതിപ്പോ കുറെ ആൾക്കാരുടെ ധാരണയാണ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവരെന്ത് കരുതും? അല്ല, അവര് ചിലപ്പോൾ നല്ല ഉദ്ദേശിച്ച് പറയുന്നതായിരിക്കും. ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഹിന്ദു കൂട്ടുകാർ മാത്രമേ ഉള്ളൂ, സംഖ്യ RSS ഇല്ലെന്ന് അതൊന്നും പ്രശ്നമല്ല. അതൊക്കെ പല സാഹചര്യങ്ങളും ഇപ്പൊ വടക്കേന്ത്യയിലെ ഒരുപാട് ആളുകൾ അങ്ങനെ ആയിരിക്കും. അവർക്ക് ചിലപ്പോ അവര് ജീവിക്കുന്ന ഏരിയയിൽ ഫുള്ള് അവരുടെ മതക്കാരായിരിക്കും. അതൊക്കെ മുസ്ലിങ്ങളിൽ ഇതിനേക്കാളും സാധാരണമാണ്. മുസ്ലിങ്ങളുടെ ഏരിയകളിൽ കൂടുതലും അവരുടെ കൂട്ടുകാർ മുസ്ലിങ്ങളെയാണ് അവർ തിരഞ്ഞെടുക്കാൻ സാധ്യത. അപ്പൊ അതൊന്നും പ്രശ്നമില്ല.
അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഇപ്പോ അതൊരു വിഷയമായിട്ട് നിങ്ങൾ ഇനി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളിപ്പോ എനിക്ക് ഹിന്ദു കൂട്ടുകാരനുണ്ട് എന്ന് പറഞ്ഞാലേ എന്നെ അംഗീകരിക്കും എന്നൊക്കെ പറഞ്ഞ് അത്ര ബുദ്ധിമുട്ടുണ്ടാവും. ഇത് സംവാദമൊന്നുമല്ല ജസീം. അതായത് നമുക്ക് ഹിന്ദു മതത്തിനെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം? എനിക്ക് ഹിന്ദു കൂട്ടുകാരുണ്ട്, എന്നാലും ഞാൻ ഹിന്ദു മതത്തെ വിമർശിക്കും എന്ന് പറയണ പോലെ ഞാൻ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയൊക്കെ കുറ്റമൊക്കെ പറയും, പക്ഷെ ഞാൻ കൂടെ എന്ത് പറയണം? എനിക്ക് മുസ്ലിം കൂട്ടുകാരനുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ലൈസൻസ് ആണ്. അതിനാണ് അത് ഉപയോഗിക്കുന്നത്. അല്ല, അവർക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ അവരെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയില്ല, അവരുടെ അവകാശത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. ഇപ്പൊ അതാണ് ഇപ്പൊ പ്രശ്നം. ഈ പല ആളുകളുടെ ഒരു അവർക്ക് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള ഒരു തടസ്സം അതാണ്. ഞാനിപ്പോ മനസ്സിലാക്കുന്നത് ചില സംഖ്യകളായ ആളുകൾക്ക് പോലും അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇതൊക്കെ പറഞ്ഞാലേ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതൊരു വലിയ വിഷയമാണ്. അവരത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ഇപ്പോ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നെങ്കിലും നിങ്ങൾക്ക് പറയാലോ. അതൊരു എന്താ പറയാ, ഒരു സ്റ്റിഗ്മയാണ്. ഇപ്പൊ കുറെ ആളുകൾ എന്താ പറയാ, വേറൊരു മതവിഭാഗത്തിൽപ്പെട്ട ഇത് പണ്ട് നമ്മുടെ എമുക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നം കേട്ടോ. അതായത് ഞാനടക്കം ഉള്ള ആളുകൾ ഇതിനെ അനുകൂലിച്ചിരുന്നു. അതായത് ഒരു എമു ഹിന്ദു മതത്തെ വിമർശിക്കാൻ പാടില്ല, പക്ഷെ അത് മാത്രമല്ല ഒരു സംഘി ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല. ഈ രണ്ട് രീതിയിലുള്ള ഇസ്ലാമിനെ വിമർശിക്കാൻ എമുക്കൾ മതി എന്ന് പറയുന്ന ഒരു ഫത്വ, ഒരു എമു ഫത്വ. അതെ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഏത് മതത്തെയും ആർക്കും വിമർശിക്കാം. അപ്പോ നിങ്ങളിപ്പോ ഇനി അങ്ങനെ ബുദ്ധിമുട്ട് ഇത് ഈ വെസ്റ്റിലുള്ള ഒരു പ്രശ്നമാണ്. അതായത് പണ്ട് ഇവര് കുറെ ആൾക്കാരെ കോളനി വൽക്കരിച്ചു, പല കൾച്ചറുകളെ നശിപ്പിച്ചു. ഇപ്പൊ മറ്റേ പുള്ളി പറഞ്ഞ പോലെ ഈ സിമ്പതി ചില കൾച്ചറുകളോടുള്ള സിമ്പതി കാരണം അവര് ആ കൾച്ചർ ചെയ്യുന്ന എല്ലാ വൃത്തികേടും അവരതുമായി ബന്ധപ്പെട്ട് അവർക്ക് വിമർശിക്കാൻ ഒരു പേടിയാണ്. അതുകൊണ്ട് അത് അനുഭവിച്ചു കൊടുക്കും. ഇപ്പൊ ഈ പലസ്തീന് വേണ്ടി സമരം ചെയ്യുന്ന ആൾക്കാരുടെ തലയിലുള്ളത് ഇതാണ്. അവർ വിചാരിക്കുന്നത് മുസ്ലിങ്ങൾ ഒരു അവരവൽക്കരിക്കപ്പെട്ട വിഭാഗമാണ്, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. അതാണ് ലെഫ്റ്റ് ഒക്കെ അതിന്റെ കൂടെ കൂടുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ധാരണ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഏത് മതത്തെ വിമർശിക്കാനുള്ള അവകാശം ഉണ്ട്. ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളതാണ്. അതിനി ആരെങ്കിലും അത് എടുത്ത് കളഞ്ഞാലേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇതൊരു പൊതുവിലുള്ള പ്രശ്നമാണ്. എല്ലാ സംഭാഷണം തുടങ്ങുമ്പോഴും ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് മുസ്ലിം കൂട്ടുകാരനുണ്ട്. അതിന്റെ ആവശ്യം ഒന്നുമില്ല. നിങ്ങൾക്ക് മുസ്ലിം കൂട്ടുകാരൻ ഇല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് പറയാം. ഞാനിപ്പോ പറഞ്ഞോളൂ, ഞാൻ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ അദ്ദേഹത്തിന്റെ അവകാശത്തെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. അല്ല, അത് തിരിച്ചും പറയാറുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മുസ്ലിം കൂട്ടുകാരനുണ്ട്, എനിക്ക് ഹിന്ദു പക്ഷേ ഈ ഹിന്ദു കൂട്ടുകാരനുണ്ടെന്ന് പറയുന്ന മുസ്ലിങ്ങൾ കുറവായിരിക്കട്ടെ, അത് വേറെ കാര്യം. കാരണം മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല എന്ന് പറയുന്നിടത്താണ് അവർ കൂട്ടുകൂടുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഓക്കെ, എന്നാൽ നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. മല്ലു പോയി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ ഡിവൈസ് നോട്ട് കണക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത തവണ എന്തായാലും നമുക്ക് ജോയിൻ ചെയ്യാം. ഇന്ന് ഏതായാലും 3.5 മണിക്കൂർ. ഓക്കെ, അപ്പോൾ വിഘ്നേഷ് ഓക്കെ അല്ലേ? ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ ഇത് ആഴ്ചയിൽ 2 ദിവസം വേണം. ഓ, നമുക്ക് ശരിയാക്കാം. നിങ്ങൾ ശരിയാക്കാന്ന് പറയുന്നു. ഞാൻ എത്ര 3-4 മാസം മുമ്പ് ഞാൻ അത് പറഞ്ഞിട്ടിപ്പോ ഇത് ഒരെണ്ണം ആയല്ലോ ആഴ്ചയില്. ഇനി അടുത്തത് ഒന്ന് സമയം എടുക്ക്. ഇത് റെഡി. നമുക്ക് 24 മണിക്കൂറല്ലേ ഉള്ളൂ. അതെ, ഇതിപ്പോ എന്താ വെച്ചാല് നമ്മളെ ബോസ് ഒരു യാത്രയിലായത് കാരണം 2-3 ദിവസമായിട്ട് ഞാൻ ലീവിലാണ്. അപ്പൊ അത് കാരണം ഇന്നിപ്പോ ഇതൊക്കെ ചെയ്യാൻ സമയം കിട്ടണം. അതാണ് ഇന്നലെയൊക്കെ ചറവറ വീഡിയോ ആണ്. നമ്മളെ വീഡിയോ ഇടാനൊന്നും പറ്റാത്ത കാരണം ചാനലൊക്കെ ഡൗൺ ആയി. ഇത് ആളുകൾ ധരിക്കുന്നത് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നുള്ള. കാശ് ഓഫ് കോഴ്സ് വേണം, വേണ്ടെന്നല്ല. പക്ഷേ വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ റീച്ച് പോവും. അതാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ നമ്മളൊരു അത്യാവശ്യത്തിനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് മനുഷ്യന്മാരാരും കാണൂല എന്നുള്ളതാണ് അതിൻ്റെ കുഴപ്പം. അതെ, ഇവിടെ ജൂത ഫണ്ടും സംഘി ഫണ്ടും മത്സരമാണ് കേട്ടോ. താങ്ക് യു വഹാബ്. ഒരുപാട് ആൾക്കാർ ഉണ്ട് ഇന്നിപ്പോൾ, കുറേ പേര് ഡൊണേഷൻസ്. അനിൽകുമാർ, പിന്നെ നമ്മളെ സ്വന്തം വിഘ്നേഷ്, പിന്നെ സഞ്ജയ്, വഹാബ്, അങ്ങനെ കുറേ പേര്. എന്തായാലും വളരെ സന്തോഷം. കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ആഴ്ചയിൽ ഓരോന്ന് വെച്ച് പിടി. അധികം വൈകാതെ നമ്മൾ 2 എണ്ണം ആവും. ചെറിയൊരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അതൊരു നവംബർ വരെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാലാണ് ഒന്ന് ഫ്രീ ആവുള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്ക് സമയം കണ്ടെത്താം, നോ പ്രോബ്ലം. നിങ്ങളിങ്ങനെ കാക്കമാരെ വിഷമിപ്പിക്കാതെ, നിങ്ങൾക്ക് പണിയൊന്നും ഇല്ലെന്നാ അവര് പറയുന്നത്. ജോബ് എന്നൊന്നും പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാതെ. അത് ശരിയാണല്ലോ അല്ലേ? അത് പ്രശ്നം അതല്ല. എവിടെയാണ് ജോബ് എന്ന് ചോദിച്ചാൽ അവിടെ വന്ന് ഇനി പൊട്ടിക്കുക എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, അപ്പം എന്നാൽ അവസാനിപ്പിക്കാം. അപ്പം നാളെ
മറ്റൊരു ലൈവായിട്ട് നമുക്ക് കാണാം വേറൊരു വിഷയത്തിൽ. അത് എത്രയും പെട്ടെന്ന് കാക്കമാർ അത് നമുക്ക് കൊണ്ടുതരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ ദെൻ ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. യെസ്, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ. എല്ലാവരും ഒരു കാര്യം പറയാനുണ്ട്. കട്ട് ചെയ്യില്ലേ? ഇല്ല, ഹലോ, കട്ട് ചെയ്തില്ല. ഇല്ല, കട്ട് ചെയ്തില്ല. പറഞ്ഞോ. എല്ലാവരും നമ്മുടെ ലൈവ് കാണുന്ന എല്ലാവരും ലൈവ് കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ആയി കഴിയുമ്പോൾ ഒന്ന് അതിന്റെ അടിയിൽ ഒരു കമന്റ് ലൈക്കും ചെയ്തേക്കണേ. ജസ്റ്റ് ഒരു സ്മൈലി ആണെങ്കിലും ഇട്ടാൽ മതി, നമുക്ക് റീച്ച് കൂടാൻ അത് വളരെ ഉപകരിക്കും. അത് വളരെ നല്ലൊരു സജഷനാണ്. എല്ലാവരും അത് ചെയ്താൽ നല്ല ഉപകാരമായിരിക്കും. കാരണം ഇത് അങ്ങനെയാണ് വീഡിയോ മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി അവസാനിപ്പിക്കാമല്ലോ. യെസ്, ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ.